വളരെ പ്രാർത്ഥനയോടെ തിരുവെഴുത്തുകളിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ಆ ಪ್ರಾರ್ಥನೆ ಮುಖಾಂತರವಾಗಿ ನಮ್ಮ ವಾಕ್ಯದ ಧ್ಯಾನದೆಡೆಗೆ ನಮ್ಮ ಗಮನವನ್ನು ಹರಿಸೋಣ. നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി ചിന്തിക്കാൻ താല്പര്യപ്പെടുന്ന 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യമാണ്. ನಾವು ಇವತ್ತು ರಾತ್ರಿ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಆಲೋಚಿಸುವುದಕ್ಕೆ ಹೋಗುವಂತ 2 ಪೇತ್ರ ಪತ್ರಿಕೆ 3ನೇ ಅಧ್ಯಾಯ ಅದರ 18ನೇ ವಾಕ್ಯವಾಗಿದೆ. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. 2 ಪೇತ್ರನ ಪತ್ರಿಕೆ 3ನೇ ಅಧ್ಯಾಯ 18ನೇ ವಾಕ್ಯ. യെസ്. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ, അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ಕೃಪೆಯಲ್ಲಿಯೂ ನಮ್ಮ ಕರ್ತನು ರಕ್ಷಕನೂ ಆಗಿರುವ ಯೇಸು ಕ್ರಿಸ್ತನ ವಿಷಯವಾದ ಜ್ಞಾನದಲ್ಲಿಯೂ ಅಭಿವೃದ್ಧಿ ಹೊಂದುತ್ತಾ ಇರಿ. ಆತನಿಗೆ ಈಗಲೂ ಸದಾಕಾಲವೂ ಸ್ತೋತ್ರ. ಆಮೆನ್. എല്ലാ മനസ്സുകളും ഒരു നിമിഷം കൂടെ ഉയരത്തിലേക്ക് ഉയരട്ടെ. ಇವತ್ತು ಎಲ್ಲ ಮನಸ್ಸುಗಳು ಕಣ್ಣು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ രാത്രി ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞു തുടങ്ങി. ಇವತ್ತು ರಾತ್ರಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ವ್ಯಾಪಿಸುತ್ತಾ ಇರುವಂತ ದೇವರ ಸಾನ್ನಿಧ್ಯಕ್ಕಾಗಿ ಕೃತಜ್ಞತೆ. എല്ലാ വായ്കളും അല്പനിമിഷം തുറന്നിരിക്കട്ടെ. ಸ್ವಲ್ಪ ಸಮಯ ದೇವರ ನಮ್ಮ ಬಾಯಿಯನ್ನು ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸೋಣ. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് തിരിച്ചറിയുന്ന ജനം അല്പനിമിഷങ്ങൾ ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. ಸ್ವರ್ಗದ ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ಅರ್ಥೈಸಿಕೊಳ್ಳುವಂತವರು ಆತ್ಮದಲ್ಲಿ ದೇವರನ್ನ ಮಹಿಮೆ ಪಡಿಸುವಂತವರಾಗಿ ಮಾರ್ಪಡಲಿ. അന്തരീക്ഷത്തിനകത്ത് ദൈവ മഹത്വം ഇറങ്ങുന്ന നിമിഷമായി മാറട്ടെ. ಈ ನಿಮಿಷವು ದೇವರ ಮಹಿಮೆ ಇಳಿಯುವಂತಹ ಸಂದರ್ಭವಾಗಿ ಮಾರ್ಪಡಲಿ. എല്ലാ പൈശാചിക അവകാശവാദങ്ങളും ഇന്ന് രാത്രി തകരട്ടെ. ಎಲ್ಲ ಸೈತಾನನ ಅವಕಾಶಗಳು ಇವತ್ತು ರಾತ್ರಿ ಒಡೆಯಲ್ಪಡುವಂತದ್ದಾಗಲಿ. എല്ലാ പൈശാചിക അവകാശവാദങ്ങളും ഇന്ന് രാത്രി തകരട്ടെ. ಎಲ್ಲ ಸೈತಾನನ ಅವಕಾಶಗಳು ಇವತ್ತು ಒಡೆಯಲ್ಪಡುವಂತದ್ದಾಗಲಿ. കൃപ ലഭിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി ആത്മാവിൽ അല്പനിമിഷങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ಆಮೆನ್. ಕೃಪೆ ಹೊಂದಿದಂತ ದೇವರ ಮಕ್ಕಳು ಒಟ್ಟಾಗಿ ದೇವರ ನಾಮದಲ್ಲಿ ದೇವರನ್ನ ಮಹಿಮೆ ಪಡಿಸುತ್ತಾ ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಳ್ಳೋಣ. സകല ദുഷ്ടാത്മമണ്ഡലങ്ങളുടെ അവകാശവാദങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുന്നു. ಈ ಲೋಕದ ಸೈತಾನನ ದುಷ್ಟಾತ್ಮ ಮಂಡಲದ ಮೇಲೆ ಇವತ್ತು ರಾತ್ರಿ ನಾವು ಜಯವನ್ನು ಇದ್ದೇವೆ. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ದೇವರ ಸಾನ್ನಿಧ್ಯ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ವ್ಯಾಪಿಸುತ್ತಾ ಇರುವುದಕ್ಕಾಗಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸುತ್ತೇನೆ. അസാധാരണമായ ആത്മശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കണം. ಅಸಾಧಾರಣವಾದಂತ ದೇವರ ಶಕ್ತಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ವ್ಯಾಪಿಸುವಂತದ್ದಾಗಲಿ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ಪವಿತ್ರಾತ್ಮನೇ ನಮ್ಮೊಟ್ಟಿಗೆ ಒಡನಾಡು. യേശുവിൻ നാമത്തിൽ തന്നെ. യേശു ക്രിസ്തുവിന്റെ നാമದಲ್ಲಿ ತಂದೆಯೇ. അപ്പോസ്തലനായ പത്രോസിന്റെ ഏറ്റവും ഗംഭീരമായ ഒരു ലേഖനത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഇരിക്കുന്നത്. ಅಪೊಸ್ತಲನಾದ ಪೇತ್ರನು ಬರೆದಂತಹ ಒಂದು ಪ್ರಮುಖವಾದಂತಹ ಪತ್ರಿಕೆಗಾಗಿ ನಮ್ಮ ಗಮನವನ್ನು ಹರಿಸುತ್ತಾರೆ. 3 അധ്യായങ്ങളിൽ 3 പ്രധാനപ്പെട്ട ചിന്തകളെ ഉൾനട്ടിരിക്കുന്നു. ಆ 3 ಅಧ್ಯಾಯಗಳಲ್ಲಿ 3 ಪ್ರಮುಖವಾದಂತಹ ವಿಚಾರಗಳನ್ನ ಬರೆದಿದ್ದಾರೆ. 3 പ്രധാനപ്പെട്ട ചിന്തകൾ നമ്മൾ ഓരോന്നായി ചിന്തിച്ചാൽ, ഒന്ന്, നിങ്ങൾ കൃപയിൽ വളരണം. ಆ 3 ಪ್ರಮುಖವಾದಂತ ಚಿಂತೆಗಳಲ್ಲಿ ನಾವು ಗಮನಿಸುವಾಗ, ಒಂದು, ಕೃಪೆಯಲ್ಲಿ ನಾವು ಬೆಳೆಯಬೇಕು. 2, നിങ്ങൾ കപട ഉപദേശക്കാരെ ചെറുക്കണം. ನೀವು ಸುಳ್ಳು ಉಪದೇಶಕರನ್ನ ದೂರ ಮಾಡಬೇಕು. 3ാമത്തെ കാര്യം, നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിനായിട്ട് ഒരുങ്ങണം. ನೀವು ಕ್ರಿಸ್ತನ ಕಾರ್ಯಕ್ಕಾಗಿ ಸಿದ್ಧರಾಗಬೇಕು. 1, കൃപയിൽ വളരണം. ಒಂದು, ಕೃಪೆಯಲ್ಲಿ ಬೆಳೆಯಬೇಕು. 2, നിങ്ങൾ കപട ഉപദേശക്കാരെ, ദുരുപദേശക്കാരെ ചെറുക്കണം. ನೀವು ಸುಳ್ಳು ಉಪದೇಶಕರನ್ನ ದೂರ ಮಾಡಬೇಕು. 3, നിങ്ങൾ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ಕ್ರಿಸ್ತನ ಬರೋಣಕ್ಕಾಗಿ ಮೂರನೇದಾಗಿ ಸಿದ್ಧರಾಗಬೇಕು. പത്രോസിന്റെ 3 അധ്യായങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. 3 അധ്യായಗಳಲ್ಲಿ ಪೇತ್ರನ 3 അധ്യായಗಳಲ್ಲಿ ಪ್ರಮುಖವಾದಂತ ವಿಚಾರ ಇವುಗಳಾಗಿವೆ. പുതിയ നിയമത്തിലെ 2 ലേഖനങ്ങൾ തമ്മിൽ ഭയങ്കര സമാനതകളുണ്ട്. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ 2 ಪತ್ರಿಕೆಯಲ್ಲಿ 2 ಹೋಲಿಕೆ ಇದೆ. പ്രത്യേകിച്ച് യൂദയുടെ ലേഖനവും 2 പത്രോസിന്റെ ലേഖനവും തമ്മിൽ അനവധി സമാനതകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ಯೂದನ ಪತ್ರಿಕೆ ಹಾಗೂ 2 ಪೇತ್ರನ ಪತ್ರಿಕೆ 2 ಸಹ ಹೋಲಿಕೆ ಆದಂತ ಒಂದು ಪತ್ರಿಕೆಯಾಗಿದೆ. ഏതാണ്ട് സമാന വാക്യങ്ങളും സമാന വെല്ലുവിളികളും നമുക്ക് ഈ 2 ലേഖനങ്ങളിലും കാണാം. ಸಮಾನವಾದಂತ ವಾಕ್ಯಗಳು, ಸಮಾನವಾದಂತ ಸವಾಲುಗಳು ಈ ವಾಕ್ಯ 2 ಅಧ್ಯಾಯಗಳಲ್ಲಿ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ ദൈവ മഹത്വത്തെ വിധേയപ്പെടാത്ത ഒരു സമൂഹത്തെ നമുക്ക് ഇതിനകത്ത് കാണാം. ಈ ದೇವರ ಕ್ರೈಸ್ತತ್ವ ದೈವತ್ವವನ್ನ, ಯೇಸುವಿನ ದೈವತ್ವವನ್ನು ಅಂಗೀಕರಿಸೋದಾಗೆ ಅವಿದ್ಯರಾದಂತ
ಆದಂತ ಒಂದು ಗುಂಪನ್ನು ನಮಗೆ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോയ ഒരു സമൂഹത്തെ നമുക്ക് ഇതിനകത്ത് കാണാം. ಕ್ರಿಸ್ತನಲ್ಲಿರುವಂತ ಏಕಾಗ್ರತೆಯನ್ನು ನಿರ್ಮಲತೆಯನ್ನು ಬಿಟ್ಟು ಹೋದಂತ ಕೆಟ್ಟ ಮಾರ್ಗಕ್ಕೆ ಹೋದಂತ ಒಂದು ಸಮೂಹವನ್ನು ಕಾಣ್ತೇವೆ. അതുകൊണ്ട് അങ്ങനെ ഉള്ളവരാരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുതെന്നുള്ള കൃത്യമായ ബോധ്യത്തോടെയാണ് പത്രോസും യൂദയും ലേഖനങ്ങൾ എഴുതുന്നത്. ಹಾಗೆ ಇರುವಂತವರನ್ನ ನಿಮ್ಮ ಯಾವುದೇ ವಿರುದ್ಧನ ತಪ್ಪಿಸಿ ಬಿಟ್ಟು ಬಿಡಬಾರದೆಂಬುದಾಗಿ ವ್ಯಕ್ತವಾದಂತ ಆಲೋಚನೆಯನ್ನು ಕೊಡುವಂತದಾಗಿದೆ ಪೇತ್ರ ಹಾಗೂ ಯೂದನು ಬರೆಯುತ್ತಾ ಇರುವಂತ ಪತ್ರಿಕೆ. ആദ്യത്തെ അധ്യായം മുതൽ ഒന്ന് നോക്കിയാൽ ಆ ಮೊದಲನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ನೋಡುವಾಗ ഇത് ഏറ്റവും ഗൗരവമുള്ളവർക്ക് വേണ്ടി എഴുതിയതാണ്. ಇದು ಬಹಳ ಗೌರವವುಳ್ಳಂತ ಮಾತಾಗಿದೆ. അതുകൊണ്ട് ഒന്നാമത്തെ വാക്യം പറയുന്നത്, ಅದರ ಒಂದನೇ ವಾಕ್ಯ ಹೇಳ್ತಾ ಇರುವಂತದ್ದು, യേശുക്രിസ്തുവിന്റെ ദാസനും ಯೇಸು ಕ್ರಿಸ್ತನ ದಾಸನು അപ്പോസ്തലനുമായ ಅಪೊಸ್ತಲನು ಆಗಿರುವ ശിമോൻ പത്രോസ്, ಸೀಮೋನ್ ಪೇತ್ರನು, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ, ನಮ್ಮ ದೇವರು ಮತ್ತು ರಕ್ಷಕನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ನೀತಿಯಿಂದ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ನಮ್ಮೊಂದಿಗೆ ಅಮೂಲ್ಯವಾದ ನಂಬಿಕೆಯಿಂದ ಹೊಂದಿದವರಿಗೆ ಬರೆಯುವುದೇನೆಂದರೆ, അപ്പം ഇത് എഴുതുന്നത് ആർക്ക് വേണ്ടിയാണ്? ಇದನ್ನ ಬರೆಯುತ್ತಾ ಇರುವುದು ಯಾರಿಗಾಗಿ ಆಗಿದೆ? വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് വേണ്ടിയാണ്. ಆಮೇಲೆ ಅಮೂಲ್ಯವಾದ ನಂಬಿಕೆಯನ್ನು ಹೊಂದಿಕೊಂಡವರಿಗೆ. പറഞ്ഞ തന്റെ മുമ്പിലുള്ളവര് സാധാരണക്കാരല്ല, വിലയേറിയ വിശ്വാസം ലഭിക്കപ്പെട്ടവരാ. ನಾಮ ತನ್ನ ಮುಂದೆ ಇರುವಂತಹ ಸಾಧಾರಣದವರ ಮಧ್ಯದಲ್ಲಿ ಅಮೂಲ್ಯವಾದ ನಂಬಿಕೆಯನ್ನು ಹೊಂದಿಕೊಂಡವರು. ഇനി യൂദയുടെ ലേഖനത്തിലേക്ക് നിങ്ങൾ വരണം. യൂദನು ಬರೆದಿರುವಂತದ್ದು, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് അത്യാവശ്യമെന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് ആ ലേഖനം തുടങ്ങുന്നത്. ದೇವರ ಮಕ್ಕಳಿಗಾಗಿ ಒಪ್ಪಿಸಲ್ಪಟ್ಟಿರುವಂತಹ ಅತಿ ಪರಿಶುದ್ಧವಾದಂತ ನಂಬಿಕೆಗಾಗಿ ಹೋರಾಡಬೇಕೆಂಬುದಾಗಿ ಬರೆದಿದ್ದಾನೆ. ഇതിന്റെ രണ്ടിന്റെയും പൊതുവിഷയം എന്താ? ಇದರ ಎರಡರ ಪ್ರಾಮುಖ್ಯವಾದ ವಿಚಾರವೇನಾಗಿದೆ? നമ്മൾ അതിവിശുദ്ധ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ನಾವು ಅತಿ ಪರಿಶುದ್ಧವಾದಂತ ನಂಬಿಕೆಯ ಭಾಗವಾಗಿದ್ದೇವೆ. നമ്മൾ വിലയേറിയ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ಅಮೂಲ್ಯವಾದ ನಂಬಿಕೆಯ ಭಾಗವಾಗಿದ್ದೇವೆ. നമ്മൾ ദൈവകൃപയുടെ അധികപരമായ ആ ദൈവിക ഇടപെടലിന്റെ ഭാഗമാണ്. ಆ ದೇವರ ಕೃಪೆಯ ಒಡನಾಟದ ಪ್ರಮುಖ ಭಾಗದಲ್ಲಾಗಿದ್ದೇವೆ. അപ്പം വിലയേറിയ വിശ്വാസത്തിന്റെ ഭാഗമായി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. ಅಮೂಲ್ಯವಾದ ನಂಬಿಕೆಯ ಭಾಗವಾಗಿ ನಮ್ಮನ್ನು ದೇವರು ನೇಮಿಸಿದ್ದಾನೆ. ഇനി വിലയേറിയ വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ മാറിയതിന്റെ കാരണം എന്താണ്? ಅಮೂಲ್ಯವಾದ ನಂಬಿಕೆಯ ಭಾಗವಾಗಿ ಮಾರ್ಪಡಲಿಕ್ಕೆ ಕಾರಣವೇನಾಗಿದೆ? അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിന്റെ ഒന്നാമത്തെ ലേഖനത്തിലേക്ക് പോകണം. ಅದನ್ನ ತಿಳಿದುಕೊಳ್ಳಬೇಕಾದರೆ ಅದರ ಒಂದು ಪೇತ್ರನ ಪತ್ರಿಕೆಗೆ ಬರಬೇಕು. അവിടെ പറയുന്നു, വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി തുടങ്ങിയ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ಆ ವ್ಯರ್ಥವು ಬೇಡದಂತ ನಂಬಿಕೆಯಲ್ಲಿ ಇದ್ದಂತ ನಮ್ಮನ್ನು ಕೊಂಡುಕೊಂಡಂತದ್ದು ಚಿನ್ನ ಬೆಳ್ಳಿಗಳಿಂದ ಅಲ್ಲ, ಕ್ರಿಸ್ತ ಯೇಸುವಿನ ಅಮೂಲ್ಯವಾದ ರಕ್ತದಿಂದಾಗಿದೆ. അപ്പൊ വിലയേറിയ വിശ്വാസത്തിന്റെ ഭാഗം നമ്മളായതിന്റെ കാരണം അവിടുത്തെ വിലയേറിയ രക്തമാണ്. ನಾವು ಅಮೂಲ್ಯವಾದ ನಂಬಿಕೆಯಲ್ಲಿ ಭಾಗವಾಗಿ ಮಾರ್ಪಡಲಿಕ್ಕೆ ಕಾರಣ ಆತನ വിലയുള്ള രക്തದ മുഖാന്തരವಾಗಿದೆ. കാണപ്പെടുന്ന ഒരു വസ്തുവല്ല, കാണപ്പെടുന്ന ഒരു സാഹചര്യമല്ല, ഏതെങ്കിലും ആത്മീക ആചാര്യനല്ല, മറിച്ച് നമ്മെ വീണ്ടെടുത്തത് അവിടുത്തെ പവിത്രവും പുണ്യാഹവുമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് ഇന്ന് രാത്രി അത് ഉറപ്പുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പറ, യേശുവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. ನಾವು ದೃಶ್ಯವಾದಂತಹ ಒಂದು ವಸ್ತುವಿನಿಂದಲೋ ಅಮೂಲ್ಯವಾದಂತಹ ವಸ್ತುವಿನಿಂದಲೋ ಆ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತದಿಂದ ವಿಮೋಚಿಸಲ್ಪಟ್ಟಿದ್ದಾರೆ ಎಂಬುದಾದಂತ ನಂಬಿಕೆ ಇರುವಂತವರು ಆತನನ್ನು ಮಹಿಮೆ ಪಡಿಸುವಂತವರಾಗಿರಿ. ഒന്ന് നമ്മൾ വിലയേറിയ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ಅಮೂಲ್ಯವಾದ ನಂಬಿಕೆಗೆ ಭಾಗವಾದಂತ. രണ്ടാം വിലയേറിയ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ಅಮೂಲ್ಯವಾದ ರಕ್ತದಿಂದ ವಿಮೋಚಿಸಲ್ಪಟ್ಟವರಾಗಿದ್ದೇವೆ. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ಆ ಮುಂದಿನ ಕಾರ್ಯಗಳನ್ನು ನೋಡುವಾಗ നമ്മൾ ഈ വായിച്ച 2 പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ನಾವು ಓದಿದಂತ 2 ಪೇತ್ರನ ಪತ್ರಿಕೆಗೆ ಬರುವಾಗ 4ാമത്തെ വാക്യം പറയുന്നു, ಅದರ 4ನೇ ವಾಕ್ಯ ಹೇಳ್ತದೆ, നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ನಮಗೆ ಬೆಲೆಯುಳ್ಳಂತದ್ದು ಅತಿ ಮಹಿಮೆಯುಳ್ಳಂತ ವಾಗ್ದಾನವನ್ನು ದೇವರು ಕೊಟ್ಟಿದ್ದಾರೆ എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയി, നമ്മൾ ഏറ്റവും ഗൗരവമായി ദൈവ വിഷയത്തെ കാണണമെന്നുള്ളതിന്റെ 3 കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ಎಂಬುದಾಗಿ ನೋಡುವುದಾದ ಎಲ್ಲ ದೇವರ ಕಾರ್ಯವನ್ನ ಬಹಳ ಗೌರವವಾಗಿ ಕಂಡುಕೊಳ್ಳಬೇಕೆಂಬುದಾಗಿ ಬರೆದಿದೆ. വിലയേറിയ വിശ്വാസം നമുക്ക് തന്നു, ಅಮೂಲ್ಯವಾದ ನಂಬಿಕೆಯನ್ನ, വിലയേറിയ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി, ಅಮೂಲ್ಯವಾದ ರಕ್ತವನ್ನು ನಮಗಾಗಿ ಸುರಿಸಿದರು. ഇനി ഒരു സാധാരണ കാര്യമല്ല നമുക്ക് കിട്ടിയത്, വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നു. ಆಮೇಲೆ ಬೆಲೆಯುಳ್ಳಂತದ್ದು ಅತಿ ಮಹಿಮೆಯುಳ್ಳಂತ ವಾಗ್ದಾನವನ್ನು ದೇವರು ನಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. എങ്ങനെ നമുക്ക്
നമുക്ക് ലഭിച്ചത്? ಇದು ಯಾವ ರೀತಿಯಲ್ಲಿ ನಮಗೆ ದೊರೆತದ್ದು? നിങ്ങൾ അതിന്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് നോക്കണം. ಅದರ 3ನೇ ವಾಕ್ಯಕ್ಕೆ ನೋಡೋಣ. തന്റെ മഹത്വത്താലും ತನ್ನ ಮಹಿಮೆಯಿಂದ, വീര്യത്താലും, ತನ್ನ ಮಹಿಮೆ ವೀರ್ಯದಿಂದ, വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, കരുതാത്തന പരിജ്ഞാനದಿಂದ, അവിടുത്തെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ಆತನ ದಿವ್ಯ ಶಕ್ತಿ ಜೀವಿತಕ್ಕೂ ಬೇಕಾದಂತದಕ್ಕೆಲ್ಲದಕ್ಕೂ ಸಹ ಆತನು ದಾನವಾಗಿ ಕೊಟ್ಟಿದ್ದಾನೆ. ഇവിടെ പറയുന്ന രണ്ട് കാര്യത്താലാണ് ദൈവം നമ്മെ വിളിച്ചത്. 2 ವಿಚಾರಕ್ಕಾಗಿ ದೇವರು ನಮ್ಮನ್ನು ಕರೆದಿದ್ದಾನೆ. തന്റെ മഹത്വത്താൽ വിളിച്ച ദൈവം, ತನ್ನ ಮಹಿಮೆಯಿಂದ ಕರೆದಾತನು, തന്റെ വീര്യത്താൽ വിളിച്ച ദൈവം, ತನ್ನ ಶಕ್ತಿಯಿಂದ ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕಾಗಿ. എന്റെ ദൈവത്തിന്റെ ഗ്ലോറി, എന്റെ ദൈവത്തിന്റെ മഹത്വം, ಏನು ದೇವರ ಮಹಿಮೆ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು. ഒന്നിനു മുമ്പിൽ ദൈവം കോംപ്രമൈസ് ചെയ്യാത്ത രണ്ട് കാര്യമാണ് ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വീര്യവും. ಆಮೇಲೆ ಒಂದಕ್ಕೂ ಹೋಲಿಕೆ ಮಾಡಲಿಕ್ಕೆ ಆಗದೇ ಇರುವಂತದ್ದಾಗಿದೆ ದೇವರ ಮಹಿಮೆಯು, ದೇವರ ಶಕ್ತಿಯು. ഇനി ഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇത് രണ്ടും ദൈവം ആരുടെയും മുമ്പിൽ കോംപ്രമൈസ് ചെയ്യത്തില്ല. ಈ ಭೂಮಿಯಲ್ಲಿ ಏನೆಲ್ಲ ನಡೆದರೂ ಸಹ ದೇವರು ಈ 2 ವಿಚಾರದಲ್ಲಿ ಯಾರೊಂದಿಗೂ ಹೋಲಿಕೆ ಮಾಡಿಕೊಳ್ಳುವುದಿಲ್ಲ. ഈ വീര്യം എന്നതിന്റെ ലിറ്ററൽ മീനിങ് ഹിസ് മോറൽ എക്സലൻസ്, തന്റെ ധാർമ്മിക ഔന്നത്യം അല്ലെങ്കിൽ തന്റെ ധാർമ്മിക മഹത്വം എന്നതാണ്. ഈ ശക്തി ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು ದೈವಿಕ ಧಾರ್ಮಿಕವಾದಂತ ಮಹಿಮೆಯನ್ನ. അതുകൊണ്ട് തന്നെയാണ് യാക്കോബ് പറയുന്നത്, അവിടുത്തേക്ക് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അവിടുത്തേക്ക് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ಅಲ್ಲಿನ ಕಾರ್ಯಗಳ ಯಾವುದು ಅಲ್ಲ, ಯಾವುದೇ ಬದಲಾವಣೆ ಇಲ್ಲ. അപ്പം യാക്കോബ് പറയുന്ന അവിടുത്തേക്ക് യാതൊരു മാറ്റവും ഇല്ലാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ಆಮೆನ್. ಅಲ್ಲಿನ ಯಾಕೋಬನು ಹೇಳುವಂತದ್ದು ಯಾವುದೇ ಬದಲಾವಣೆ ಇಲ್ಲದವನು ಎಂಬುದಾಗಿ. അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ പറയുന്ന നിഴലുകൾ മാറുന്നത് പോലെ മാറുന്നവനല്ല നമ്മുടെ ദൈവം. ಆಮೆನ್. ಒಂದು ಭಾಷಾಂತರ ಹೇಳುತ್ತಾ ಇರುವಂತದ್ದು ನೆರಳುಗಳು ಬದಲಾಗುವ ಹಾಗೆ ಬದಲಾಗುವ ಆತನಲ್ಲ ನಮ್ಮ ದೇವರು. ഈ ഗതിഭേദത്താലുള്ള ആച്ഛാദനം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ സംഭവമായിട്ട് തോന്നും. ಆಮೆನ್. ಈ ರೀತಿಯಾದಂತ ಬದಲಾವಣೆಗಳು ಉಂಟಾಗುವಾಗ ಏನೋ ಸಂಭವ ಆಗ್ತದೆ ಎಂಬುದಾಗಿ ತಿಳಿದುಕೊಳ್ಳುತ್ತಾರೆ. പക്ഷേ അതിന്റെ സിമ്പിൾ മീനിങ് ഇതാ, ಅದರ ಸರಳವಾದ ಅರ್ಥವಿದಾಗಿದೆ. ഷാഡോ മാറുന്നത് പോലെ, നിഴല് മാറുന്നത് പോലെ മാറുന്നവനല്ല നമ്മുടെ ദൈവം. ಆಮೆನ್. ನಮ್ಮ ನೆರಳು ಬದಲಾಗುವ ಹಾಗೆ ಬದಲಾಗುವ ಆತನಲ್ಲ ನಮ್ಮ ದೇವರು. രാവിലെ 8 മണിക്കത്തെ നിഴലിന്റെ ദിശയിലല്ല, വൈകിട്ട് 6 മണിക്കത്തെ നിഴലിന്റെ ദിശ. ಬೆಳಿಗ್ಗೆ ಮುಂದೆ 10 ಗಂಟೆಗೆ ಸೇರುವಂತಹ ನೆರಳಿನ ದಿಕ್ಕಾಗಿರುವುದಲ್ಲ, ಸಂಜೆ 6 ಗಂಟೆಗೆ ಬರುವಂತದ್ದು ನೆರಳು. രാവിലെ 6 മണിക്കത്തെയും 12 മണിക്കത്തെയും നിഴലുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ಬೆಳಗ್ಗೆ 10 ಗಂಟೆಯ ನೆರಳಿಗೂ 12 ಗಂಟೆಯ ನೆರಳಿಗೂ ವ್ಯತ್ಯಾಸವಿದೆ. ഓരോ മണിക്കൂറുകളിലും വ്യത്യാസമുണ്ട്. ಒಂದೊಂದು ತಾಸಿಗೂ ವ್ಯತ್ಯಾಸವಿದೆ. ഓരോ സ്ഥലങ്ങളിലും അതിന് വ്യത്യാസം വരും. ಒಂದು ಒಂದೊಂದು ಸಂದರ್ಭಕ್ಕೂ ವ್ಯತ್ಯಾಸ ಬರುತ್ತದೆ. എന്നാൽ ഇതിനെ ദൈവവുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് പറയുക, ഇതുപോലെ മാറ്റം വരുന്നവനല്ല നമ്മുടെ ദൈവം. ಈ ರೀತಿಯಾಗಿ ಬದಲಾಗುವಂತ ದೇವರಲ್ಲ ನಮ್ಮ ದೇವರು. ഇനി ഈ ഭൂമിയിൽ എന്തൊക്കെ മാറി മറിഞ്ഞാലും മാറാത്തൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ಭೂಮಿಯಲ್ಲ ಏನೆಲ್ಲ ಬದಲಾವಣೆ ಆದರೂ ಬದಲಾಗದಂತ ದೇವರನ್ನಾಗಿದೆ ನಾವು ಆರಾಧಿಸುತ್ತಾ ಇರುವಂತದ್ದು. അതുകൊണ്ടാണ് യെശയ്യാവ് പറയുന്ന ഒരു പദമുണ്ട്, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും അവിടുത്തെ ദയ നമ്മെ വിട്ടു മാറത്തില്ല, സമാധാന നിയമങ്ങൾ നീങ്ങി പോകത്തില്ല. ಆಮೆನಾದರದಲ್ಲೇ ಯೆಶಾಯ ಪ್ರವಾದಿ ಹೇಳ್ತಾ ಇರುವುದು, ಪರ್ವತಗಳು ಗುಡ್ಡಗಳು ಬದಲಾದರೂ ಆತನ ಮಾತುಗಳು ಎಂದಿಗೂ ಸ್ಥಿರವಾದದ್ದೇ ಎಂಬುದಾಗಿ. ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ ഉറപ്പ് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഒരുമിച്ച് ആ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ഈ ദൈവം മാറാത്ത ദൈവമാണ്. ಈ ರೀತಿಯಾದಂತ ವಾಗ್ದಾನದ ದೃಢತೆಯನ್ನು ಹೊಂದಿಕೊಂಡವರು ಇದರ ಮಧ್ಯದಲ್ಲಿರುವುದಾದರೆ ನಾವೆಲ್ಲರೂ ಒಟ್ಟಾಗಿ ಹೇಳಿಯೋಣ, ನಮ್ಮ ದೇವರು ಬದಲಾಗದ ದೇವರಾಗಿದ್ದಾನೆ. ഈ ദൈവം മാറാത്ത ദൈവമാണ്. ಈತನು ಬದಲಾಗದವನಾಗಿದ್ದಾನೆ. അപ്പോൾ അവിടുന്ന് നമുക്ക് ഉറപ്പ് തന്ന രണ്ട് കാര്യത്താൽ, ഒന്ന് തന്റെ മഹത്വത്താലും തന്റെ രണ്ട് വീര്യത്താലും. ಅಲ್ಲಿಂದ ಆತನು ನಮ್ಮನ್ನು ದೃಢಪಡಿಸಿರುವಂತದ್ದು ಆತನ ಮಹಿಮೆಯಿಂದಲೂ ಆತನ ಶಕ್ತಿಯಿಂದಲೂ ನಮ್ಮನ್ನು ದೃಢಪಡಿಸಿದ್ದಾನೆ. ഈ രണ്ട് കാര്യത്താൽ ദൈവം നമ്മെ വിളിച്ചത് തന്നെ. ಈ 2 ವಿಚಾರಗಳಿಂದ ಆಗಿದೆ ದೇವರು ನಮ್ಮನ್ನು ಕರೆದಿರುವಂತದ್ದು. ഇനി അടുത്തൊരു പദം ശ്രദ്ധിക്കണം. ಮತ್ತೊಂದು ಪದವನ್ನು ನಾವು ಗಮನಿಸೋಣ. വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, ಕರೆದ ಆತನ ಪರಿಜ್ಞಾನದಿಂದ, അവിടുത്തെ ദിവ്യ ശക്തി, ಆತನ ದಿವ್ಯ ಶಕ್ತಿಯು ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ ഈ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ಜೀವದಕ್ಕೂ ಭಕ್ತಿಗೂ ಬೇಕಾದದ್ದನ್ನೆಲ್ಲವನ್ನು ಸಹ ಆತನು ಒದಗಿಸಿಕೊಡುವ ಆತನಾಗಿದ್ದಾನೆ. ആ ദിവ്യ ശക്തി എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടോ? ಆ ದಿವ್ಯ ಶಕ್ತಿಯನ್ನು ನೋಡಿಕೊಳ್ಳೋಣ. സ്പർജൻ ഇതിനൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. സ്പർജൻ ಒಂದು ಮಾತನ್ನು ಹೇಳಿದ್ದಾರೆ. അദ്ദേഹം പറയുന്നത്, ഈ ദിവ്യ ശക്തി എന്നാൽ സൃഷ്ടിപ്പിൽ വ്യാപരിച്ച ശക്തിയാണ്. ಈ ದಿವ್ಯ ಶಕ್ತಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು ಸೃಷ್ಟಿಯಲ್ಲಿ ಬಂದಂತ ಶಕ್ತಿಯಾಗಿದೆ. ഒന്നുമില്ലാതിരുന്നപ്പോൾ ശൂന്യമായിട്ടിരുന്നതിനകത്ത് ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ അവിടെ വ്യാപരിച്ച ശക്തിയാണ് ഈ ദിവ്യ ശക്തി. ಎಲ್ಲವೂ ಶೂನ್ಯವಾದಂತ ಸ್ಥಳದಲ್ಲಿ ಉಂಟಾಗಲಿ ಎಂಬುದಾಗಿ ನುಡಿದ ಕ್ಷಣವೇ ಉಂಟಾದಂತ ಶಕ್ತಿಯಾಗಿದೆ ದಿವ್ಯ ಶಕ್ತಿ.
കൈകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ അതിനകത്ത് വ്യാപരിച്ച ശക്തിയാണ് ആ ദിവ്യശക്തി. ತನ್ನ ಕರಗಳಿಂದ ರೂಪಿಸಲ್ಪಟ್ಟಿದ್ದ ಮನುಷ್ಯನ ಮೂಗಿನೊಳಗೆ ತನ್ನ ಜೀವ ಶ್ವಾಸವನ್ನು ಊದಿದಾಗ ಅಲ್ಲಿ ಜೀವ ಉಂಟಾದದೇ ದಿವ್ಯ ಶಕ್ತಿ. സൃഷ്ടിച്ച ഭൂമിയെ നിയന്ത്രിക്കാൻ ചലിക്കുന്നതാണ് ആ ദിവ്യശക്തി. ನೀ ಸೃಷ್ಟಿ ಮಾಡಿದಂತ ಭೂಮಿಯನ್ನ ನಿಯಂತ್ರಿಸುವುದಕ್ಕಾಗಿ ಇಟ್ಟಿರುವಂತದ್ದಾಗಿದೆ ದಿವ್ಯ ಶಕ್ತಿ. ഭൂമിയെ ശൂന്യങ്ങളുടെ മേൽ തൂക്കിയിട്ട് അതിനെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ആ ദിവ്യശക്തി. ಆಮೆನ್. ದೇವರ ಭೂಮಿಯನ್ನ ಶೂನ್ಯತೆ ಮೇಲೆ ತೂಗು ಹಾಕಿ ಅದನ್ನು ನಿಯಂತ್ರಿಸುವಂತ ಶಕ್ತಿಯಾಗಿದೆ ದಿವ್ಯ ಶಕ್ತಿ. എന്നാൽ ഇനി ഈ ദിവ്യശക്തി വ്യാപരിക്കും. ಈ ದಿವ್ಯ ಶಕ್ತಿ ವ್ಯಾಪಿಸುತ್ತದೆ. അത് ഈ സൃഷ്ടിച്ച ഭൂമിയെ അത് നിലം തൊടാതെ വണ്ണം വഴിമാറ്റുന്ന ഒരു ദിവ്യശക്തിയുണ്ട്. ഭൂമിയെ മുട്ടതാകെ ബദലായിಸುವಂತ ദൈവിക ശക്തി അത്. ആകാശ ചുരുള് പോലെ മാറിപ്പോകുന്ന ഭൂമിയും അതിന്റെ പണികളും നശിച്ചു പോകുന്ന ഒരു സമയം വരും. അവിടെ വ്യാപരിക്കുന്നതും ആ ദിവ്യശക്തിയാണ്. ಆಮೆನ್. ಆಕಾಶ ಬೆಂಕಿ ಉರಿದಾಗೆ ಭೂಮಿಯು ನಾಶವಾಗುವಂತ ದಿನ ಬರುತ್ತದೆ. ಅಲ್ಲಿಯೂ ದೈವಿಕ ದಿವ್ಯ ಶಕ್ತಿ ವ್ಯಾಪಿಸುವಂತದ್ದಾಗಿರುತ್ತದೆ. ಸೃಷ್ಟಿക്കുന്ന ദിവ്യശക്തി, ನಮ್ಮನ್ನ ಸೃಷ್ಟಿಸಿದಂತ ದಿವ್ಯ ಶಕ್ತಿ, പരിപാലിക്കുന്ന ദിവ്യശക്തി, ನಮ್ಮನ್ನ ಪರಿಪಾಲಿಸಿ ನಡೆಸುವಂತ ದೈವಿಕ ന്യായം ಶಕ್ತಿ, വിധിക്കുന്ന ദിവ്യശക്തി, ನಮ್ಮನ್ನ ನ್ಯಾಯ ವಿಧಿಸುವಂತ ದೈವಿಕ ಶಕ್ತಿ, സംരക്ഷിക്കുന്ന ദിവ്യശക്തി, ನಮ್ಮನ್ನ ಪರಿಪಾಲಿಸುವಂತ ದೇವರ ಶಕ್ತಿ, കൂടെ ഇരിക്കുന്ന ദിവ്യശക്തി, ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇರುವಂತ ದೈವಿಕ ಶಕ್ತಿ. ഇനി അത് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നത് അങ്ങനെ. ಅದು ನಮಗಾಗಿ ವ್ಯಾಪಿಸುವಂತದ್ದು ಯಾವ ഈ ರೀತಿಯಲ್ಲಿ? പ്രകൃതിക്ക് വേണ്ടി മാത്രമല്ല, ಈ ಪ್ರಕೃತಿಗೆ ಮಾತ್ರವಲ್ಲ, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, ತನ್ನ ಭಕ್ತರಿಗೋಸ್ಕರ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും തരുന്നൊരു ദിവ്യശക്തിയാണ്. ಆಮೆನ್. ಜೀವಿತಕ್ಕೂ ಭಕ್ತಿಗೂ ಬೇಕಾದಂತ ಎಲ್ಲ ಅವಶ್ಯಕತೆಗಳನ್ನು ಕೊಡುವಂತ ಒಂದು ഇന്ന് ಶಕ್ತಿಯಾಗಿದೆ. രാത്രി ഈ ശക്തിയുടെ വലിപ്പം വെളിപ്പെട്ടാൽ എന്റെ ജീവനും എന്റെ ഭക്തിക്കും ആവശ്യമായത് മുഴുവൻ ഈ ദിവ്യ ശക്തിയാൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയണം, ആ ദിവ്യ ശക്തിയാൽ അത് നടക്കും. ಆಮೆನ್. ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಾಗಿರುವಂತ ನಾವುಗಳು ಆಮೆನ್ ನಮ್ಮ ಜೀವಿತಕ್ಕೂ ಭಕ್ತಿಗೆ ಬೇಕಾದದನ್ನ ಆತನು ಒದಗಿಸುತ್ತಾನೆ ಮತ್ತು ನಂಬಿಕೆ ಇರುವವರು ಆತನನ್ನು ಮಹಿಮೆ ಪಡಿಸುವರಾಗಿರಿ. ഈ ദിവ്യ ശക്തി നമ്മുടെ സമസ്ത മേഖലയിലും പരിവർത്തിക്കുന്നതാണ്. ಈ ದಿವ್ಯ ಶಕ್ತಿ ನಮ್ಮ ಸಕಲ ಮಂಡಲಗಳಲ್ಲಿಯೂ ಕಾರ್ಯನಿರ್ವಹಿಸುವಂತದ್ದಾಗಿದೆ. ഒരു മനുഷ്യന് രണ്ടവസ്ഥയുണ്ട്, ആ രണ്ടിലും ഈ ദിവ്യ ശക്തി വ്യാപരിക്കും. ಆಮೆನ್. ಒಬ್ಬ ಮನುಷ್ಯನಿಗೆ ಎರಡು ಸ್ಥಿತಿಗಳಿರುವುದಾದರೆ ಎರಡರಲ್ಲಿಯೂ ಸಹ ದೈವಿಕ ದಿವ್ಯ ಶಕ್ತಿ ವ್ಯಾಪಿಸುತ್ತದೆ. അവൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ വേൾഡിലും അവനെ നിലനിർത്തുന്ന ആത്മമേഖലയിലും ഈ ദിവ്യശക്തി വ്യാപരിക്കും. ಆಮೆನ್. ಆತನು ವಾಸಿಸುವಂತ ಈ ಲೋಕದಲ್ಲಿಯೂ ಆತನು ಆಗಿರುವಂತ ಆತ್ಮದಲ್ಲಿಯೂ ಆತನನ್ನು ಕಾಯುವಂತದ್ದಾಗಿದೆ. എന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന, ನನ್ನ ಒಳಗಿನ ಮನುಷ್ಯನನ್ನು ಬಲಪಡಿಸುವ, എന്റെ അകത്തെ കണ്ണു തുറക്കുന്ന, ನನ್ನ ಒಳಗಿನ ನೇತ್ರಗಳನ್ನು ತೆರೆಯುವ, എന്റെ അകത്തെ ചെവി തുറക്കുന്ന, ನನ್ನ ಒಳಗಿನ ಕಿವಿಯನ್ನು ತೆರೆಯುವ, ദൈവികമായ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണു തുറക്കുന്ന, ದೈವಿಕವಾದಂತ ಅದ್ಭುತಗಳನ್ನು ಕಾಣಲಿಕ್ಕಾಗಿ ಕಣ್ಣನ್ನು ತೆರೆಯುವ, ക്രിസ്തുവിനെ പോലെ എന്നെ ആക്കുന്ന, ಕ್ರಿಸ್ತನಾಗಿ ನಮ್ಮನ್ನು ಮಾರ್ಪಡಿಸುವ, ക്രിസ്തു ദർശനത്തിനായി എന്റെ കണ്ണുകളെ തുറക്കുന്ന, ಆಮೇಲೆ ಕ್ರಿಸ್ತನಿಗಾಗಿ ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ತೆರೆಯುವ. എന്നാൽ ഇനി ഈ ഭൂമിയിൽ ഞാൻ അലഞ്ഞു പോകാതെ വണ്ണം ഏതൊക്കെ മേഖലയിൽ എന്റെ കൈ പിടിക്കണമോ അവിടെ മുഴുവൻ കൈ പിടിക്കുന്നതിന്റെ പേരാണ് അവിടുത്തെ ദിവ്യശക്തി. ಆಮೇಲೆ ಈ ಭೂಮಿಯಲ್ಲಿ ನಾವು ತಪ್ಪಿ ಹೋಗದಾಗೆ ಇರುವುದಕ್ಕಾಗಿ ಎಲ್ಲೆಲ್ಲ ನಮ್ಮ ಹಸ್ತಗಳನ್ನು ಹಿಡಿದುಕೊಳ್ಳಬೇಕು, ಹಿಡಿದು ನಡೆಸುವಂತದ್ದಾಗಿದೆ ಆತನ ದಿವ್ಯ ಶಕ್ತಿ. അലയുമെന്നും തകരുമെന്നും ലോകം പറഞ്ഞെടുത്ത് തകർന്നു പോകാതെ നിൽക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അവിടെ ഇറങ്ങി വന്ന് കൈപിടിച്ച ദൈവത്തിന്റെ ദിവ്യശക്തിയാണെന്ന് അകത്തുറപ്പുള്ളവർ ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവത്തിനും അകത്തും കൊടുത്തിട്ട് പറ, അവിടുത്തെ ദിവ്യശക്തിയ എന്നെ മുൻപോട്ട് നയിച്ചത്. ಆಮೇಲೆ ಲೋಕದ ಕಾರ್ಯಗಳಲ್ಲಿ ಆಮೇಲೆ ನಾಶವಾಗಬೇಕಾದಂತ ನಾವು ನೆಲೆಗೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾದಂತದ್ದು ಅಲ್ಲಿಂದ ಇಳಿದು ಬಂದ ನಮ್ಮ ಕರವಣ ಹಿಡಿದಿರುವಂತ ಆತನ ದಿವ್ಯ ಶಕ್ತಿಯಾಗಿದೆ ಎಂಬುದಾಗಿ ನಾವು ನಂಬುವರಾಗಿರಬೇಕು. ആ ദിവ്യശക്തിയ ചലിക്കപ്പെട്ടവർ ഇന്ന് രാത്രി ഒരുമിച്ച് 1-2 മിനിറ്റുകൾ അഖാരമടിച്ച് ആത്മാവിൽ ദൈവത്തിനും അകത്തും കൊടുത്തിട്ട് പറ, അവിടുത്തെ ദിവ്യശക്തി. ಆತನ ದಿವ್ಯ ಶಕ್ತಿಯಿಂದ ತುಂಬಲ್ಪಟ್ಟವರಾದಂತ ನೀವುಗಳು, ಅದನ್ನು ನಯಿಸುವಂತವರಾದಂತ ನೀವುಗಳು ನಿಮ್ಮ ಕರಗಳನ್ನು ಒಡೆದು ಆತನ ಮಹಿಮೆ ಪಡಿಸುವಂತವರಾಗಿರಿ. ആ ദിവ്യശക്തിയാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ಆ ದಿವ್ಯ ಶಕ್ತಿಯಾಗಿದೆ ನಮ್ಮನ್ನು ആ ನಿಯಂತ್ರಿಸುವಂತದ್ದು. ദിവ്യശക്തിയാണ് എന്നെ മുൻപോട്ട് നയിക്കുന്നത്. ಆ ದಿವ್ಯ ಶಕ್ತಿಯಾಗಿದೆ ನಮ್ಮನ್ನು ಮುಂದಕ್ಕೆ ನಡೆಸುವಂತದ್ದು. ആ ദിവ്യശക്തിയാണ് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ಆ ದಿವ್ಯ ಶಕ್ತಿಯಾಗಿದೆ ನಮ್ಮನ್ನು ആ ಪರಿಪಾಲಿಸುವಂತದ್ದು. ദിവ്യശക്തിയാണ് എന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നത്. ಆ ದಿವ್ಯ ಶಕ್ತಿಯಾಗಿದೆ ನಮ್ಮ ಒಳಗಿನ ಮನುಷ್ಯನನ್ನು എന്നെ ಬಲಪಡಿಸುವಂತದ್ದು. ശക്തനാക്കുന്ന മുഴുവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ನನ್ನನ್ನು ಬಲಪಡಿಸುವ ಆತನ ಮುಖಾಂತರ ಎಲ್ಲದಕ್ಕೂ ನಾನು ಸಾಕಾದವನು. എല്ലാ മേഖലയിലും എന്നെ വഴി നടത്തുന്ന അവിടുത്തെ ദിവ്യശക്തി. എല്ലാ കാര്യಗಳಲ್ಲಿಯೂ ನಮ್ಮನ್ನು ದಾರಿ ನಡೆಸುವಂತ ದೈವಿಕ ಶಕ್ತಿ. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ദിവ്യശക്തിയാല ನನ್ನನ್ನು ಪರಿಪಾಲಿಸುವಂತದ್ದು ದೈವಿಕ ಶಕ್ತಿಯಿಂದಾಗಿದೆ. ഇനി ഏറ്റവും വലിയ വിഷയം,
ಮತ್ತೊಂದು ದೊಡ್ಡ ವಿಚಾರ, ഈ ദിവ്യ ശക്തിയാലാണ് എനിക്ക് ആദിമഹത്തായ വാഗ്ദത്തം കിട്ടിയത്. ಈ ದಿವ್ಯ ಶಕ್ತಿಯಾಗಿದೆ ನಮಗೆ ಮಹಿಮೆಯುಳ್ಳ ವಾಗ್ದಾನವು ಕೊಟ್ಟದ್ದು. കാരണം ഈ ജീവനും ഭക്തിക്കുമുള്ളത് തന്നിട്ട് ഇവിടെ നിർത്തുകയല്ല, ಆ ಜೀವಕ್ಕೂ ಭಕ್ತಿಗೂ ಬೇಕಾದದ್ದು ಇಲ್ಲಿಗೆ ಇರುವುದು ಮಾತ್ರವಲ್ಲ, വിലയേറിയതും ആദിമഹത്തായ വാഗ്ദത്തം എനിക്ക് തന്നത് ഈ ദിവ്യശക്തിയാ. ಬೆಲೆಯುಳ್ಳದ್ದು ಅತಿ ಮಹಿಮೆಯುಳ್ಳಂತ ವಾಗ್ದಾನವನ್ನ ಕೊಟ್ಟಿರುವಂತದ್ದು ಈ ದಿವ್ಯ ಶಕ್ತಿಯಾಗಿದೆ. ആ വാഗ്ദത്തം ഈ ഭൂമിയിൽ നിൽക്കുന്നതല്ല, ആ വാഗ്ദത്തം ഈ ഭൂമിയെ ഭേദിച്ചുകൊണ്ട് എന്നെ തന്നോടൊപ്പം ചേർക്കാൻ അവിടെ വരെ എത്തിക്കുന്ന ഒരു വാഗ്ദത്തമാണ് ദൈവം തന്നത്. ಆ ದಿವ್ಯ ಶಕ್ತಿ ಈ ಭೂಮಿಯಲ್ಲಿ ನಿಲ್ಲಿಸುವಂತದ್ದಲ್ಲ, ಭೂಮಿಯನ್ನು ವಿಭಾಗಿಸಿಕೊಂಡು ತನ್ನೊಂದಿಗೆ ಸೇರಿಸುವುದಕ್ಕಾಗಿ ಬರುವಂತ ದಿವ್ಯ ಶಕ್ತಿಯಾಗಿದೆ. അതുകൊണ്ടാണ് ഞാൻ എന്നെ സൂക്ഷിക്കാൻ എന്നെ അനുവദിക്കുന്ന ഈ ദിവ്യശക്തിയാ. ನನ್ನನ್ನು ನಾನೇ ಸಂರಕ್ಷಿಸಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಅನುಮತಿ ಕೊಡುವಂತದ್ದು ಈ ದಿವ್ಯ ಶಕ್ತಿಯಾಗಿದೆ. എന്റെ വഴികളെ സൂക്ഷിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഈ വാഗ്ദത്തമാണ്. ನನ್ನ ಮಾರ್ಗಗಳನ್ನು ಸಂರಕ್ಷಿಸಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಪ್ರೇರಣೆ ಕೊಡುವಂತದ್ದು ಈ ದಿವ್ಯ ಶಕ್ತಿಯಾಗಿದೆ. അതുകൊണ്ട് അടുത്ത പറ, ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുമാനിട വരുന്നു. ಆದ್ದರಿಂದ ಲೋಕದ ಮೋಹದಲ್ಲಿರುವಂತಹ ಎಲ್ಲಾ ಕಾರ್ಯಗಳನ್ನು ಬಿಟ್ಟು ದೇವರ ಸಂಬಂಧದಲ್ಲಿ ಇರಿ ಎಂಬುದಾಗಿ. അപ്പോൾ ഈ ഒന്നാം അധ്യായം ഈ ആദിമഹത്തായ വാഗ്ദത്തങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. ಒಂದನೇ ಅಧ್ಯಾಯ ಅತಿ ಮಹಿಮೆಯುಳ್ಳ ವಾಗ್ದಾನಗಳನ್ನು ನಮಗೆ ಕೊಡುತ್ತಾ ಇದೆ. അതിനു വേണ്ടത് ഉത്സാഹത്തെ ഒന്നാം അധ്യായം പറയുക. ಅದಕ್ಕಾಗಿರುವಂತಹ ಪ್ರೇರಣೆಯನ್ನ ಒಂದನೇ ಅಧ್ಯಾಯ ಕೊಡುತ್ತಾ ಇದೆ. രണ്ടാം അധ്യായം വന്നപ്പോൾ തകർന്നു പോയവരെയും ജീവൻ പ്രാപിച്ചവരെയും നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക. ಹೋದಂತವರನ್ನ ಮತ್ತು ಜೀವ ಹೊಂದುವುದಕ್ಕಾಗಿ ಹೊಂದುವಂತವರನ್ನ ಪರಿಚಯ ಪಡಿಸುತ್ತಾ ಇದೆ. നോഹയിൽ വന്ന ജലപ്രളയം, ನೋಹನೆ ಬಂದಂತ ಜಲಪ್ರಳಯ, സോദോം ഗോമോറ, അങ്ങനെ ഭക്തികെട്ട ജനത്തെ പറ്റി പറയുക. ಆ ಭಕ್ತಿಹೀನರಾದಂತ ಜನರ ಕುರಿತಾಗಿ ಬರೆದಿದೆ. രാവിലെ ഞാൻ പറഞ്ഞ വലഞ്ഞു പോയ നീതിമാനായ ലോത്തിനെ പറ്റി പറയുക. ದಾರಿ ತಪ್ಪಿ ಹೋದಂತ ನೀತಿವಂತನಾದಂತ ಲೋಟನ ಕುರಿತಾಗಿ ಬರೆದಿದೆ. ഇവരൊരു മുന്നറിയിപ്പായിട്ട് നമ്മുടെ മുമ്പിൽ വെക്കുക. ಇದನ್ನು ಮುನ್ಸೂಚನೆಯಾಗಿ ನಮ್ಮ ಮುಂದೆ ಇಟ್ಟಿದ್ದಾರೆ. ವಷಳತ್ವത്തിന്റെ ദേശത്ത് ജയിച്ച നോഹ നമുക്ക് അടയാളമാണ്. ಆಮೇಲೆ ಕೆಟ್ಟು ಹೋದಂತ ದೇಶದಲ್ಲಿ ಜಯಿಸಿದಂತ ನೋಹವು ನಮಗೆ ಗುರುತಾಗಿದ್ದಾನೆ. വഷളദേശം വലച്ചു കളഞ്ഞ നോഹ നമുക്ക് ഒരു മുന്നറിയിപ്പ്, ഒരു ലോത്ത് നമുക്ക് ഒരു മുന്നറിയിപ്പാണ്. ದಾರಿ ತಪ್ಪಿ ಹೋದಂತ ದೇಶದಲ್ಲಿ ಇದ್ದಂತ ನೋಹನು ನಮಗೆ, ಲೋಟನು ನಮಗೆ ಒಂದು ಮುನ್ಸೂಚನೆಯಾಗಿದ್ದಾನೆ. ഇതിനുശേഷം മൂന്നാം അധ്യായത്തിലേക്ക് വരുന്നേ. ಅದಾದ ನಂತರ ಮೂರನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬರುತ್ತಾ ಇರುವಂತದ್ದು. അവിടെയാണ് അതിന്റെ മൂന്നാമത്തെ വാക്യം പറയുക. ಅದರ ಮೂರನೇ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. അവിടുത്തെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം ഇവിടെ. ಆತನ ಪ್ರತ್ಯಕ್ಷತೆಯ ವಾಗ್ದಾನವೆಲ್ಲಿ? ഒന്നാം അധ്യായത്തിൽ വാഗ്ദത്തം പറഞ്ഞ തുടങ്ങിയത്. ಒಂದನೇ ಅಧ್ಯಾಯದಲ್ಲಿ ವಾಗ್ದಾನ ಹೇಳುವುದಕ್ಕೆ ಆರಂಭಿಸಿದ. രണ്ടാം അധ്യായത്തിൽ മുന്നറിയിപ്പ് പറഞ്ഞു. ಎರಡನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಮುನ್ಸೂಚನೆಗಳನ್ನು ಕೊಟ್ಟನು. മൂന്നാം അധ്യായത്തിൽ പിന്നെയും അതേ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുവരിക. ಮತ್ತೆ ಮೂರನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಅವರನ್ನ ಮತ್ತೆ ವಾಗ್ದಾನಕ್ಕೆ ತಿರುಗಿ ತರುತ್ತಾ ಇದ್ದಾರೆ. അതുകൊണ്ട് പറയും, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും മാറിപ്പോകാൻ പോവുകയാ. ಈಗಿನ ಆಕಾಶ ಭೂಮಿ ಅಳಿದು ಹೋಗುತ್ತದೆ. കർത്താവിന്റെ ദിവസത്തെ പറ്റി പറയുക. കർത്തന ദിനದ ಕುರಿತಾಗಿ ಬರೆದಿದೆ. ചില താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ താമസിക്കതില്ലെന്ന് പറയുക. ಕೆಲವರು ತಡವಾಗುತ್ತದೆ ಎಂಬುದಾಗಿ ನೆನೆಸುವ ರೀತಿಯಲ್ಲಿ ಕರ್ತನ ವಾಗ್ದಾನವನ್ನು ನೆರವೇರಿಸುವುದಕ್ಕೆ ತಡವಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಾ ಇದೆ. അഴിഞ്ഞു പോകുന്ന ഒരു ദിവസമുണ്ടെന്ന് പറയുക. ಅಳಿದು ಹೋಗುವಂತ ದಿನವದೇ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಾ ಇದೆ. മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയുമെന്ന് പറയുക. ಆಮೆ ಕಾರ್ಯಗಳೆಲ್ಲವೂ ಸಹ ಸುಟ್ಟಿ ಹೋಗ್ತದೆ ಎಂಬುದಾಗಿ ಹೇಳಿದೆ. ഒന്നാം അധ്യായത്തിൽ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ പത്രോസ് എത്തിക്കുക. ಒಂದನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಎಲ್ಲಿ ಆರಂಭವಾಯಿತೋ ಅಲ್ಲಿಯೇ ಅಲ್ಲಿಗೆ ಬಂದು ಮೂರನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಕೊನೆ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. 12ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ನೀವೇ ವಿಶುದ್ಧ ಜೀವಿತವು ಭಕ್ತಿಯುಳ್ಳವರಾಗಿರಬೇಕು. എന്നിട്ട് 14ാമത്തെ വാക്യം പറയുക. 16ನೇ ವಾಕ್ಯದಲ್ಲಿ ಬರೆದಿದೆ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, ಆದುದರಿಂದ ಪ್ರಿಯರೇ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ ಇವುಗಳಿಗಾಗಿ ಕಾದುರಿ, അവിടുന്ന് നിങ്ങളെ ಅಲ್ಲಿಂದ ನಿಮ್ಮನ್ನ കരയും കളങ്കവും ഇല്ലാത്തവരായി ಯಾವುದೇ ದೋಷವಿಲ್ಲದವರಾಗಿ സമാധാനത്തോടെ കാണാൻ ഉത്സാഹിച്ചുകൊണ്ട് ಸಮಾಧಾನದಿಂದ ನೋಡುವುದಕ್ಕೆ ಉತ್ಸಾಹವುಳ್ಳವರಾಗಿ നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പി. ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ದೀರ್ಘಕ್ಷಮೆಯಿಂದ ರಕ್ಷಣೆ ಉಳ್ಳವರಾಗಿರಿ. അവരെ തിരിച്ച് ആ പ്രത്യാശയിലേക്ക് കൊണ്ടുവന്ന് ഉറപ്പിക്കുക. ಮತ್ತೆ ಅವರನ್ನ ನಿರೀಕ್ಷೆಗೆ ತಂದು ಅವರನ್ನ ದೃಢಪಡಿಸುತ್ತಾ ಇದ್ದಾರೆ. എത്ര വിശുദ്ധ ജീവനെ കഴിക്കണമെന്ന് അവരോട് പറയുക. ನಾವು ಪರಿಶುದ್ಧ ಜೀವಿತವನ್ನು ನಯಿಸಬೇಕೆಂಬುದಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಇದನ್ನೇ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ಇದನ್ನೇ ಪೌಲನು ಹೇಳ್ತಾ ಇದ್ದಾರೆ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ಈ ವಾಗ್ದಾನಗಳು ನಮಗಿರುವುದರಿಂದ നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. ನಮ್ಮ ಜಡವನ್ನ, ನಮ್ಮ ಶರೀರದಲ್ಲಿರುವಂತ ಎಲ್ಲಾ ಬೇಡದಂತವನ್ನ ನೀಗಿಸಿ ನಮ್ಮನ್ನು ನಾವೇ ശുദ്ധീകരിಸಿಕೊಳ್ಳಬೇಕು. രണ്ട് സ്ഥലത്തുനിന്ന് രണ്ട് കോണ്ടക്സ്റ്റ് എഴുതിയത്, പക്ഷെ ആത്മാവ് ഒന്നിപ്പിച്ചിട്ട് പറയുന്നു, ഇതാണ് നമ്മുടെ വാഗ്ദത്തത്തിന് വേണ്ടി എന്നിൽ നടക്കേണ്ട ഒരുക്കങ്ങൾ. ಎರಡು ಕಾರ್ಯಗಳನ್ನ ಹೇಳಿದ ನಂತರ ಆತ್ಮನ ಮೇಲೆ ದೃಢಪಡಿಸಿ
ಬಲಪಡಿಸಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಇದಾಗಿದೆ ದೇವರ ಆತ್ಮದಲ್ಲಿ ನೆಲೆಗೊಳಿಸುವಂತದ್ದು. എന്നിട്ട് 15ാമത്തെ വാക്യത്തിൽ ആ പൗലോസിനെ പറ്റി തന്നെ പത്രോസ് പറയുന്നുണ്ട്. 15ನೇ ವಾಕ್ಯದಲ್ಲಿ ಆ ಪೌಲನ ಕುರಿತಾಗಿಯೇ ಹೇಳ್ತಾ ಇದ್ದಾರೆ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്തവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. ಆಮೇಲೆ ಹಾಗೆ ಪೌಲನು ತನ್ನ ಜ್ಞಾನಕ್ಕೆ ಅನುಗುಣವಾಗಿ ಆತನ ಎಲ್ಲಾ ಕಾರ್ಯವೂ ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟದೆಯಲ್ಲ. 16ാമത്തെ വാക്യം അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. ಅದನ್ನ ಗ್ರಹಿಸಿಕೊಳ್ಳುವುದಕ್ಕೆ ಸಮಸ್ಯೆ ಇರುವವರು ಅನೇಕರಿದ್ದಾರೆ. അടുത്ത അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെടുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടികളയുന്നു. ಬುದ್ಧಿ ಇಲ್ಲದವರು, ಹೀಗೆ ಗೊತ್ತಿಲ್ಲದವರು, ಕೊನೆದಾಗಿ ನಾಶಕ್ಕೆ ಹೋಗುವಂತವರು. എന്റെ പ്രിയരെ, പത്രോസും പൗലോസും എഴുതിയ ഒരേ കാര്യമാണ്. ಈ ಪೇತ್ರನು ಪೌಲನು ಒಂದೇ ಕಾರ್ಯವನ್ನು ಹೇಳ್ತಾ ಇದ್ದಾರೆ. അവിടെ എഴുതി വെച്ചിരിക്കുക നാശത്തിനായിട്ട് കോട്ടികളയ. ನಾಶನಕ್ಕೆ ಹೋಗುವವರಾಗಿದ್ದಾರೆ. ഇന്നും ഈ വെല്ലുവിളിയുണ്ട്. ಇವತ್ತು ಸಹ ಒಂದು ಸವಾಲಿದೆ. ഇന്ന് ഒരു കൂട്ടം പറയുന്നത് പൗലോസിനെയും ഒന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത്. ಒಂದು ಗುಂಪು ಹೇಳಿರುವಂತದ್ದು ಪೌಲನ ಕುರಿತ ಬರೆದದ್ದನ್ನು ನಾವು ಕೇಳೋದು ಬೇಕಾಗಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു ഉപദേശം വളരെ സൈലന്റ്ലി ഇന്ന് വ്യാപരിക്കുന്നുണ്ട്. ಇವತ್ತು ಆ ರೀತಿಯಾದಂತ ಒಂದು ಉಪದೇಶ ಸಣ್ಣದಾಗಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಹರಡುತ್ತಾ ಇದೆ. യേശു പറയുന്ന മാത്രം കേട്ടാൽ മതി. ಯೇಸು ಹೇಳಿದನ್ನು ಮಾತ್ರ ಕೇಳಿದ್ರೆ ಸಾಕು. പൗലോസിന്റെ ഒന്നും നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ಪೌಲನು ಬರೆದಂತದ್ದು ಹೇಳಿದಂತದ್ದು ನಾವು ಅಂಗೀಕರಿಸಿಕೊಳ್ಳುವುದು ಬೇಡ. അന്ന് കോട്ടിക്കളഞ്ഞ അതേ സ്പിരിറ്റ് ഇന്നും വ്യാപരിക്കുന്നുണ്ട്. ಆವತ್ತು ಬಂದಂತ ಅದೇ ಆತ್ಮವು ಇವತ್ತು ಸಹ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ವ್ಯಾಪಿಸುತ್ತಾ ಇದೆ. അവിടെ പറയുന്നു നാശത്തിനായിട്ട് കോട്ടികളയ. ಅದು ನಾಶನಕ್ಕೆ ಕೊಂಡೊಯ್ಯುವಂತದ್ದಾಗಿದೆ. ശരിയാ, പൗലോസിന്റേത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സഭയുടെ നട്ടല്ലായ ഡോക്ട്രിൻ പലതും മാറ്റി വെക്കാം. ಪೌಲನನ್ನ ನಾವು ದೂರವಿಡುವುದಾದರೆ ಸಭೆಯ ಆ ನಡುಸ್ತಂಭವನ್ನ ಬದಲಾಯಿಸಿಟ್ಟಂತಾಗ್ತದೆ. ദൈവസഭയുടെ വിശുദ്ധിയുടെ ഉപദേശങ്ങൾ മാറ്റി വെക്കാം. ಆ ಸಭೆಯ ದೇವರ ಸಭೆಯ ಪರಿಶುದ್ಧತ್ವದ ಉಪದೇಶವನ್ನ ದೂರ ಕೆಡಬೇಕಾಗ್ತದೆ. സഭയുടെ നട്ടല്ലായ ഡോക്ട്രിനൽ പ്രിൻസിപ്പിളുകൾ മാറ്റി വെക്കാം. ಆ ಸಭೆಯ ಸ್ತಂಭವಾಗಿರುವಂತಹ ಡಾಕ್ಟ್ರಿನ್ಸ್ ಅನ್ನ ತೆಗೆದು ಬಿಡಬೇಕಾಗ್ತದೆ. എന്ന് പറഞ്ഞാൽ ഏതു വിധത്തിലും എനിക്ക് കോട്ടിക്കളയാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാം. അതുകൊണ്ടാണ് പലരും ഈ ഉപദേശങ്ങളെ മാറ്റി വെക്കുന്നത്. ನಮಗೆ ಬೇಕಾದಂತ ರೀತಿಯಲ್ಲಿ ಉಪದೇಶವನ್ನ ಬದಲಾಯಿಸಿ ತೆಗೆದುಕೊಳ್ಳಬಹುದು. ಅದರಿಂದ ಹೇಳ್ತಾ ಇರುವಂತದ್ದು ಇದರಿಂದ ನಾಶವಾಗ್ತದೆ. നേരത്തെ പത്രോസ് പറയുന്നുണ്ട്, ഇങ്ങനെ നാശത്തിനായി കോട്ടിക്കളയുന്നവർ ഇപ്പോഴുണ്ട്, അന്നുമുണ്ട്, അത് ഇന്നുമുണ്ട്. ಆದ್ದರಿಂದಲೇ ಪೇತ್ರನು ಅವತ್ತೇ ಹೇಳುತ್ತಾ ಇರುವಂತದ್ದು, ಹೀಗೆ ತಮ್ಮ ಉಪದೇಶವನ್ನ ತಮಗೆ ಬೇಕಾದಂತ ರೀತಿಯಲ್ಲಿ ಬದಲಾಯಿಸುವಂತವರು ಈಗಲೂ ಅವತ್ತು ಈಗಲೂ ಸಹ ಇದ್ದಾರೆ. എന്റെ പ്രിയരെ, ഇതിനകത്തുള്ള 66 പുസ്തകത്തിനകത്ത് ഒന്നും മാറ്റിവെക്കാനുമില്ല, ഒന്നും അല്ലെങ്കിൽ നമ്മളായിട്ട് എറേസ് ചെയ്ത് കളയാനുമില്ല. ഇത് ദൈവശ്വാസികമായ തിരുവെടുത്താണെങ്കിൽ ഇതിനെ സ്വീകരിക്കുന്നവരും ഇതിനെ പ്രാപിക്കുന്നവരും ഇതിനെ അനുഭവിക്കുന്നവരും ഇതിനാൽ ജീവിക്കും. 66 ನಮಗೆ ಕೊಟ್ಟಿರಲ್ಪಟ್ಟಿರುವಂತಹ 66 ಸತ್ಯವೇ ಪುಸ್ತಕಗಳಲ್ಲಿ ಇದರಿಂದ ಯಾವುದನ್ನು ಸಹ ಬದಲಿಸುವುದಕ್ಕಾಗುವುದಿಲ್ಲ, ಅದರಲ್ಲಿ ಸೇರಿಸುವುದಕ್ಕೂ ಸಾಧ್ಯವಾಗುವಂತದ್ದಾಗಿದೆ. കാരണം ഇതിനെ കൈക്കൊള്ളുന്നവർ ഇതിനാൽ ജീവിക്കും. ಇದನ್ನು ಅಂಗೀಕರಿಸುವವರು ಇದರಂತೆ ಜೀವಿಸುತ್ತಾರೆ. ഇനിയും 17ലേക്ക് വരണം. ಮತ್ತೆ 17ಕ್ಕೆ ಬರೋಣ. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. ಆದ ಕಾರಣ ಪ್ರಿಯರೇ, ನೀವು ಈ ಸಂಗತಿಗಳನ್ನು ಮುಂದಾಗಿ ತಿಳಿದುಕೊಂಡು ಇರುವುದರಿಂದ ಅಧರ್ಮಿಗಳ ಭ್ರಾಂತಿಯಲ್ಲಿ ಸೆಳವಿಕೆ ಸಿಕ್ಕಿಕೊಂಡು ಬಿದ್ದು ಹೋಗದೆ ಇರಿ. എന്തിനെതിരെയാ മുന്നറിയിപ്പ് പറയുന്നത്? നിങ്ങൾ വീണു പോവരുത്. ಮುನ್ಸೂಚನೆ ಕೊಡುತ್ತಾ ಇರುವಂತದ್ದು, ನೀವು ಬಿದ್ದು ಹೋಗಬಾರದು. നിങ്ങൾ ഈ വിശ്വാസം വിട്ടു പോവരുത്. ನೀವು ನಂಬಿಕೆಯನ್ನು ಬಿಟ್ಟು ಹೋಗಬಾರದು. നിങ്ങൾ ಈ ಕೃപ വിട്ടു പോവരുത്. ನಿಮ್ಮ ಕೃಪೆಯನ್ನು ನೀವು ಬಿಟ್ಟು ಹೋಗಬಾರದು. നിങ്ങൾ ദൈവ സാന്നിധ്യം വിട്ടു പോവരുത്. ನೀವು ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ಬಿಟ್ಟು ಹೋಗಬಾರದು. കർത്താവുമായിട്ടുള്ള ബന്ധം വിട്ടു പോവരുത്. കർത്തനൊന്നിಗಿರುವಂತಹ ಸಂಬಂಧವನ್ನು ಬಿಟ್ಟು ಹೋಗಬಾರದು. ഇന്ന് രാത്രി സ്വർഗ്ഗം നമ്മെ പറ്റി ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ, ഈ ബന്ധം വിട്ട് ഒന്നിനാലും മാറിപ്പോവരുത്. ಪರಲೋಕವು ನಮ್ಮ ಕುರಿತಾಗಿ ಇಚ್ಛಿಸುವಂತ ಒಂದೇ ಒಂದು ಕಾರ್ಯವಾಗಿದೆ, ಈ ಸಂಬಂಧವನ್ನು ಬಿಟ್ಟು ನಾವು ದೂರವಾಗಬಾರದು. ഒരു കൊച്ചായുസ് മാത്രം നമ്മുടെ മുമ്പിലുള്ളൂ. ಸಣ್ಣ ಆಯುಸ್ಸು ಮಾತ್ರವೇ ನಮ್ಮ ಮುಂದೆ ಇರುವಂತದ್ದು. ഈ കർത്താവിനോടൊപ്പം ചലിക്കുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ಕರ್ತನೊಂದಿಗೆ ಚಲಿಸುವಂತ ದಿನಗಳು ಮಾತ್ರವೇ ನಮ್ಮ ಮುಂದೆ ಇರುವಂತದ್ದು. ഞാൻ ഇത്രയും ഭാഗം നിങ്ങളെ ആ ലേഖനത്തിന്റെ മുഴുവൻ പശ്ചാത്തലം ഒന്ന് കൊണ്ടെത്തിച്ചതാ. ನಾನು ಈ ಪತ್ರಿಕೆ ಪೂರ್ಣ ಹಿನ್ನೆಲೆಯನ್ನು ಹೇಳುತ್ತಾ ಬಂದೆನು. ഈ 2 പത്രോസിന്റെ ലേഖനത്തിൽ പറ്റി ഒരു ധാരണ നമുക്ക് കിട്ടി. 2 ಪೇತ್ರನ ಪತ್ರಿಕೆಯಲ್ಲಿರುವಂತ ಒಂದು ಕಾರಣ ನಮಗೆ ಸಿಕ್ಕಿದೆ. ഇനി അവസാനത്തെ വാക്യവാ. ಇದು ಕೊನೆಯ ವಾಕ್ಯವಾಗಿದೆ. അതാണ് നമ്മുടെ ആമുഖ വാക്യം. ನಾವು ಓದಿದಂತ ವಾಕ್ಯ. കൃപയിലും
ಕೃಪೆಯಲ್ಲಿಯೂ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവീൻ. ನಮ್ಮ ಕರ್ತನು ರಕ್ಷಕನೂ ಆಗಿರುವ ಯೇಸು ಕ್ರಿಸ್ತನ ವಿಷಯವಾದ ಜ್ಞಾನದಲ್ಲಿ ಅಭಿವೃದ್ಧಿ ಹೊಂದುತ್ತಾ. ഈ 2 പത്രോസിന്റെ ലേഖനത്തെ മുഴുവൻ നിങ്ങൾക്ക് ഒരു വാക്യം കൊണ്ട് നിർവചിക്കണമെങ്കിൽ അതാണ് ഈ 18ാമത്തെ വാക്യം. ಆಮೇಲೆ ನೀ 2 ಪೇತ್ರನ ಪತ್ರಿಕೆಯನ್ನು ಪೂರ್ಣವಾಗಿ ಒಂದು ವಾಕ್ಯದಿಂದ ವಿವರಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂತದ್ದಾಗಿದೆ ಈ 16 18ನೇ ವಾಕ್ಯ. 2 പത്രോസിന്റെ ലേഖനത്തെ മുഴുവൻ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വാക്യത്തിൽ ഉൾക്കൊള്ളാം. ಆಮೇಲೆ ಈ 2 ಪೇತ್ರನ ಪತ್ರಿಕೆಯನ್ನು ಪೂರ್ಣವಾಗಿ ಈ ಒಂದು ವಾಕ್ಯ 18ನೇ ವಾಕ್ಯದಿಂದ ನಮಗೆ ಅಂಗೀಕರಿಸಿಕೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. പറയുന്നത് വളർച്ചയാ. ಇದು ಹೇಳುವಂತದ್ದು ಕಾರ್ಯವಾಗಿದೆ. 2 ವಿಧ വളർച്ച. ಎರಡು ಬೆಳವಣಿಗೆಯ. ഒന്ന് കൃപയിൽ വളരണം. ಒಂದು ಕೃಪೆಯಲ್ಲಿ ಬೆಳೆಯಬೇಕು. 2 കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം. ಒಂದು ಕರ್ತನು ರಕ್ಷಕನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಜ್ಞಾನದಲ್ಲಿ ಬೆಳೆಯಬೇಕು. ഇന്ന് രാത്രി ഞാൻ ഗൗരവമായ വിഷയത്തിലേക്ക് വരിക. ನಾವು ಅದರಲ್ಲಿ ಗೌರವವಿರುವಂತ ವಿಚಾರಕ್ಕೆ ಬರ್ತಾ ಇದ್ದೇನೆ. ഈ തലമുറയിൽ സ്വർഗ്ഗം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് എന്താ? ಈ ತಲೆಮಾರಿನಲ್ಲಿ ಸ್ವರ್ಗವು ನಮ್ಮ ಮುಖಾಂತರವಾಗಿ ಇಚ್ಛಿಸುವಂತ ವಿಚಾರ ಏನಾಗಿದೆ? ഓരോ ദൈവ പൈതലിന്റെ മേലുള്ള ദൈവത്തിന്റെ വിളിയുടെ ഉദ്ദേശം എന്താ? ಒಬ್ಬ ದೇವರ ಮಗನ ಮೇಲಿರುವಂತ ದೇವರ ಕಾರ್ಯ ಉದ್ದೇಶವೇನಾಗಿದೆ? നമ്മൾ വളരണം. ನಾವು ಬೆಳೆಯಬೇಕು. നമ്മൾ വളരണം. ನಾವು ಬೆಳೆಯಬೇಕು. സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പദ്ധതി നമ്മൾ വളരണമെന്നുള്ളതാണ്. ಸ್ವರ್ಗವು ಇಚ್ಛಿಸುವಂತ ದೊಡ್ಡ ಒಂದು ಆಲೋಚನೆ ಆಗಿದೆ, ನಾವು ಬೆಳೆಯಬೇಕು. അതുകൊണ്ട് ഒരു ലേഖനം തീരുമ്പോൾ പറയുന്നു നിങ്ങൾ വളരണം. ಈ ಪತ್ರಿಕೆ ಮುಗಿಯುವಾಗ ಪೇತ್ರನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನೀವು ಬೆಳೆಯಬೇಕು. 2 ವಿಧ വളർച്ചയാ വേണ്ടത്. 2 ರೀತಿಯಾದಂತ ಬೆಳವಣಿಗೆ ಬೇಕು. We are to grow in grace. കൃപയിൽ നമ്മൾ വളരണം. ಕೃಪೆಯಲ್ಲಿ ನಾವು ಬೆಳೆಯುವಂತವರಾಗಬೇಕು. We are to grow in the knowledge of Jesus Christ. യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം. ನಾವು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಪರಿಜ್ಞಾನದಲ್ಲಿ ಜ್ಞಾನದಲ್ಲಿ ಬೆಳೆಯುವಂತವರಾಗಬೇಕು. ശരിക്കും 1ാം അധ്യായത്തിൽ തുടങ്ങിയതാണ് ഈ വളർച്ച. ಈ 1ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಆರಂಭವಾದದ್ದಾಗಿದೆ ಈ ಬೆಳವಣಿಗೆ. എന്റെ പ്രിയരെ, സ്വർഗ്ഗം സന്തോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വളർച്ച കാണുമ്പോൾ. ಸ್ವರ್ಗವು ಸಂತೋಷ ಪಡುವಂತ ಪ್ರಮುಖವಾದಂತ ವಿಚಾರವಾಗಿದೆ ನಮ್ಮ ಬೆಳವಣಿಗೆ. നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ തലമുറകളുടെ വളർച്ച. ನಾವು ಬಹಳ ಆಗ್ರಹಿಸುವಂತ ಒಂದು ವಿಚಾರವಾಗಿದೆ ನಮ್ಮ ಮಕ್ಕಳ ಬೆಳವಣಿಗೆ. ഇവരുടെ കൊച്ചു കാലത്തെ ഫോട്ടോയും വീഡിയോകളും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. ನಾವು ಸಣ್ಣ ಮಕ್ಕಳಾಗಿದ್ದಂತ ತೆಗೆದುಕೊಂಡ ಫೋಟೋ ವಿಡಿಯೋಗಳು ನೋಡುವಾಗ ನಮಗೆ ಬಹಳ ಸಂತೋಷವಾಗ್ತದೆ. എന്റെ കുഞ്ഞ് ഏതാണ്ട് 9 വയസ്സാകുന്നു, ഇവിടെ വന്നിട്ടുണ്ട്. 9. ನನ್ನ ಮಗುವಿಗೆ 9 ವಯಸ್ಸಾಗುತ್ತಾ ಇದೆ. ಆ ಮಗು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಬಂದಿದ್ದಾರೆ. അവളുടെ 2-2.5 വയസ്സിന്റെ ഫോട്ടോസും വീഡിയോസും ഇപ്പോഴും എന്റെ ഫോണിൽ കിടപ്പുണ്ട്. ಅವರ 2-2.5 ವಯಸ್ಸಿನ ಫೋಟೋಸ್ಗಳು ವಿಡಿಯೋಗಳು ನನ್ನ ಮೊಬೈಲ್ ನಲ್ಲಿ ಇದೆ. അത് നോക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ಅದನ್ನು ನೋಡುವಂತದ್ದು ನನಗೆ ಬಹಳ ಸಂತೋಷ. എന്നതുകൊണ്ട് ഈ 9 വയസ്സുകാരി തിരിച്ച് 2.5 വയസ്സ് ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തില്ല. ಈ ಆದದರಿಂದ 9 ವಯಸ್ಸಾದಂತ ಈ ಮಗು 2 ವಯಸ್ಸಿಗೆ ಬರಬೇಕೆಂಬುದಾಗಿ ಇಚ್ಛಿಸುವುದಿಲ್ಲ. കാരണം 9 വയസ്സിന്റെ വളർച്ചയും 9 വയസ്സിന്റേതായ പക്വതയും അവൾ കാണിക്കുമ്പോൾ അപ്പൻ എന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. 9 ವಯಸ್ಸಿನ ಬೆಳವಣಿಗೆಯು 9 ವಯಸ್ಸಿನ ಕಾರ್ಯವನ್ನು ಆ ಮಗು ಮಾಡುವಾಗ ನನಗೆ ತಂದೆಯಾದಂತ ನನಗೆ ಸಂತೋಷವದೆ. അവൾ സ്കൂളിൽ നിന്ന് പഠിച്ചു. ചിലത് വന്നിട്ട് എന്നോട് ചോദിക്കും, ഈ നക്ഷത്രം ഇത് എത്ര ദിവസം മുമ്പേ ഉണ്ടായതാണെന്ന് അറിയാമെന്ന് ചോദിക്കും. ಆತನು ಶಾಲೆಯಲ್ಲಿ ಕಲಿತು ಬಂದು ಮನೆಯಲ್ಲಿ ಕೇಳ್ತಾರೆ, ಈ ನಕ್ಷತ್ರಗಳು ಎಷ್ಟು ವರ್ಷಗಳ ಹಿಂದೆ ಉಂಟಾದದ್ದು ಗೊತ್ತಾ? രാവിലെ സയൻസ് ടീച്ചർ പഠിപ്പിച്ചു വിട്ടതാ. ವಿಜ್ಞಾನದ ಟೀಚರ್ ಕಲಿಸಿಕೊಟ್ಟದ್ದು. അപ്പൊ ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താ നമ്മുടെ സന്തോഷം എന്നറിയാവോ? ಯಾವುದು ನಮ್ಮ ಸಂತೋಷ ಗೊತ್ತಿದೆಯಾ? വളർച്ച തെളിയിക്കുന്നതാണ് ഒരു അപ്പന്റെ സന്തോഷം. ಆ ಬೆಳವಣಿಗೆಯನ್ನ ಪ್ರಕಟಪಡಿಸುವಂತದ್ದಾಗಿದೆ ಒಂದು ತಂದೆಯ ಸಂತೋಷ. മക്കൾ അവരുടെ വളർച്ച പ്രവൃത്തി കൊണ്ട് തെളിയിക്കുമ്പോൾ ഒരു അപ്പൻ സന്തോഷിക്കും. ಮಕ್ಕಳು ತನ್ನ ಬೆಳವಣಿಗೆಯನ್ನ ತನ್ನ ಕ್ರಿಯೆ ಮುಖಾಂತರವಾಗಿ ಪ್ರಕಟಪಡಿಸುವಾಗ ಆ ತಂದೆಯು ಸಂತೋಷಿಸುತ್ತಾನೆ. എനിക്കുള്ളത് മാത്രം ഞാൻ കൊടുത്ത എന്റെ തലമുറ, ನನಗಿರುವಂತದ್ದನ್ನು ಮಾತ್ರ ನಾನು ಕೊಟ್ಟಂತ ನನ್ನ ಮಕ್ಕಳು, അവരുടെ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുമെങ്കിൽ, ಅವರ ಬೆಳವಣಿಗೆಯಲ್ಲಿ ನಾನು ಸಂತೋಷಿಸುವುದಾದರೆ, അവിടുത്തെ ചങ്കിൽ നിന്ന് പാഞ്ഞൊഴുകിയ പുണ്യാക രക്തത്താൽ എന്നെ വിലക്ക് വാങ്ങിയ എന്റെ അരുമനാഥൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ വളർച്ചയിലാണ്. ಅಲ್ಲಿಂದ ಬೆಲೆಯುಳ್ಳ ರಕ್ತವನ್ನು ಸುರಿಸಿ ವಿಮೋಚಿಸಿ ತೆಗೆದುಕೊಂಡಂತ ಆತನು ಸಂತೋಷ ಪಡುವಂತದ್ದು ನನ್ನ ನಿನ್ನ ಬೆಳವಣಿಗೆಯಲ್ಲಾಗಿದೆ. നമുക്കുള്ളതിനേക്കാൾ അപ്പുറമൊന്നും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. ನಮಗಿರುವುದಕ್ಕಿಂತ ಅಧಿಕವಾಗಿ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ನಾವು ಕೊಟ್ಟಿಲ್ಲ. ഉള്ളതിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്, ನಮಗಿರುವುದರಲ್ಲಿ ಕೊಟ್ಟಿದ್ದೇವೆ. ഉള്ളതുപോലെ കൊടുത്തിട്ടുള്ളത്, ಇರುವ ಹಾಗೆ ನಾವು ಕೊಟ್ಟಿದ್ದೇವೆ. എന്നാൽ ಅന്ന് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന, ಸ್ವರ್ಗವನ್ನೇ ತ್ಯಜಿಸಿ ಇದರಿಗೆ ಇಳಿದು ಬಂದು, ആകാശത്തിൽ ഒതുക്കാൻ കഴിയാത്ത ഭൂമിക്ക് ഒതുക്കാൻ കഴിയാത്തവൻ, ಆಕಾಶಕ್ಕೂ ತಡೆಗಟ್ಟುವುದಕ್ಕೆ ಆಗದಂತ ಭೂಮಿಗೂ ತಡೆಗಟ್ಟಕ್ಕೆ ಆಗುವುದಾ
ಆಗದೇ ಇರುವ, ചരിത്രത്തിനും ഇവിടെയുള്ള സിംഹാസനങ്ങൾക്കും ഒതുക്കാൻ കഴിയാത്തവൻ, ಆಮೇಲೆ ಚರಿತ್ರಕ್ಕೋ ಈ ಲೋಕದಲ್ಲಿರುವಂತೆ ಯಾವುದೇ ಸಿಂಹಾಸನಕ್ಕೂ ತಡೆಗಟ್ಟುವುದಕ್ಕಾಗದೇ ಇರುವ, കാലത്തിനോ കാലചക്രങ്ങൾക്കോ ഒതുക്കാൻ കഴിയാത്തവൻ, ಆಮೇಲೆ ಭಾರಕ್ಕೂ ಈ ಲೋಕದ ಯಾವುದಕ್ಕೂ ಕಾಲಚಕ್ರಕ್ಕೂ ತಡೆಗಟ್ಟುವುದಕ್ಕೆ ಆಗದೇ ಇರುವ, സമയത്തിനോ സിംഹാസനത്തിനോ ഒതുക്കാൻ കഴിയാത്തവൻ, ಆಮೇಲೆ ಸಮಯಕ್ಕೋ ಸಿಂಹಾಸನಕ್ಕೋ ತಡೆಗಟ್ಟುವುದಕ್ಕೆ ಆಗದೇ ಇರುವ, എന്നെ രക്ഷിക്കാൻ ആ സ്വർഗം വിട്ട് ഈ ഭൂമി വരെ ഇറങ്ങി വന്ന് അവിടുത്തെ ചങ്കിലെ ചോരയാ എന്നെ വീണ്ടെടുത്തെങ്കിൽ അതിനേക്കാൾ വലിയ സ്നേഹമുണ്ടോ? ಅವನ ಸ್ವರ್ಗದ ಎಲ್ಲಾ ತೇಜವನ್ನು ಬಿಟ್ಟು ಈ ಲೋಕಕ್ಕೆ ಇಳಿದು ಬಂದು ನಮಗಾಗಿ ರಕ್ತವನ್ನು ಸುರಿಸಿ ನಮ್ಮನ್ನು ವಿಮೋಚಿಸಿದಕ್ಕಿಂತ ದೊಡ್ಡ ಪ್ರೀತಿ ಬೇರೆ ಇದೆಯೋ? ഇന്ന് രാത്രി ആ ദൈവ സ്നേഹം അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി കൊടുത്തിട്ട് പറ, അത്രയ്ക്ക് ಆಮೇಲೆ ಆ ದೇವರ ಪ್ರೀತಿಯನ್ನು ಅನುಭವಿಸುವಂತವರು ಇದರೊಳಗಿರುವವರಾಗಿದ್ದರೆ ಕೃತಜ್ಞತೆ ಹೇಳಿರಿ, ಆತನಿಗೆ ಮಹಿಮೆಯನ್ನು ಸಲ್ಲಿಸಿರಿ. എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചെന്നേ, ನನ್ನನ್ನು ಅತ್ಯಧಿಕವಾಗಿ ಪ್ರೀತಿಸಿದ ಆತನು. ഓ ജീസസ്, ಹಲ್ಲೆಲೂಯಾ. അത്രയ്ക്ക് സ്നേഹിച്ചെന്നേ, ಅಷ್ಟರ ಮಟ್ಟಿಗೆ ನಮ್ಮನ್ನು ಪ್ರೀತಿಸಿದ್ದಾನೆ. ഇന്നത്തെ ദിവസം ലോകം മുഴുവൻ അതാ കൊണ്ടാടുന്നേ. ಇವತ್ತಿನ ದಿನ ಲೋಕ ಪ್ರಪಂಚದಾದ್ಯಂತ ಅದನ್ನ ಆಚರಿಸುತ್ತಾ ಇದ್ದಾರೆ. എന്നാൽ ഇതിന്റെ അന്തസത്തെ അകത്തു കയറിയവരെ ഇന്ന് രാത്രി പിടിയിരിക്കുന്നേ. ಆಮೆನ್. ಆದರೆ ಅದನ್ನ ಒಳಗೆ ತೆಗೆದುಕೊಂಡು ಅಂಗೀಕರಿಸಿಕೊಂಡವರಾಗಿದ್ದೇವೆ ಇಲ್ಲಿ ಇರುವಂತವರು. നാട്ടിലൊക്കെ ഞാൻ പബ്ലിക് പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു പദമുണ്ട്. ನಾನು ಬಹಿರಂಗವಾಗಿ ಪ್ರಸಂಗ ಮಾಡುವಾಗ ಹೇಳುವಂತ ಒಂದು ವಿಚಾರವಿದೆ. ഒരു പാട്ടുണ്ട് മലയാളത്തിൽ, ಒಂದು ಹಾಡಿದೆ ಮಲಯಾಳಂನಲ್ಲಿ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ಮತ್ತು ಈ ಲೋಕದ ವಸ್ತುಗಳಿಂದ ಸೃಷ್ಟಿಸಲ್ಪಟ್ಟಂತ ದೇವರೇ, പട്ടുവസ്ത്രങ്ങളുടെ പിൻപിലെ കാരണമായ പട്ടുനൂൽ പുഴുവിനെ സൃഷ്ടിച്ചത് ഒറ്റ വാക്കുകൊണ്ട് അവിടുന്ന്. ಆಮೇಲೆ ರೇಷ್ಮೆ ಹುಳವನ್ನ ಉಂಟು ಮಾಡಿದಂತಹ ಕರ್ತನೆ. എന്നാൽ അവിടുന്ന് ഈ ഭൂമിയിൽ വന്നപ്പോൾ പട്ടിന്റെ സാമ്രാജ്യമുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ಆಮೇಲೆ ಅಲ್ಲಿಂದ ಭೂಮಿಗೆ ಬಂದುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಆ ರೇಷ್ಮೆಯ ಕಾರ್ಯ ಬಟ್ಟೆ ಮೇಲೆ ನಡೆದಾತನು. ഈജിപ്ഷ്യൻ പട്ടുകളുണ്ട്, പേർഷ്യൻ പട്ടുകളുണ്ട്, അങ്ങനെ ഒത്തിരി പട്ടു സാമ്രാജ്യങ്ങൾ തന്നെ ആ നാട്ടിലുണ്ട്. ಆಮೇಲೆ ಐಗುಪ್ತದ ರೇಷ್ಮೆ ಇದೆ, ಬೇರೆ ಬೇರೆ ವಿವಿಧ ದೇಶಗಳ ರೇಷ್ಮೆಗಳಿವೆ. എന്നാൽ അവിടുത്തെ പൊതിഞ്ഞത് പട്ടുവസ്ത്രം കൊണ്ടല്ല, അവിടുത്തെ പൊതിഞ്ഞത് കേവലം സാധാരണമായ ഒരു ശീലക്കകത്ത് അവിടുത്തെ പൊതിഞ്ഞു. ಆಮೇಲೆ ಆತನನ್ನ ಅಲ್ಲೆಲೂಯಾ ಸುತ್ತಿದ್ದು ಯಾವುದೇ ರೇಷ್ಮೆ ಬಟ್ಟೆಗಳಿಂದಲ್ಲ, ಆತನನ್ನ ಸುತ್ತಿದ್ದು ಸಾಧಾರಣ ವಸ್ತ್ರದಿಂದ ಸುತ್ತಲ್ಪಟ್ಟನು. ഉലകത്തിന്റെ മണിമകുടമായവൻ, ആ സ്വർഗത്തിന്റെ മണിമകുടമായവൻ രണ്ട് കൈക്കകത്ത് ഒതുങ്ങുന്ന ഒരു കീറ്റുശീലയോളം തന്നെത്താൻ ഒതുക്കിയെങ്കിൽ ഇന്ന് രാത്രി അതിനൊറ്റ കാരണമേ ഉള്ളൂ, എന്നെയും നിങ്ങളെയും സ്വർഗം അത്രയ്ക്ക് സ്നേഹിച്ചു. ಆಮೇಲೆ ಆತ ಯಾವುದಕ್ಕೂ ಒಪ್ಪಿಕೊಳ್ಳುವುದಕ್ಕೆ ಎತ್ತಿಕೊಳ್ಳುವುದಕ್ಕೆ ಆಗದೆ ಇರುವಂತವನು ತನ್ನ ಎರಡು ಕೈಗಳಲ್ಲಿ ವಹಿಸಿಕೊಳ್ಳುವಂತೆ ತನ್ನನ್ನು ತಾನೇ ತಗ್ಗಿಸಿ സമർപ്പിಸಿಕೊಂಡನು ನಿಮಗಾಗಿ. പീലാത്തോസിന്റെ പ്രിട്ടോറിയം തൊട്ട് അങ്ങ് കാൽവറി വരെ അവിടുന്ന് സഹിച്ച പങ്കപാടുകൾ മുഴുവൻ എന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. ಆಮೇಲೆ ಆತನು ಗೆದಸೆಮನೆಯಿಂದ ಕಾಲ್ವರಿಯವರೆಗೂ ಆತನು ಸಹಿಸಿದ್ದು ನನಗೂ ನಿನಗಾಗಿ ಇರುವಂತ ಕಷ್ಟವಾಗಿತ್ತು. കണ്ടലാളയെന്ന് തോന്നുമാറ് വിരൂപനായത് എനിക്ക് വേണ്ടിയാ. ಆತನು ತಾನು ವಿಕೃತವಾಗಿ ಮಾರ್ಪಟ್ಟದ್ದು ನನಗಾಗಿ ಆಗಿದೆ. അഫ്രാഗ്രം അവിടുത്തെ പുറത്തെ കാഞ്ഞാഞ്ഞടിച്ചു. ಆ ಹಾಲಿನ ಸೈನಿಕರು ಆತನನ್ನು ಓಡಿದರು. ആ ആയുധം ഒരു മനുഷ്യന് ഏറ്റവും അധികം ഹാനി ഉണ്ടാക്കുന്നതാ. ಆ ಆಯುಧವು ಒಬ್ಬ ಮನುಷ್ಯನನ್ನು ಅಧಿಕವಾಗಿ ನೋವನ್ನು ಉಂಟು ಮಾಡುವಂತದ್ದಾಗಿದೆ. അഞ്ചടിക്ക് തന്നെ ഒരുവന്റെ പുറം തകരും. ಆಮೇಲೆ 5 ಸಲ ಹೊಡೆದರೆ ಆತನ ಬೆನ್ನು ಆಮೇಲೆ ಒಡೆದು ಹೋಗುತ್ತದೆ. 7 അടിക്കപ്പുറത്തേക്ക് ഒരുവന്റെ രക്തധമനി ഞരമ്പ് പൊട്ടി രക്തം ഒഴുകും. ಆಮೇಲೆ 7 ಹೊಡೆದರೆ ಆತನ ರಕ್ತಧಮನಿಗಳು ಹೊಡೆದು ನರಗಳು ಹೊಡೆದು ಹೊರಗಡೆ ಬರುತ್ತದೆ. അടി 12 മുകളിലോട്ട് പോയാൽ മാംസം അവിടുന്ന് പിഴുതെടുക്കപ്പെടും. ಆಮೇಲೆ 12ಕ್ಕಿಂತಲೂ ಮೇಲಕ್ಕೆ ಹೊಡೆದರೆ ಆತನ മാംസഖണ്ഡಗಳು ಹೊರಗೆ ಬರುತ್ತದೆ. അടി 25 മുകളിലോട്ട് പോകുമ്പോ ചിലടൊക്കെ വയറ് പോലും പിളർന്നു പോകും. ಆಮೇಲೆ ಅದಕ್ಕಿಂತಲೂ ಮುಂದಕ್ಕೆ ಹೊಡೆಯುತ್ತಾ ತೆಗೆದುಕೊಂಡು ಹೋದರೆ ಆತನ ಹೊಟ್ಟೆಗಳು ಸಹ ಸೀಳಿ ಹೋಗ್ತವೆ. വിനാഗിരി ലായനിക്കകത്ത് മുക്കിയിട്ട് ആഞ്ഞടിക്കുമ്പോൾ അതിനൊപ്പം മാംസം ചീറിത്തെറിക്കുന്ന അവസ്ഥയാണ്. ಆತನ ಚಾಟಿಗಳಿಂದ ಹೊಡೆಯುವಂತ ಸಂದರ್ಭದಲ್ಲಿ ಎಳೆಯುವಾಗ ಆತನ ಜೊತೆಯಲ್ಲಿ ಮಾಂಸ ತುಂಡುಗಳು ಚೆದರುತ್ತಾ ಇತ್ತು. ഇത്രയും അടിച്ചവൻ ചിലപ്പോ പിന്നെ എഴുന്നേൽക്കത്തില്ല. ಆಮೇಲೆ ಈ ರೀತಿಯಾಗಿ ಹೊಡೆದರೆ ಆತನು ಮತ್ತೆ ಎದ್ದೇಳುವುದಿಲ್ಲ. എന്നാൽ 300 പൗണ്ടിലധികം ഭാരമുള്ള മരക്കുരിശ് ആ തോളിൽ എടുത്തു വെച്ചുകൊണ്ട് അടുത്തൊരു 1.2 കിലോമീറ്റർ അവിടുന്ന് നടക്കുക. ಆಮೇಲೆ ಆತನು ದೊಡ್ಡ ಭಾರವಾದಂತ ಶಿಲುಬೆಯನ್ನ ತನ್ನ ಹೆಗಲ ಮೇಲೆ ಹೊತ್ತುಕೊಂಡು 2-3 ಕಿಲೋಮೀಟರ್ಗಳು ಆತನು ನಡೆಯುತ್ತಾ ಇದ್ದಾನೆ. അടുത്ത 1200 മീറ്റർ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാസമസ്യ. ಆಮೇಲೆ ಆತನು ಅದನ್ನ ಹೊತ್ತುಕೊಂಡು ನಡೆಯುವಂತ ನೋಡುವಾಗ
ഒരു മഹാബുദ്ധിമുട്ടാണത്. അത് ബഹಳ സമസ്യയാಗಿದೆ. വീണുമെഴുന്നേറ്റും വെച്ചും രക്തത്തിന്റെ മണമുള്ള വഴിത്താരയിലൂടെ സഞ്ചരിച്ചാൽ അവിടെ മുഴുവൻ വെളിപ്പെട്ട് കിടപ്പുണ്ട് സ്വർഗത്തിന് നമ്മോടുള്ള മഹാസ്നേഹം. ಆತನು ಬೀಳುತ್ತಾ ಏಳುತ್ತಾ ಹೋದಂತ ಸ್ಥಳಗಳಲ್ಲಿ ಆ ರಕ್ತದ ಗುರುತು ಹೇಳುತ್ತಾ ಇದೆ ಆ ಸ್ವರ್ಗದ ಪ್ರೀತಿ ನಮ್ಮ ಮೇಲೆ ಎಷ್ಟಿದೆ ಎಂಬುದನ್ನು. അറിയാത്തവനെ നാം ദൈവത്തിന് നീതിയാകേണ്ടതിന് അവിടുന്ന് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. കാൽവരി ಬೆಟ್ಟದಲ್ಲಿ ಆತನು നീതിವಂತನಾಗಬೇಕಾದನು ನಮಗಾಗಿ ಶಾಪವಾಗಿ ಮಾರ್ಪಟ್ಟನು. അവിടുന്ന് നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ಆತನು ನಮ್ಮೆಲ್ಲ ಪಾಪಗಳನ್ನು ಹೊತ್ತುಕೊಂಡು ಆ ಶಿಲುಬೆ ಮೇಲೆ ತೂಗಿದನು. ಆತನ ಬಾಸುಂಡೆಯಿಂದ ನಮಗೆ ಸೌಖ್ಯವು ಬಂದು ಅದೇ ആ അടിപ്പിണറിന്റെ സൗഖ്യമാണ് ഇന്ന് രാത്രി നമ്മെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ಆಮೆನ್. ಆ ಬಾಸುಂಡೆಯ ಸೌಖ್ಯವಾಗಿದೆ ಇವತ್ತು ರಾತ್ರಿ ನಮ್ಮನ್ನ ಇಲ್ಲಿ ನೆಲೆಗೊಳಿಸಿರುವಂತದ್ದು. അവിടുത്തെ കാൽവറിയുടെ ജയമാണ് ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കുന്നത്. ಆ ಕಾಲ್ವರಿಯ ಜಯವಾಗಿದೆ ಇವತ್ತು ರಾತ್ರಿ ನಾವು ಅನುಭವಿಸುತ್ತಾ ಇರುವಂತದ್ದು. ആ കാൽവറിയുടെ ജയം ഇന്ന് രാത്രി അനുഭവിക്കുന്ന ജനം ഒരുമിച്ച് ಇವತ್ತು ಆ ಕಾಲ್ವರಿಯ ಜಯವನ್ನು ಅನುಭವಿಸುವಂತ ಜನರು ಒಟ್ಟಾಗಿ 1-2 മിനിറ്റുകൾ കരമടിച്ച കാൽവറിക്ക് ಒಟ್ಟಾಗಿ ಕರಗಳನ್ನು ಒಡೆದು ಆ ಕಾಲ್ವರಿಯನ್ನು ನೆನೆಸೋಣ. ಓ ಶಬರಬಲದಿ ನೆರೆಕೆಲೆನೆ. Hallelujah, hallelujah. Shabarabala gaudarasya. ഹല്ലേലൂയ. Amen, hallelujah. എന്റെ പ്രിയരെ, ഇത് നമുക്ക് വേണ്ടിയുള്ള ദൈവസ്നേഹമായിരുന്നു. ಇದು ನನ್ನ ಪ್ರಿಯರೇ, ಇದು ನಮಗಾಗಿರುವಂತ ದೇವರ ಪ್ರೀತಿಯಾಗಿದೆಯಲ್ಲ. ലോകത്തിലെ അഭിമാനത്തോടെ എന്തെങ്കിലുമൊക്കെ സ്തോത്രം പറയാനുണ്ട് ഈ കാര്യത്തിന് വേണ്ടിയാ. ಆಮೇಲೆ ಲೋಕದಲ್ಲಿ ಅಭಿಮಾನದೊಡನೆ ನಾವು ಸ್ತೋತ್ರ ಹೇಳಬೇಕಾದರೆ ಈ ವಿಚಾರಕ್ಕಾಗಿ ಆಗಿರಬೇಕು. എനിക്ക് പ്രതാപം നഷ്ടപ്പെട്ട ഇടം പാപം വരുത്തിയ പ്രതാപക്കേടായിരുന്നു. ಆಮೇಲೆ ನನಗೆ ಬದಲಾಗಿ ನಷ್ಟವಾದಂತದ್ದು ಕಾಲ್ವರಿ ಶಿಲುಬೆ ಮೇಲಾಗಿದೆ. എന്നാൽ എനിക്ക് പ്രതാപം കിട്ടിയ ഇടം കാൽവറിയായിരുന്നു. ನನಗೆ ಬದಲಾಗಿ ಸಿಕ್ಕಿದ್ದು ಕಾಲ್ವರಿ ಆಗಿದೆ. അതുകൊണ്ട് പൗലോസ് എഴുതിയൊരു പദമുണ്ട്. ಆಮೇಲೆ ಈ ಪೌಲನು ಬರೆದಿರುವಂತ ಒಂದು ಪದವದೆ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാസമ്പന്നനായിരുന്നിട്ടും ನನ್ನ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಬಹಳ ಸಂಪನ್ನನಾಗಿದ್ದನು. അവിടുത്തെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന് ನಮ್ಮ ಬಡತನದಿಂದ ನಾವು ಸಂಪನ್ನರಾಗಿ ಮಾರ್ಪಟ್ಟೆವು. നമ്മൾ നിമിത്തം ദരിദ്രനായി തീരുന്ന കൃപ. ಆಮೇಲೆ ನಾವು ದರಿದ್ರರಾಗಿ ಬಡವರಾಗಿ ಮಾರ್ಪಡಬೇಕಾದಂತ ಕೃಪೆ. ഇന്ന് രാത്രി മനസ്സ് തുറന്ന് സ്തോത്രം പറയുന്നത് ഈ കാൽവറിയുടെ ചുവട്ടിന്ന്. ಆಮೇಲೆ ಮನಸ್ಸನ್ನು ತೆರೆದು ಸ್ತೋತ್ರ ಹೇಳಬೇಕಾದದ್ದು ಈ ಕಾಲ್ವರಿಯ ಶಿಲುಬೆಯ ಬುಡದಿಂದಾಗಿದೆ. ഞാൻ എപ്പോഴും പറയും, മറ്റൊരു കാര്യത്തിന് സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ കാൽവറിക്ക് നന്ദി പറയണം. ಆಮೇಲೆ ನಾ ಯಾವ ವಿಚಾರಕ್ಕೂ ಸ್ತೋತ್ರವನ್ನು ಹೇಳದಿದ್ದರೂ ಈ ಕಾಲ್ವರಿಗೆ ನಾವು ಸ್ತೋತ್ರವನ್ನು ಹೇಳುವಂತವರಾಗಿರಬೇಕು. വീട് കിട്ടിയതല്ല വിഷയം, ಮನೆ ಸಿಕ್ಕಿದ್ದಲ್ಲ ವಿಚಾರ. കാറ് കിട്ടിയതല്ല വിഷയം, ಕಾರು ಸಿಕ್ಕಿದ್ದಲ್ಲ ವಿಷಯ. മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ പോയതല്ല വിഷയം, ಮಂಜು ಬೀಳುವಂತ ದೇಶಕ್ಕೆ ಹೋದದ್ದಲ್ಲ ವಿಷಯ. സ്വപ്നതുല്യമായ സാലറിയും അല്ല വിഷയം. ನಮಗೆ ಕನಸಿಕ್ಕಿಂತಲೂ ಅಧಿಕವಾದಂತಹ ಸಾಲರಿ ಸಿಕ್ಕಿದ್ದಲ್ಲ ವಿಷಯ. എന്റെ പ്രാണനെ അധമ പാതാളത്തിനകത്ത് ನನ್ನ ಪ್ರಾಣವನ್ನ ಪಾತಾಳದಿಂದ ತೆಗೆದು നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്റെ ജീവിതത്തെ ನಾಶನಕ್ಕೆ ಹೋಗುತ್ತಾ ಇದ್ದಂತ ನನ್ನ ಜೀವಿತವನ್ನ തിരിച്ചു പിടിച്ച കാൽവറിയുടെ സ്നേഹവാർത്ത ತಿರುಗಿ ತೆಗೆದುಕೊಂಡ ಕಾಲ್ವರಿಯ ಪ್ರೀತಿಯನ್ನು ನೆನೆಸುವಾಗ നന്ദി പറയാൻ പറ്റുന്നേ. ಅದಕ್ಕೆ ಎಷ್ಟು ಜನರಿಗೆ ಕೃತಜ್ಞತೆ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതാണ് അവൻ. അവനെല്ലാവനും നമಗಾಗಿ സമർപ്പിಸಿದಾತನು. അവിടുത്തോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അവൻ ಆತನ ಮುಖಾಂತರ ಸಕಲವನ್ನು ನಮಗೆ ಕೊಡದೇ ಇರುವನು. രണ്ടാമത്തെ കാര്യം നമ്മൾ ചോദിക്കുന്നേ, ಎರಡನೇ ವಿಚಾರ ನಾವು ಕೇಳ್ತಾ ಇದ್ದೇವೆ, സകലവും തരണേന്നാ. ಸಕಲವನ್ನು ಕೊಡು ಎಂಬುದಾಗಿ ಕೇಳ್ತಾ ಇದ್ದೇವೆ. കർത്താവ് പറയുന്നു, ഒന്നാമത്തേത് തന്ന പിന്നെ രണ്ടാമത്തെ വിഷയമാണോ? ಕರ್ತನ ಹೇಳ್ತಾರೆ, ಮೊದಲು ನಿನಗೆ ಕೊಟ್ಟನ ಮೊದಲನೇದು ನಿನಗೆ ಕೊಟ್ಟ ನಂತರ ಎರಡನೇದು ನನಗೆ ದೊಡ್ಡ ವಿಷಯವು. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഈ
ഭൂമി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മുഴുവൻ ഏൽപ്പിച്ചു തരാൻ സ്വർഗത്തിന് പ്രസാദമായെങ്കിൽ, ಆಮೇಲೆ ಸ್ವಂತ ಪುತ್ರನನ್ನು ಆಧರಿಸಿದಾಗೆ ನನಗಾಗಿ ಆತನನ್ನು ಕೊಡುವುದಕ್ಕೆ ಸ್ವರ್ಗದ ದೇವರು ಮೆಚ್ಚಿರುವುದಾದರೆ, ഇത്രയും വലിപ്പത്തിലുള്ള ഒറ്റ വിഷയം നമ്മൾ ആയുസിൽ അനുഭവിച്ചിട്ടുമില്ല, ഇനിയോട്ട് അനുഭവിക്കാൻ പോകുന്നുമില്ല. ಇಷ್ಟು ಒಂದು ಕಾರ್ಯವನ್ನ ನಮ್ಮ ಭೂಮಿಯಲ್ಲಿ ನಾವು ಅನುಭವಿಸಲಿಲ್ಲ, ಇನ್ನು ಅನುಭವಿಸುವುದಿಲ್ಲ. ആ സ്വന്തം പുത്രനെ തരാൻ തക്ക കരുണ കാണിച്ച ദൈവത്തിന് മറ്റു കാര്യം വിഷയമാണോ? ಆ ದೇವರ ತನ್ನ ಸ್ವಂತ ಪುತ್ರನ್ನೇ ಕೊಡುವುದಕ್ಕೆ ಕರುಣೆ ತೋರಿಸಿದಂತ ದೇವರು ಮತ್ತೊಂದು ಬೇರೆ ವಿಚಾರಗಳು ಆತನಿಗೆ ದೊಡ್ಡ ವಿಷಯವು. ഇതാണ് കാൽവറി നമ്മോട് കാണിച്ച സ്നേഹം. ಇದೇ ಆಗಿದೆ ಕಾಲ್ವರಿಯಲ್ಲಿ ನಮಗೆ ದೇವರು ತೋರಿಸಿದಂತ ಪ್ರೀತಿ. ഇതാണ് നമുക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവ സ്നേഹം. ಇದೇ ಆಗಿದೆ ನಮಗಾಗಿ ಹುಡುಕಿ ಬಂದಂತ ದೇವರ ಪ್ರೀತಿ. ഇതാണ് വളർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്ന ദൈവ സ്നേഹം. ಆಮೇಲೆ ಇದೇ ಆಗಿದೆ ಬೆಳವಣಿಗೆಗೆ ಪ್ರೇರೇಪಿಸುವಂತ ದೇವರ ಪ್ರೀತಿ. ഇത് ലൈഫിൽ കാണുന്ന ഒരു ദൈവ പൈതലെ എല്ലാ ദിവസവും വളർച്ചയ്ക്ക് തയ്യാറാവും. ಆಮೇಲೆ ಈ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಎಲ್ಲಾ ದಿನವೂ ದೇವರ ಮಕ್ಕಳು ಬೆಳವಣಿಗೆಗೆ ಸಿದ್ಧರಾಗಬೇಕು. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ അതുകൊണ്ട് തന്നെയാണ് പത്രോസ് ഇവിടെ പറയുന്നത് നിങ്ങൾ വളരണം. ಆಮೇಲೆ ಆದುದರಿಂದಲೇ ಪೇತ್ರನಲ್ಲಿ ಹೇಳುತ್ತಾ ಇರುವಂತದ್ದು ನೀವು ಬೆಳೆಯಬೇಕು. മനുഷ്യനെ നോക്കിയല്ല, യേശു ക്രിസ്തുവിനെ നോക്കി യേശുവിന്റെ കൃപയിൽ നിങ്ങൾ വളരണം. ಆಮೇಲೆ ನಾವು ಮನುಷ್ಯನನ್ನು ನೋಡಿ ಎಲ್ಲ ಯೇಸುವನ್ನು ನೋಡಿ ಯೇಸುವಿನ ಕೃಪೆಯಲ್ಲಿ ನಾವು ಬೆಳೆಯಬೇಕು. ഞാൻ ആദ്യത്തെ ഭാഗം തുടങ്ങാൻ താല്പര്യപ്പെടുന്നത് ಮೊದಲನೇ ಭಾಗವನ್ನು ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಹಂಚಿಕೊಳ್ಳಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೀನಿ. യേശു ಕ್ರಿಸ್ತುവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ വളരണം. ನಾವು ಸರಿಯಾಗಿ ಯೇಸುವಿನ ಜ್ಞಾನದಲ್ಲಿ ಬೆಳೆದು ಬರಬೇಕು. നമ്മൾ 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരിക. ನಾವು 2 ಪೇತ್ರನ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯ 5ನೇ ವಾಕ್ಯಕ್ಕೆ ಬರೋಣ. അതിനെ 5 മുതൽ 8 വരെയുള്ള വാക്യത്തിലേക്ക് നമ്മളൊന്ന് പോവാം. 5ನೇ ವಾಕ್ಯದಿಂದ 8ನೇ ವಾಕ್ಯದವರೆಗೆ ಹೋಗೋಣ. ഒരാളൊന്ന് വായിക്കാമോ? ನಮಗೆ ಓದಿಕೊಳ್ಳೋಣ, ಯಾರಾದರೂ ಓದಿಕೊಳ್ಳಿರಿ. യെസ് യെസ്. അടുത്തതോടെ യെസ്. ശ്രദ്ധിച്ച എങ്ങനെ വളരണമെന്നാ പറഞ്ഞേ? ಹೇಗೆ ನಾವು ಬೆಳೆಬೇಕೆಂಬುದಾಗಿ ಹೇಳ್ತಾ ಇರುವಂತದ್ದು. യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണം. ಯೇಸು ಕ್ರಿಸ್ತನ ಪೂರ್ಣತೆಯಲ್ಲಿ ನಾವು ಬೆಳೆದು ಬರಬೇಕು. യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുക എന്ന് പറഞ്ഞ സിമ്പിൾ ആയിട്ട് എന്താണ്? ಆಮೇಲೆ ಯೇಸು ಕ್ರಿಸ್ತನ ಪರಿಜ್ಞಾನದಲ್ಲಿ ಬೆಳೆಯಬೇಕು ಎಂಬುದಾಗಿ ಬಹಳ ಸರಳವಾಗಿ ಬರೆದಿದೆ. ഈ പറഞ്ഞ 8 കൂട്ടം കാര്യത്തിൽ നിങ്ങൾ വളരുന്നുവെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുക. ಈ ಹೇಳಲ್ಪಟ್ಟಿರುವಂತ 8 ವಿಚಾರಗಳಲ್ಲಿ ನೀವು ಬೆಳೆಯುವುದಾದರೆ ಯೇಸು ಕ್ರಿಸ್ತನ ಪರಿಜ್ಞಾನದಲ್ಲಿ ನೀವು ಬೆಳೆಯುತ್ತಾ ಬಂದಿದ್ದೀರಿ. അതുകൊണ്ട് പറയുന്നത് ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, ಇವು ನಿಮ್ಮಲ್ಲಿ ಇದ್ದು ನೀವು ಹೆಚ್ಚುತ್ತಾ ಬರುವುದಾದರೆ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. ಕರ್ತನ ಯೇಸು ಕ್ರಿಸ್ತನ ಸಂಬಂಧವಾದಂತ ಪರಿಜ್ಞಾನದಲ್ಲಿ ಉತ್ಸಾಹವುಳ್ಳವರಾಗಿರಬೇಕು എന്ന് പറഞ്ഞ 8 കൂട്ടം കാര്യങ്ങളാണ് ദൈവം നമ്മോട് പറയുന്നത്. 8 ವಿಚಾರಗಳನ್ನಾಗಿದೆ ದೇವರು ನಮಗೆ ಹೇಳ್ತಾ ಇರುವಂತದ್ದು. വിശ്വാസവും വീര്യവും പരിജ്ഞാനവും ഇന്ദ്രിജയവും സ്ഥിരതയും ഭക്തിയും സഹോദരപ്രീതിയും സ്നേഹവും തുടങ്ങിയ 8 കാര്യങ്ങൾ. ನಂಬಿಕೆ, ಸದ್ಗುಣ, ಜ್ಞಾನ, ಭಕ್ತಿ, ಸ್ನೇಹ, ಪ್ರೀತಿ, ಹೀಗೆ ಇರುವಂತ 8 ಗುಣಗಳನ್ನ ಅಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. വിശ്വാസത്തിൽ തുടങ്ങി സ്നേഹം വരെ എത്തി നിൽക്കുന്ന 8 കൂട്ടം കാര്യങ്ങൾ. ನಂಬಿಕೆಯಲ್ಲಿ ಆರಂಭಿಸಿ ಪ್ರೀತಿಯಲ್ಲಿ ಕೊನೆಗಾಣುವಂತ 8 ವಿಚಾರಗಳು. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ಇದು ಒಂದು ದಿನದಲ್ಲಿ ಆಗುವಂತ ವಿಷಯವಲ್ಲ. ഇത് പ്രോഗ്രസീവായി നമ്മൾ സംഭവിക്കുന്ന കാര്യം. ಒಂದು ಹಂತವಾಗಿ ಬರುವಂತ ಕಾರ್ಯವಾಗಿದೆ. ഒറ്റ ദിവസം കൊണ്ട് വിശ്വാസത്തിൽ നമ്മൾ തികഞ്ഞവരാകത്തില്ല. ಒಂದೇ ದಿನದಲ್ಲಿ ನಂಬಿಕೆಯಲ್ಲಿ ಪೂರ್ಣರಾಗ್ಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ഒറ്റ ദിവസം കൊണ്ട്. വീര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു, മോറൽ എക്സലൻസ് ആണ്. അതിൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തികഞ്ഞു വരത്തില്ല. ಸದ್ಗುಣ ಶಕ್ತಿಯನ್ನ ಒಂದೇ ದಿನದಲ್ಲಿ ನಮಗೆ ಹೊಂದಿಕೊಳ್ಳಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഒരു ദിവസം കൊണ്ട് നമ്മൾ പരിജ്ഞാനത്തിൽ തികഞ്ഞവരാകത്തില്ല. ಒಂದೇ ದಿನದಲ್ಲಿ ಜ್ಞಾನದಲ್ಲಿ ಪೂರ್ಣರಾಗ್ಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഭക്തിയിൽ പൂർണ്ണരാകത്തില്ല. ನಾವು ಒಂದೇ ದಿನದಲ್ಲಿ ಭಕ್ತಿಯಲ್ಲಿ ಪೂರ್ಣರಾಗುವುದಿಲ್ಲ. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ സഹോദര പ്രീതി ശ്രേഷ്ഠരാകത്തില്ല. ನಾವು ಒಂದೇ ದಿನದಲ್ಲಿ ಸಹೋದರ ಪ್ರೀತಿಯು ಶ್ರೇಷ್ಠವಾಗುವುದಿಲ್ಲ എന്ന് പറഞ്ഞാൽ ഇത് വളർച്ചയിൽ ആവശ്യമുള്ള കാര്യമാണ്. ಇದು ನಮ್ಮ ಬೆಳವಣಿಗೆಯಲ್ಲಿ ಅವಶ್ಯಕವಾದಂತ ವಿಚಾರವಾಗಿದೆ. സഭ ഇതിനുള്ള ഇടവാ. ಆಮೇಲೆ ಈ ಸಭೆಯು ಇದರಲ್ಲಿ ಬೆಳೆಯಬೇಕು. ഈ 8 കൂട്ടം കാര്യത്തിൽ വളരാൻ സ്വർഗം നമുക്ക് അനുവദിച്ച ദൈവിക ഇടമാണ് സഭ. ಆಮೇಲೆ ಈ 8 ಕಾರ್ಯಗಳಲ್ಲಿ ಬೆಳವಣಿಗೆಗಾಗಿ ದೇವರು ಕೊಟ್ಟಿರುವಂತ ಅನುಮತಿಸಿ ಕೊಟ್ಟಿರುವಂತ ಆಗಿರೋ ಸ್ಥಳವಾಗಿದೆ ಸಭೆ. വളർന്നവരുടെ ഇടമല്ല സഭ, വളരുന്നവരുടെ ഇടമാണ് സഭ. ಬೆಳೆದವರ ಸ್ಥಳವಲ್ಲ ಸಭೆ, ಬೆಳೆಯುವವರ ಸಭೆಯ ಸ್ಥಳವಾಗಿದೆ ಸಭೆ. തികഞ്ഞവരുടെ ഇടമല്ല സഭ,
തികവിനായി പരിശ്രമിക്കുന്നവരുടെ ഇടമാ സഭ. ಪೂರ್ಣಗೊಂಡವರ ಸ್ಥಳವಲ್ಲ ಸಭೆ, ಪೂರ್ಣತೆಗಾಗಿ ಆಸಕ್ತಿಯುಳ್ಳವರದಾಗಿದೆ ಸಭೆ. പൂർണ്ണതയുള്ളവരുടെ ഇടമല്ല സഭ. ആ പൂർണ്ണത കൃപയിൽ ആശ്രയിച്ച് ആ പൂർണ്ണതയിലേക്ക് വരുന്നവരുടെ ഇടമാ സഭ. ಪೂರ್ಣತೆ ಇರುವವರದಲ್ಲ ಸಭೆ, ಆ ಪೂರ್ಣತೆಯಲ್ಲಿ ಇರುವವರು ಕೃಪೆಯಲ್ಲಿ ಆಶ್ರಯಿಸಿ ಪೂರ್ಣತೆಗೆ ಬರುವಂತದಾಗಿದೆ ಸಭೆ എന്ന് പറഞ്ഞ പ്രിയരെ, നമ്മൾ ഒന്നിനകത്ത് 90 മാർക്കുണ്ടേ അടുത്തതിനകത്ത് 20 മാർക്കേ ഉള്ളൂ. ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಒಂದರಲ್ಲಿ 90 ಅಂಕವಿದ್ದರೆ ಮತ್ತೊಂದರಲ್ಲಿ 20 ನಮಗೆ ಅಂಕ ಇರುವುದು. ഈ വിശ്വാസത്തിൽ 90 മാർക്കുള്ളവനാണ് വിശ്വാസത്തിൽ 20 മാർക്കുള്ളവനെ വിധിക്കുന്നത്. ನಂಬಿಕೆಯಲ್ಲಿ 90 ಇರುವಾತನಾಗಿದೆ, ಮತ್ತೊಂದು ವಿಚಾರದಲ್ಲಿ 20 ಇರುವಾತನು. പക്ഷേ ആ പരിജ്ഞാനത്തിൽ ആ 20 മാർക്കുള്ളവന് 90 മാർക്കുണ്ട്. പരിജ്ഞാനದಲ್ಲಿ 20 ಅಂಕ ಇರುವವನು ನಂಬಿಕೆಯಲ್ಲಿ 90 ಅಂಕವದೆ. പക്ഷേ ഈ 90 മാർക്ക് വിശ്വാസത്തിലുള്ളവന് പരിജ്ഞാനത്തിൽ 15 മാർക്കേ ഉള്ളൂ. ನಂಬಿಕೆಯಲ್ಲಿ 90 ಇರುವವನು ಪರಿಜ್ಞಾನಕ್ಕೆ ಬರುವಾಗ 15 ಇರುವುದು. എന്ന് പറഞ്ഞാൽ ഞാൻ പരിജ്ഞാനത്തിൽ വളരണം ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ನಾವು ಜ್ಞಾನದಲ್ಲಿ ಬೆಳೆಯಬೇಕು എന്ന് പറഞ്ഞ ഒന്നിനകത്ത് എനിക്ക് ഹൈ മാർക്ക് ഉണ്ടെങ്കിൽ മറ്റൊന്നിനകത്ത് ഞാൻ പരാജയമാണ്. ഇതിനകത്തെല്ലാം തികവ് പ്രാപിക്കാൻ എനിക്ക് ദൈവം ഒരുക്കിയ വ്യവസ്ഥിതിയാ ദൈവസഭ. ಒಂದರಲ್ಲಿ ಅಧಿಕವಾದಂತ ಅಂಕವಿದ್ದರೆ ಮತ್ತೊಂದರಲ್ಲಿ ಕಡಿಮೆಯಾದ ಕಾರಣ ಅದರಲ್ಲಿ ನಾವು ಬೆಳೆಯಬೇಕು. ಅದಕ್ಕಾಗಿ ಸಿದ್ಧಪಡಿಸಿರುವಂತಹ ಸ್ಥಳವಾಗಿದೆ ಸಭೆ. ഇത് വിധിക്കുന്ന ഇടമല്ല, ഇത് വളരുന്ന ഇടമാണ്. ഇത് കൂറുವಂತ ಸ್ಥಳವಲ್ಲ, ಇದು ಬೆಳೆಯಬೇಕಾದಂತ ಸ್ಥಳವಾಗಿದೆ. ഇത് സഹോദരനെ നോക്കുന്ന ഇടമല്ല, ഇത് അവനവനെ ദൈവത്തിന്റെ വിശുദ്ധിയുമായി നോക്കുന്ന ഇടമാണ്. ಸಹೋದರನ ನೋಡುವಂತ ಸ್ಥಳವಲ್ಲ, ತನ್ನನ್ನು ತಾನೇ ಪರಿಶುದ್ಧತ್ವದಲ್ಲಿ ನೋಡುವಂತ ಸ್ಥಳವಾಗಿದೆ. സംഭവിക്കണോ? ಬೆಳವಣಿಗೆ ಉಂಟಾಗಬೇಕಾ? ഇതിനകത്ത് ഞാൻ ക്രിസ്തുവിനെ കാണണം. ಇದರಲ್ಲಿ ನಾವು ಕ್ರಿಸ್ತನನ್ನ ಕಾಣಬೇಕು. ഇതിനകത്ത് ഞാൻ ദൈവമഹത്വം കാണണം. ಇದರೊಳಗೆ ದೇವರ ಮಹಿಮೆಯನ್ನು ಕಾಣಬೇಕು. ഇതിനകത്ത് ഞാൻ ക്രിസ്തുവിന്റെ തേജസ് കാണണം. ಇದರ ಒಳಗೆ ದೇವರ ತೇಜಸ್ಸನ್ನು ಕಾಣಬೇಕು. ഇത് കണ്ടാൽ ഞാൻ വളരും. ಇದನ್ನ ಕಾಣುವಾಗ ನಾವು ಬೆಳೆಯುತ್ತೇವೆ. അവിടെയാണ് ഞാൻ സ്നേഹത്തിന്റെ പൂർണ്ണത കാണുന്നത്. ಅಲ್ಲಿ ಆಗಿದೆ ಪ್ರೀತಿಯ ಪೂರ್ಣತೆಯನ್ನು ನಮಗೆ ನೋಡಲಿಕ್ಕೆ ಸಾಧ್ಯ. അവിടെയാണ് പരിജ്ഞാനത്തിന്റെ ഗുപ്തനിധികൾ ഉള്ളത്. ಅದನ್ನೇ ಆಗಿದೆ ಪರಿಜ್ಞಾನದ ಪೂರ್ಣತೆಯನ್ನು ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ. അവിടെയാണ് വീര്യത്തിന്റെ ശ്രേഷ്ഠത ഉള്ളത്. ಅಲ್ಲಿ ಆಗಿದೆ ಸದ್ಗುಣದ ಶ್ರೇಷ್ಠತೆಯನ್ನು ತಿಳಿದುಕೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯ. ഇത് ക്രിസ്തുവിനെ കാണുന്ന ഇടമാണ്. ಇದು ಕ್ರಿಸ್ತನನ್ನು ಕಾಣುವಂತ ಸ್ಥಳವಾಗಿದೆ. ദൈവ സമൂഹം ക്രിസ്തുവിനെ കാണുന്ന ഇടമാണ്. ದೇವರ ಸಭೆಯು ಕ್ರಿಸ್ತನನ್ನು ಕಾಣುವಂತ ಸ್ಥಳವಾಗಿದೆ. എന്റെ പ്രിയരെ, ശരിക്കും യേശു ഏറ്റവും കൂടുതൽ എതിർത്തത് എന്തിനെയാ? ನನ್ನ ಪ್ರಿಯರೇ, ಯೇಸು ಅಧಿಕವಾಗಿ ವಿರೋಧ ಮಾಡಿದ ವಿಚಾರ ಯಾವುದಾಗಿದೆ? യേശു ഏറ്റവും കൂടുതൽ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചത് എന്തിനെയാ? ಯೇಸು ಶಕ್ತಿಯುತವಾದಂತ ಮಾತುಗಳನ್ನು ಆಡಿದ ಯಾವುದಕ್ಕಾಗಿ? ആ വിശ്വാസം പറഞ്ഞവനോട് ശക്തമായ വാക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപനമ്പിಕೆಯನ್ನು ಹೇಳಿದವನಿಗೆ ಶಕ್ತಿಯುತವಾಗಿ ದೇವರು ಖಂಡಿಸಿದ್ದಾರೆ. ആ വിശ്വാസവും കോട്ടമുള്ള തലമുറയെ നിങ്ങളെ ഞാൻ എങ്ങനെ സഹിക്കും? ಅಪನಂಬಿಕೆ ಇರುವಂತಹ ತಲೆಮಾರಿನ ನಿಮ್ಮನ್ನ ಯಾವ ರೀತಿಯಲ್ಲಿ ಸಹಿಸಿಕೊಳ್ಳಲಿ? പക്ഷെ ഇവരെ വിട്ടിട്ട് കർത്താവ് പോയോ? ಇವರನ್ನ ಬಿಟ್ಟು ಯೇಸು ಸ್ವಾಮಿ ಹೋದರ? ഏറ്റവും ലാസ്റ്റ് കർത്താവ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴും കൂടിയിരുന്ന് ഉറങ്ങി. ಕೊನೆಯದಾಗಿ ಎದ್ದು ಕೂತು ಪ್ರಾರ್ಥನೆ ಎಂಬುದಾಗಿ ಪ್ರಾರ್ಥಿಸಿ ಎಂಬುದಾಗಿ ಹೇಳಿದಾಗಲೂ ಸಹ ಅವರು ನಿದ್ದೆಗೆ ಜಾರಿದರು. എന്നിട്ട് കടലിൽ പോയി. ಅದಾದ ನಂತರ ಅವರು ಸಮುದ್ರಕ್ಕೆ ಹೋದರು. പുറകെ കർത്താവും പോയി. ಮೇಲೆ ಕರ್ತನು ಹೋದರು. കൊടുക്കേണ്ട കൈയല്ല യേശു കൊടുത്തു. ಕೊಡಬೇಕಾದಂತದನ್ನ ಕರ್ತನು ಕೊಟ್ಟನು. പക്ഷെ യേശു ഒരിക്കലും സന്ധി ചെയ്യാത്തൊരു കൂട്ടരുണ്ട്. യേശു ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്തൊരു കൂട്ടരുണ്ട്. യേശു ಎಂದಿಗೂ ಸಹ ಕಾಂಪ್ರಮೈಸೇಷನ್ ಮಾಡದೇ ಇರುವಂತ ಒಂದು ಗುಂಪದೆ. അവരാണ് കപടഭക്തിക്കാരൻ. ಅವರೇ ಕಪಟ ಭಕ್ತಿಯವರು. അവരാണ് ഹിപ്പോക്രൈറ്റ്സ്. ಅವರೇ ಕಪಟ ಭಕ್ತಿ ಇರುವಂತವರು. ಫಾರಿಸೀಸಂ ಸಾಧುಸೀಸಂ ಆ കൂട്ടരാണ്. ಅವರೇ ಆಗಿದ್ದಾರೆ ಈ ಭಕ್ತಿಹೀನರಾದಂತವರು. ನೆವರ್ അവർ യേശു അവരോട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ಅವರೊಟ್ಟಿಗೆ ಯಾವುದೇ ರೀತಿಯಾದಂತ ಹೋಲಿಕೆಯನ್ನು ಮಾಡಿಕೊಳ್ಳುವುದಿಲ್ಲ. കാരണം അവർ വളർച്ച നിന്നവരാ. ಅವರು ಬೆಳವಣಿಗೆ ನಿಕುಂಠಿತವಾದವರು. അവർക്കൊരിക്കലും അവരെ കാണാൻ പറ്റിയിട്ടില്ല. ಅವರಿಗೆ ಎಂದಿಗೂ ಸಹ ಅವರನ್ನು ನೋಡಿಕೊಳ್ಳುವುದಕ್ಕಾಗುವುದಿಲ್ಲ. ಅವರು ಆಲಯത്തിൽ വന്നു. ಅವರು ಆಲಯದಲ್ಲಿ ಬಂದರು. ಅವರು പ്രാർത്ഥിക്കാൻ നിന്നു. ಅವರು ಪ್ರಾರ್ಥನೆಗಾಗಿ ನಿಂತರು. ಅವರು മുട്ടുകുത്തി. ಅವರು ಸಮಣಕಾಲಾಕಿದರು. അവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ಅವರು ಪ್ರಾರ್ಥನೆಯನ್ನು ಆರಂಭಿಸಿದರು. ഉപവാസത്തിന്റെ കാര്യം പറഞ്ഞു. ಉಪವಾಸದ ಕಾರ್ಯವನ್ನು ಹೇಳಿದರು. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു. ಪ್ರಾರ್ಥನೆಯ ವಿಚಾರವನ್ನು ಹೇಳಿದರು. പദാരത്തിന്റെ കാര്യം പറഞ്ഞു. ಆ ಕಾರ್ಯ ಅನೇಕ ವಿಚಾರಗಳನ್ನು ಹೇಳಿದರು. തൊട്ടടുത്ത് ഇടത്തോട്ട് നോക്കി ಸಮೀಪದ ಜನರನ್ನು ನೋಡಿ, ഇവനെ പോലെയും അല്ലായിക ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ಇವನ ರೀತಿಯಲ್ಲಿ ಅಲ್ಲದೆ ಇರುವುದರಿಂದ ನಾನು ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸುತ್ತೇನೆ. അവനെ കണ്ട ഇടമല്ല ദൈവസഭ. ಆತನನ್ನು ಕಂಡಂತ ಸ್ಥಳವಲ್ಲ ದೇವರ ಸಭೆ. അവന്റെ വിഷയമല്ല എന്റെ വിഷയം. ಆತನ ವಿಷಯವಲ್ಲ ನನ್ನ ವಿಷಯ. വിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന് മുമ്പിലുണ്ട്. ಆಮೇಲೆ ಪರಿಶುದ್ಧವಾದ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ನಿಮ್ಮ ಮುಂದೆ ಆಗಿರುವುದಾದರೆ, വിശുദ്ധനായ ദൈവം ഇതിന്റെ നടുവിലുണ്ട്. ಆಮೇಲೆ ಪರಿಶುದ್ಧನಾದ ದೇವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾರೆ. ദൈവ മഹത്വം ഇതിന്റെ നടുവിലുണ്ട്. ದೇವರ ಮಹಿಮೆ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇದೆ.
ദൈവത്തെ ഞാൻ നോക്കിയാൽ ದೇವರನ್ನ ನಾನು ನೋಡುವುದಾದರೆ നെഞ്ചത്തടിക്കാൻ ചിലത് കാണും, ಎದೆಯಲ್ಲಿ ಬಡಿದುಕೊಳ್ಳುವುದಕ್ಕೆ ಅನೇಕ ಇರಬಹುದು, തിരുത്തൽ പ്രാപിക്കാൻ ചിലത് കാണും, ಅನೇಕದು ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ ಇರಬಹುದು. ഏറ്റുപറയുന്നവനെ ചേർത്ത് പിടിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കും. ಆರೈಕೆ ಮಾಡುವವನ ಅಪ್ಪಿಕೊಳ್ಳುವಂತ ದೇವರ ಸಾನ್ನಿಧ್ಯವೇ. കർത്താവിന് ഇഷ്ട ഹൃദയത്തിൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നവരെ യേശുവിന് ആവശ്യം. ದೇವರಿಗೆ ಇಷ್ಟವಾದದ್ದು ದೇಹವನ್ನು ಬಡಿದುಕೊಂಡು ದೇವರ ಸನ್ನಿಧಿ ಅರಕೆ ಮಾಡುವವನನ್ನ ಆತನು ಇಷ್ಟಪಡುವನಾಗಿದ್ದಾನೆ. എന്റെ പ്രിയരെ, തെറ്റിപ്പോകുന്നതിനേക്കാൾ കർത്താവിന് ഇഷ്ടം തെറ്റിപ്പോകുന്നതിനകത്ത് അനുദപിച്ച് മടങ്ങി വരുന്നതാണ്. ತಪ್ಪಿ ಹೋಗುವವನಕ್ಕಿಂತಲೂ ದೇವರಿಗೆ ಇಷ್ಟ ತಪ್ಪಿ ಹೋದವನು ಮನಪರಿವರ್ತನೆ ಒಂದು ಹಿಂದಿರುಗಿ ಬರುವವರನ್ನ ಕಾಣುವಾಗ ದೇವರಿಗೆ ಇಷ್ಟವಾಗ್ತದೆ. തെറ്റിപ്പോയത് കൊണ്ട് നിങ്ങളുടെ ചരിത്രമൊന്നും മാറത്തില്ല. ನೀ ತಪ್ಪಿ ಹೋದದರ ನಿಮಿತ್ತವಾಗಿ ನಿಮ್ಮ ಚರಿತ್ರೆ ಬದಲಾಗುವುದಿಲ್ಲ. മടങ്ങി വരാൻ മനസ്സുണ്ട്. ಹಿಂದಿರುಗಿ ಬರುವುದಕ್ಕೆ ನಿನಗೆ ಮನಸ್ಸಿದ್ದರೆ തിരിച്ചു വിളിച്ചു മഹത്വത്തോടെ വീട്ടിൽ ചേർക്കുന്ന ഒരു അപ്പനാണ് എന്റെ അപ്പൻ. ಮಾಲಕ್ಕೆ ಹಿಂದಿರುಗಿಸಿ ನಿನ್ನ ಮನೆಗೆ ಸೇರಿಸಿಕೊಳ್ಳುವಂತ ತಂದೆಯಾಗಿದ್ದಾನೆ ನಮ್ಮ ತಂದೆಯು. പക്ഷെ മാറത്തടിക്കണം, ಆದ್ರೆ ಎದೆನ ಬಡಿದುಕೊಳ್ಳಬೇಕು, ആടത്ത് നിലവിളിക്കണം. ನಾವು ದೇವರನ್ನ ಅರಕೆ ಮಾಡಿಕೊಳ್ಳಬೇಕು. ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനുണ്ട്, ನಮ್ಮನ್ನ ಅಪ್ಪಿಕೊಳ್ಳುವಂತ ಒಬ್ಬ ಅಪ್ಪನಿದ್ದಾನೆ, കൈതരുന്ന ഒരു അപ്പനുണ്ട്, ನಮ್ಮನ್ನ ಮುಟ್ಟುವಂತ ಅಪ್ಪನಿದ್ದಾನೆ, സ്നേഹം ചൊരിയുന്ന ഒരു അപ്പനുണ്ട്, ಪ್ರೀತಿಯನ್ನು ಹರಿಸುವಂತ ಒಬ್ಬ ತಂದೆ ಇದ್ದಾರೆ, തോറ്റുപോയ തോൽവികളെ ജയമാക്കുന്ന ഒരു അപ്പനുണ്ട്, ಸೋತು ಹೋದಂತವನ ಜಯದೊಡೆ ನಡೆಸುವಂತ ಒಬ್ಬ ತಂದೆ ಇದ್ದಾನೆ. എന്റെ പ്രിയരെ, ജയം ആഘോഷിച്ചില്ലെങ്കിൽ ലോകം തോൽവി ആഘോഷിക്കും. ಜಯವನ್ನು ಆಶಿಸುವುದಾದರೆ ಲೋಕದ ಲೋಪನಿಗೆ ಆಚರಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ. പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അവർ പിന്നോട്ടടിക്കും. ಪ್ರೋತ್ಸಾಹ ಮಾಡಿದ್ರೆ ಅವರು ಹಿಂದಕ್ಕೆ ಬರ್ಬೋದು. തണുപ്പിച്ചില്ലെങ്കിൽ അവർ ചൂട് പിടിപ്പിക്കും. ಆರನ್ನ ತಣ್ಣಗೆ ಮಾಡಿದ್ರೆ ಅವರು ಬಿಸಿ ಹೊಂದುತ್ತಾರೆ. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്റെ അപ്പൻ. ಇದಕ್ಕೆ ವಿರೋಧವಾಗಿರುವ ಆತನಾಗಿದೆ ನನ್ನ ತಂದೆ. എന്റെ ഹൃദയം തകരുമ്പോൾ, ನನ್ನ ಹೃದಯ ಒಡೆಯು ಹೋಗುವಾಗ, മനസ്സ് ഉടയുമ്പോൾ, ನನ್ನ ಮನಸ್ಸು ಗಾಳುವಾಗ, തെറ്റിപ്പോയ തെറ്റിനെ ഓർത്ത് അനുദപിക്കുമ്പോൾ, ತಪ್ಪು ಮಾಡಿದ ತಪ್ಪನ್ನು ನೋವೆನೆಸಿ ಆಮೇಲೆ ಅಳುವಾಗ, എന്നോട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്നെ മടക്കി വരുത്തുന്ന ഒരു അപ്പനുണ്ട്. ನನ್ನನ್ನು ಎದೆಗೆ ಸೇರಿಸಿಕೊಂಡು ಹಿಂದಿರುಗಿ ಕರೆಯುವಂತ ಒಬ್ಬ ತಂದೆ ಇದ್ದಾನೆ. നിങ്ങൾ വീണിടത്ത് നിങ്ങളെ ചവിട്ടി അരയ്ക്കുന്നവനല്ല, മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ മഹത്വത്തോടെ തിരിച്ചു ചേർക്കുന്ന ഒരപ്പനെയാണ് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത്. ಬಿದ್ದಂತ ಸ್ಥಳದಲ್ಲಿ ನಿನ್ನನ್ನು ತುಳಿದು ನಾಶ ಮಾಡುವವನಲ್ಲ, ಮತ್ತೆ ಹಿಡಿದು ತೆಗೆದು ನಿನ್ನನ್ನು ನೆಮ್ಮದಿಗೆ ಸೇರಿಸಿಕೊಳ್ಳುವಂತ ಒಬ್ಬ ತಂದೆ ಇದ್ದಾರೆ. എവിടെങ്കിലൊക്കെ വീണുപോയി, എവിടെങ്കിലൊക്കെ തോറ്റുപോയി, എവിടെങ്കിലൊക്കെ പരാജയപ്പെട്ടു പോയെങ്കിൽ അവിടെ കിടക്കേണ്ട തിരിച്ചോടിവ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പന്റെ സ്നേഹം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ಎಲ್ಲೆಲ್ಲ ಬಿದ್ದು ಹೋಗಿದೆ, ಎಲ್ಲೆಲ್ಲ ಸೋತು ಹೋಗಿದೆಯಾ, ಅಲ್ಲೇ ಬಿದ್ದಿರಬೇಡ, ಹಿಂದಿರುಗಿ ನೀನು ಬಾ, ನಿನ್ನನ್ನು ಮತ್ತೆ ಎದೆಗೆ ಸೇರಿಸಿಕೊಳ್ಳುವಂತ ಒಬ್ಬ ತಂದೆ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದಾನೆ. കുറ്റം വിധിക്കാതെ ക്ഷമിക്കുന്ന ഒരു അപ്പൻ നിങ്ങൾക്കുണ്ട്. ತಪ್ಪನ್ನು ಹೊರಿಸದಾಗಿ ಕ್ಷಮಿಸುವಂತ ಒಬ್ಬ ತಂದೆ ಇದ್ದಾನೆ. പിടിക്കുന്ന ഒരു അപ്പൻ നിനക്കുണ്ട്. ನಿನ್ನನ್ನು ಸೇರಿಸಿಕೊಳ್ಳುವಂತ ಒಬ್ಬ ತಂದೆ ಇದ್ದಾರೆ. മടക്കി കൊണ്ടുവരുന്ന ഒരു അപ്പൻ നിനക്കുണ്ട്. ನಿನ್ನನ್ನು ನಡೆಸಿ ತರುವಂತ ಒಬ್ಬ ತಂದೆ ಇದ್ದಾರೆ. രാത്രി ധൈര്യത്തോടെ ഓടിവാ. ಇದು ರಾತ್ರಿ ಧೈರ್ಯದಿಂದ ಓಡಿ ಬಾ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില ഹൃദയങ്ങളോട് ഇടപെടുക. ಇವತ್ತು ರಾತ್ರಿಯ ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮ ಹೃದಯವನ್ನು ಒಡನಾಡುತ್ತಾ ಇದ್ದಾನೆ. തോൽവി നിന്റെ അവസാനമല്ല, ನಿನ್ನ ಸೋಲು ಕೊನೆಯಲ್ಲ. നീ മാറിപ്പോയെന്നത് സത്യ, ನೀವು ಹಿಂದಿರುಗಿ ಹೋದದು ಸತ್ಯ. ദൈവ സാന്നിധ്യം വിട്ടു പോയെന്നത് സത്യവാ. ನೀನು ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನ ಬಿಟ್ಟು ಹೋದದು ಸತ್ಯ. അപ്പന് നിന്റെ ലൈഫിനെ തിരിക്കാൻ പറ്റും. ಆದ್ರೆ ನನ್ನ ತಂದೆಗೆ ನಿನ್ನ ಜೀವಿತವನ್ನು ಬದಲಾಯಿಸುವುದಕ್ಕೆ ಸಾಧ್ಯ. ജീവിതത്തെ മാറ്റാൻ പറ്റും. ನಿನ್ನ ಜೀವಿತವನ್ನು ಬದಲಾಯಿಸುವುದಕ್ಕೆ ಸಾಧ್ಯ. അപ്പന് നിന്റെ ഗതി തിരിക്കാൻ പറ്റും. ನಿನ್ನ ಗತಿಯನ್ನ ಬದಲಾಯಿಸುವುದಕ್ಕೆ ಸಾಧ್ಯ. അപ്പന്റെ അടുക്കലേക്ക് വാ. അപ്പൻ നിന്നെ ചേർത്ത് പിടിക്കും. ನಂಬಿಕೆಯಿಂದ ದೇವರ ತಂದೆಯ ಸನ್ನಿಧಾನಕ್ಕೆ ಓಡಿ ಬಾ. ನಿನ್ನನ್ನು ಎದೆಗೆ ಅಪ್ಪಿಕೊಳ್ಳುತ್ತಾನೆ. ഇന്ന് രാത്രി ആ കരങ്ങളെല്ലാം ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അപ്പന്റെ സ്നേഹത്തിലേക്ക് ഓടി വാ. ನಿಮ್ಮ ಕರಗಳನ್ನು ಮೇಲೆ ತಿಳಿದುಕೊಂಡು ಅಪ್ಪನ ಪ್ರೀತಿಯೆಡೆಗೆ ಓಡಿ ಬಾ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ തിരിച്ചു വിളിക്കുക. ಪವಿತ್ರಾತ್ಮನ ಹಿಂದಿರುಗಿ ನಿನ್ನನ್ನು ಕರೆಯುತ್ತಾ ಇದ್ದಾನೆ. ദൈവ സ്നേഹം ഇതിനകത്ത് ഒഴുകുക. ದೇವರ ಪ್ರೀತಿ ನಿನ್ನನ್ನು ಸ್ಪರ್ಶಿಸುತ್ತಾ ಇದೆ. തിരിച്ചു വിളിക്കുന്ന ദൈവ സ്നേഹം ഒഴുകുക. ತಿರುಗಿ ಕರೆಯುವಂತ ದೇವರ ಪ್ರೀತಿಯು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಹರಿಯುತ್ತಾ ಇದೆ. മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവ സ്നേഹം, ಮನ ಪರಿವರ್ತನೆಯೆಡೆಗೆ ನಡೆಸುವಂತ ದೇವರ ಪ್ರೀತಿ. ഇന്ന് രാത്രി ആ ക്രിസ്തു നമ്മെ വിളിക്കുക. ಇವತ್ತು ರಾತ್ರಿ ಆ ಕ್ರಿಸ್ತನ ಬಳಿಗೆ ನೀನು ಬಾ. ഞാൻ ആത്മാവിൽ കാണുന്ന ഒരു ദൈവം എനിക്ക് നൽകുന്ന ആത്മാവിൽ ഒരു ദൂതുണ്ട്. ದೇವರ ಆತ್ಮದಲ್ಲಿ ನಾನು ನೋಡುತ್ತಾ ಇರುವಂತ ದೇವರ ನನಗೆ ಕೊಟ್ಟಿರುವಂತ ಒಂದು ಆಲೋಚನೆ ಇದೆ. എന്റെ പ്രിയരെ, കുറ്റബോധം പേറി ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ತಪ್ಪಿನ ಅರಿವಿಕೆಯಿಂದ ಜೀವಿಸುವುದಕ್ಕೆ ಆರಂಭಿಸಿ ಎಷ್ಟು ಕಾಲವಾಯಿತು? പരാജയം നിങ്ങളുടെ മുമ്പിൽ ഒരു കവറിങ് പോലെ വെച്ചിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ಸೋಲು ನಿನ್ನ ಮುಂದೆ ಇಟ್ಟುಕೊಂಡು ಜೀವಿಸುತ್ತಾ ಇರುವಂತದಕ್ಕೆ ಆರಂಭಿಸಿ ಎಷ್ಟು ಕಾಲವಾಯಿತು? ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുമോ? ಇವತ್ತು ದೇವರ ಆತ್ಮನ ಕೊಡುವಂತ ಸ್ವತಂತ್ರ
ಅಂತರದಲ್ಲಿ ನೀನು ಬರಲಿಕ್ಕೆ ಸಾಧ್ಯವೋ? കുറ്റബോധത്തിന്റെ ഭാരങ്ങൾ പൊളിച്ചു പുറത്തു വരാൻ പറ്റുമോ? ಆಮೇಲೆ ತಪ್ಪಿನ ಅರಿವಿಕೆಯನ್ನು ತೆಗೆದಿಟ್ಟು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಬರಲಿಕ್ಕೆ ಸಾಧ್ಯವೋ? ഈഗോയുടെ ബാക്ക്ഗ്രൗണ്ടുകൾ മാറ്റി വെച്ചിട്ട് മടങ്ങി വരാമോ? ಆಮೇಲೆ ಈಗೋವನ್ನ ನಿನ್ನ ಬದಿಯಿಂದ ತೆಗೆದಿಟ್ಟು ದೇವರ ಸನ್ನಿಧಾನಕ್ಕೆ ಬರುವುದಕ್ಕೆ ನಿನಗೆ ಸಾಧ್ಯವೋ? കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് ഒഴുകുക. ಆಮೇಲೆ ಅಸಾಧಾರಣವಾದಂತ ದೇವರ ಕೃಪೆಗೆ ದೇವರು ನಿನ್ನನ್ನು ನಡೆಸುತ್ತಾನೆ. മടക്കി വിളിക്കുന്ന അപ്പന്റെ സ്നേഹം ഇതിനകത്ത് ഒഴുകുക. ಆಮೇಲೆ ಹಿಂದಿರುಗಿಸಿ ಕರೆಯುವಂತ ಅಪ್ಪನ ಪ್ರೀತಿ ನಿನ್ನನ್ನು ಮತ್ತೆ ಕರೆಯುತ್ತಾ ಇದೆ. മടക്കി വിളിക്കുന്ന അപ്പൻ, ಆಮೇಲೆ ಹಿಂದಿರುಗಿಸಿ ಕರೆಯುವಂತ ತಂದೆ. ಹಲ್ಲೆಲೂಯಾ. വളരാൻ ഉള്ള ഇടമാണിത്. ಇದು ಜೀವಿಸುವುದಕ್ಕೆ ಇರುವಂತಹ ಸ್ಥಳವಾಗಿದೆ ಇದು. അതിന് സ്വർഗ്ഗം നമ്മെ അനുവദിക്കും. ಅದಕ್ಕೆ ಪರಲೋಕ ನಮಗೆ ಅನುಮತಿ ಕೊಡುತ್ತದೆ. സ്വർഗ്ഗം നമ്മെ വിളിക്കുന്നു. ಪರಲೋಕ ಅದಕ್ಕಾಗಿ ನಮ್ಮನ್ನು ಕರೆಯುತ್ತಾ ಇದೆ. കുറ്റബോധങ്ങളൊക്കെ ഒരു സൈഡിൽ മാറ്റി വെക്കാം. ನಮ್ಮ ತಪ್ಪಿನ ಹರಿವನ್ನು ದೂರ ಮಾಡಿಡೋಣ. നമ്മുടെ ദൈവത്തോട് നമ്മെ ഏറ്റവും അധികം മാറ്റിവെക്കുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട്. ದೇವರು ನಮ್ಮನ್ನು ಅಗಲಿಸುವಂತ ದೊಡ್ಡ ಅನೇಕ ವಿಚಾರಗಳಿವೆ. അതിൽ ഒന്നാണ് നമ്മൾ ഉയർത്തി വെച്ച നമ്മുടെ ചിന്തയുടെ ബാരിയറുകൾ. ಅದರಲ್ಲಿ ಒಂದಾಗಿದೆ ನಾವೇ ಎತ್ತಿಡಿದುಕೊಂಡಿರುವಂತ ನಮ್ಮ ಚಿಂತೆಗಳು. മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വെച്ച പരിധികൾ. ಮನುಷ್ಯನ ನಮ್ಮ ಮುಂದೆ ಇಟ್ಟಿರುವಂತ ಪರಿಮಿತಿಗಳು. നമ്മൾ പറയും ഇത്രയൊക്കെ ಆಗത്തുള്ളൂ, ಇಷ್ಟೆಲ್ಲ ನಮಗೆ ಬೆಳೆಯುವುದಕ್ಕೆ ಸಾಧ್ಯ, അപ്പുറത്തേക്ക് പോവില്ല, ಇದಕ್ಕೆ ದಾಟಿ ನಮಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. തമ്പുരാന് നമ്മളോട് ഹൃദയം തുറന്ന് സംവദിക്കാൻ ദൈവത്തിന് ഇഷ്ടം. ಅದೇ ತಂದೆಯು ತನ್ನ ಹೃದಯವನ್ನು ತೆರೆದು ಮಾತನಾಡಲಿಕ್ಕೆ ಆತನು ಇಷ್ಟಪಡ್ತಾ ಇದ್ದಾನೆ. കഴിഞ്ഞ രാത്രിയോട് ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഒറ്റ എൻകൗണ്ടർ മതി നിങ്ങളുടെ ഈ പ്രജുഡിസ് മാറും. ಆಮೇಲೆ ಇವತ್ತು ರಾತ್ರಿ ನನಗೆ ದೇವರಾತ್ಮನ ಹೇಳುವಂತ ಒಂದು ವಿಚಾರವದೆ, ಒಂದು ಸಂದರ್ಶನ ಸಾಕು ನಿಮ್ಮ ಜೀವಿತ ಬದಲಾಗುವುದಕ್ಕೆ. ഒറ്റ എൻകൗണ്ടർ കൊണ്ട് നിങ്ങളുടെ ഈ പ്രജുഡിസ് മാറും. ಆಮೇಲೆ ನಿನ್ನ ಒಂದೇ ಒಂದು ಸಂದರ್ಶನದ ಮುಖಾಂತರ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಬದಲಾವಣೆ ಉಂಟಾಗ್ತದೆ. അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇതുവരെ കണ്ട മനുഷ്യനെ പോലെ ಅಲ್ಲ എന്റെ അപ്പൻ. ಆಮೇಲೆ ಆದ್ದರಿಂದ ನಿನಗೆ ಗೊತ್ತಾಗುತ್ತದೆ, ಇವತ್ತಿನವರೆಗೂ ಕಂಡ ಆದಂತ ಮನುಷ್ಯನಲ್ಲ ನನ್ನ ತಂದೆಯು. തള്ളിക്കളഞ്ഞ പത്രോസിനെ പെന്തക്കോസ്തി നിർത്താൻ, അവിടെ പ്രസംഗിക്കാൻ അവന് കൃപ നൽകിയത് ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ തിരുഹൃദയവും. ಆಮೇಲೆ ತಳ್ಳಿಬಿಡುವಂತ ಪೇತ್ರನನ್ನ ಪೆಂತೆಕೋಸ್ತಿನ ದಿನದಲ್ಲಿ ಎದ್ದು ನಿಲ್ಲಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾದದ್ದು ಆತನ ಕೃಪೆಯು ಆತನ ಆಲೋಚನೆಯೂ ಆಗಿದೆ. ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി സമർപ്പിക്കുമോ? ಒಂದು ಬೆಳವಣಿಗೆಗಾಗಿ ಇವತ್ತು ರಾತ್ರಿ ನಿಮ್ಮನ್ನು ಒಪ್ಪಿಸುತ್ತೀರೋ? സ്വർഗ്ഗം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം. ಸ್ವರ್ಗವು ನಮಗಾಗಿ ಕಾರ್ಯ ಮಾಡುತ್ತದೆ. രണ്ടാമത്തേതിലേക്ക് വരിക. ಎರಡನೇ ವಿಚಾರಕ್ಕೆ ಬರ್ತೇನೆ. അതാണ് കൃപയിലുള്ള വളർച്ച. ಅದೇ ಆಗಿದೆ ಕೃಪೆಯ ಬೆಳವಣಿಗೆ. രണ്ടാമത് നമ്മൾ വളരേണ്ടത് ദൈവത്തിന്റെ കൃപയിലാണ്. ಎರಡನೇದಾಗಿ ನಾವು ಬೆಳೆಯಬೇಕಾದದ್ದು ದೇವರ ಕೃಪೆಯಲ್ಲಿ. വളരുക എന്നത് ദൈവത്തിന്റെ ഹൃദയമാണ്. ಆಮೇಲೆ ನಾವು ಬೆಳೆಯಬೇಕಾದ ದೇವರ ಹೃದಯವಾಗಿದೆ. വളരുക എന്നത് ദൈവത്തിന്റെ ഹൃദയമാണ്. ಬೆಳೆಸಬೇಕಾದ ದೇವರ ಹೃದಯವನ್ನ കർത്താവ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് വളർച്ചയ്ക്ക് വേണ്ടിയാ. ನಾವು ಅಧಿಕವಾಗಿ ಇಷ್ಟಪಡುವಂತದ್ದು ನಮ್ಮ ಬೆಳವಣಿಗೆಗಾಗಿ ಆಗಿದೆ. അപ്പം കൊടുത്തപ്പോൾ യേശു പറഞ്ഞ അപ്പം കൊണ്ട് നിൽക്കരുത്. അപ്പം കൊടുത്ത യേശു പറഞ്ഞ അപ്പം കൊണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് നിൽക്കരുത്. ರೊಟ್ಟಿ ಕೊಟ್ಟಂತ ಯೇಸು ಹೇಳಿದ ರೊಟ್ಟಿಯಲ್ಲಿ ನಿಮ್ಮ ದೃಷ್ಟಿಯು ನಿಲ್ಲಬಾರದು. നശിച്ചു പോകുന്ന അപ്പത്തിനു വേണ്ടിയല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനു വേണ്ടി പരിശ്രമിക്കണം. ಆಮೇಲೆ ನಾಶವಾಗುವಂತ ರೊಟ್ಟಿಗಾಗಿ ಅಲ್ಲ, ನಿತ್ಯ ಜೀವಿತ ಕಡೆಗೆ ನಡೆಸುವಂತ ಆಹಾರಕ್ಕಾಗಿ ನಾವು ಆಸಕ್ತಿ ಉಳ್ಳವರಾಗಿರಬೇಕು. എന്ന് പറഞ്ഞ അപ്പം കൊണ്ട് ആത്മീയത നിൽക്കരുത്. ರೊಟ್ಟಿಯಿಂದ ನಮ್ಮ ಆತ್ಮಿಕತೆಯು ನಿಲ್ಲಬಾರದು. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന അപ്പത്തെ നിങ്ങൾ കണ്ടെത്തണം. ಆಮೇಲೆ ನಿತ್ಯ ಜೀವಿತಕ್ಕೆ ಕೊಂಡೊಯ್ಯುವಂತ ಆ ರೊಟ್ಟಿಯಲ್ಲಿ ನಾವು ಆಶ್ರಯ ಉಳ್ಳವರಾಗಿರಬೇಕು. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ಅದಕ್ಕಾಗಿ ನಾವು ಕ್ರಿಯೆ ಮಾಡಬೇಕು. ಅದು ಮನುಷ್ಯപുത്രൻ നിങ്ങൾക്ക് തരും. ಅದು ಮನುಷ್ಯಪುತ್ರನಾದ ಕ್ರಿಸ್ತನು ನಮಗೆ ಕೊಡುತ್ತಾನೆ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഞാൻ ജീവന്റെ അപ്പമാണ്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു. ಆದುದರಿಂದ ಕರ್ತನು ಹೇಳ್ತಾನೆ, ನಾನು ಜೀವದ ರೊಟ್ಟಿಯಾಗಿದ್ದೇನೆ, ಅದು ನನ್ನನ್ನು ಸೇವಿಸುವವನು ನನ್ನ ಮುಖಾಂತರ ಜೀವಿಸುತ್ತಾನೆ. അപ്പമല്ല വിഷയം, അപ്പത്തിന്റെ പിൻപിലെ കാരണഭൂതനാണ് വിഷയം. ಅಪ್ಪ ರೊಟ್ಟಿಯಲ್ಲ ವಿಷಯ, ರೊಟ್ಟಿಗೆ ಕಾರಣವಾದ ಆತನಾಗಿದ್ದಾನೆ ವಿಷಯ. അതിന്റെ പേരാ വളർച്ച. ಅದರ ಮುಖಾಂತರವಾಗಿದೆ ಬೆಳವಣಿಗೆ. അപ്പത്തെ നീക്കുന്നെങ്കിൽ വളർന്നിട്ടില്ല. ಆ ರೊಟ್ಟಿಯಲ್ಲಿ ನಾವು ಆಶ್ರಯ ಬಿಟ್ಟರೆ ನಾವು ಬೆಳೆಯುವುದಿಲ್ಲ. പക്ഷെ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നെങ്കിൽ വളർച്ച നടന്നിട്ടുണ്ട്. ಆಮೇಲೆ ಹಾಲಲ್ಲಿ ನಿತ್ಯ ಜೀವಿತಕ್ಕೆ ಕೊಂಡೊಯ್ಯುವಂತ ಆಹಾರದಲ್ಲಿ ನೀವು ಆಶ್ರಯ ಬಿಡುವುದಾಗ ನಾವು ಬೆಳೆಯುವಂತವರಾಗಿರ್ತೇವೆ. അപ്പം കിട്ടിയാലേ നിങ്ങൾ നന്ദി പറയത്തുള്ളെങ്കിൽ വളർന്നിട്ടില്ല. ರೊಟ್ಟಿ ಸಿಕ್ಕಿದರೆ ಮಾತ್ರವೇ ನೀವು ಕೃತಜ್ಞತೆ ಹೇಳುವಂತನಾದರೆ ನೀನು ಬೆಳೆಯುವುದಿಲ್ಲ. എന്നാൽ അതിനപ്പുറത്തേക്ക് നിത്യജീവനിലേക്ക് നയിക്കുന്ന ഒരു സ്വർഗീയ അപ്പൻ എനിക്ക് ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് വന്ന നിങ്ങളിൽ വളർച്ച സംഭവിച്ചു. ಅದಕ್ಕೆ ಮೀರಿ ನಮ್ಮನ್ನ ಸ್ವರ್ಗದ ರಾಜ್ಯದೆಡೆಗೆ ನಡೆಸುವಂತ ಮತ್ತೊಂದು ರೊಟ್ಟಿ ಇದೆ ಎಂಬುದಾದಂತ ತಿಳಿದುಕೊಂಡ್ರೆ ನಿಮ್ಮನ್ನ ನೀವು ಜಯ ಹೊಂದಿಕೊಳ್ಳುತ್ತೀರಿ. കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരട്ടെ. ನಮ್ಮ ದೃಷ್ಟಿಕೋನಕ್ಕೆ ಬದಲಾವಣೆ ಆಗಲಿ. കാണുന്ന കണ്ണുകൾക്ക് മാറ്റം വരട്ടെ. ನಾವು ನೋಡುವಂತ ಕಣ್ಣಿಗೆ ಬದಲಾವಣೆ ಉಂಟಾಗಲಿ. വിഷയം
നിത്യജീവനാണ് വിഷയം. ಆಮೆನ್. ರೊಟ್ಟಿಯಲ್ಲ ನಮ್ಮ ವಿಚಾರ, ನಿತ್ಯ ಜೀವವಾಗಿದೆ ನನ್ನ ವಿಷಯ. അപ്പമല്ല വിഷയം, നിത്യജീവനാണ് വിഷയം. ರೊಟ್ಟಿಯಲ್ಲ ನನ್ನ ವಿಷಯ, ನಿತ್ಯ ಜೀವವಾಗಿದೆ ನನ್ನ ವಿಷಯ. കാഴ്ചയല്ല വിഷയം, ജീവന്റെ വെളിച്ചമാണ് വിഷയം. ಆಮೆನ್. ನನ್ನ ದೃಷ್ಟಿಯಲ್ಲ ವಿಚಾರ, ಜೀವಿತದ ಬೆಳಕಾಗಿದೆ ನನ್ನ ವಿಷಯ. മരിച്ചവനെ ഉയർക്കുന്നതല്ല വിഷയം, പുനരുത്ഥാനവും ജീവനുമായ യേശുവാണ് വിഷയം. ಆಮೆನ್. ಮರಣ ಹೊಂದಿದವನು ಮೃತ್ಯುಂಜಯನ ಮರಣ ಹೊಂದಿದವನು ಎದ್ದು ಬಂದದಲ್ಲ ವಿಚಾರ, ಆ ಪುನರುತ್ಥಾನ ಹೊಂದಿದ ಆತನಾಗಿದ್ದಾನೆ ನಮ್ಮ ವಿಷಯ. ലാസറിനെ പുറത്തു വരുന്നതിന് മുമ്പ് യേശു പറഞ്ഞു കഴിഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ಆಮೆನ್. ಲಾಸರನು ಕರೆದ ಆತ್ಮಲೇ ಆತನು ಹೊರಗೆ ಬಂದಾಗ ಕರ್ತನು ಹೇಳುವಂತ ವಿಚಾರವಾದ, ನಾನೇ ಪುನರುತ್ಥಾನವು ಜೀವನಾಗಿದ್ದಾನೆ, ನನ್ನಲ್ಲಿ ನಂಬುವವನು ಜೀವ ಮರಣ ಹೊಂದಿದರೂ ಜೀವಿಸುತ್ತಾನೆ. 4 ദിവസം നാറ്റം വെച്ചവനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ? യേശുവിന്റെ അധികാരത്തിന് കഴിയും. ಆಮೆನ್. ಯೇಸು ದೇವರ ಸನ್ನಿಧಾನವನ್ನು ಸಮರ್ಪಿಸುವ ಸಾಧ್ಯವೋ? ಆಮೆನ್. ಆತನ ಅಧಿಕಾರದಿಂದ ಸಾಧ್ಯವಾಗ್ತದೆ. എന്നാൽ അതിനേക്കാൾ വലുതാണ് ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുകയും അവരെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ഒരു ജീവന്റെ ദാതാവുണ്ട്. മനുഷ്യനನ್ನು ನ್ಯಾಯ ವಿಧಿಸುವಂತದ್ದು, ಆತನ ಹಿಂದಿರುಗಿ ತೆಗೆದುವಂತ ಒಬ್ಬ ಜೀವಿತದ ಅಧಿಕಾರವುಳ್ಳುವಂತ ನಾಯಕನಿದ್ದಾನೆ. അപ്പൊ എന്തിനാണ് കണ്ണു തുറക്കണ്ടേ? ಯಾವ ರೀತಿಯಲ್ಲಿ ನಾವು ನೋಡಬೇಕು? ഒരപ്പത്തിന് വേണ്ടിയല്ല, ಒಂದು ರೊಟ್ಟಿಗೆ ಮಾತ್ರವಾಗಿ ಅಲ್ಲ, ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ಅವಶ್ಯಕತೆಗಳಿಗಾಗಿ ಮಾತ್ರವಲ್ಲ. ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് ദൈവത്തിന് ഏറ്റവും ചെറുതാട്ടോ. ಅವಶ್ಯಕತೆಗಳನ್ನು ನೆರವೇರಿಸುವಂತ ದೇವರಿಗೆ ಸಣ್ಣ ಕಾರ್ಯವಾಗಿದೆ. എന്നാൽ നിങ്ങൾ നിത്യതയിൽ എത്തുക എന്നത് ദൈവത്തിന് വലുതാട്ടോ. ಆಮೆನ್. ನೀವು ನಿತ್ಯತೆಗೋಸ್ಕರ ಎಷ್ಟು ಆಗ್ರಹಿಸ್ತಾರೋ ಅದು ದೇವರಿಗೆ ದೊಡ್ಡದಾದಂತದ್ದು. എന്റെ വളർച്ചയുടെ ഒറ്റ വാക്ക് പറയാം, ನಮ್ಮ ಬೆಳವಣಿಗೆಯಲ್ಲಿ ಒಂದು ವಿಚಾರ ಹೇಳ್ತೇನೆ. ദൈവം വലുതായി കാണുന്നതിനെ നാം വലുതായി കാണുന്നതാണ് വളർച്ച. ನಾವು ದೇವರು ದೊಡ್ಡದಾಗಿ ಕಾಣುವುದನ್ನು ನಾವು ದೊಡ್ಡದಾಗಿ ಕಾಣುವಂತದ್ದಾಗಿದೆ ನಮ್ಮ ಬೆಳವಣಿಗೆ. ദൈവം ചെറുതായി കാണുന്നതിനെ ഞാൻ ചെറുതായി കാണുന്നതാണ് വളർച്ച. ನಾನು ದೇವರು ಸಣ್ಣದಾಗಿ ಕಾಣುವಂತದ್ದು ನಾನು ಸಣ್ಣದಾಗಿ ಕಾಣುವಂತದ್ದಾಗಿದೆ ನಮ್ಮ ಬೆಳವಣಿಗೆ. പക്ഷെ പിശാചന്റെ മനസ്സിൽ എപ്പോഴും ഇട്ടു തരുന്നത്, ಸೈತಾನ್ ನಮ್ಮ ಮನಸ್ಸಿನಲ್ಲಿ ಬೋಧಿಸುವಂತದ್ದು, ദൈവം വലുതായി കാണുന്നതിനെ എന്നെ കൊണ്ട് ചെറുതായി കാണിക്കും. ದೇವರು ದೊಡ್ಡದಾಗಿ ನೋಡುವಂತದ್ದನ್ನ ನನ್ನ ಮುಖಾಂತರವಾಗಿ ಸಣ್ಣದಾಗಿ ತೋರಿಸುತ್ತಾನೆ. ദൈവം പ്രാധാന്യം കുറച്ച് കാണുന്നതിന് എനിക്ക് ഭയങ്കര പ്രാധാന്യം തരും. ദൈവം പ്രാധാന്യം കുറച്ച് കാണുന്നതിനെ എന്റെ ഉള്ളിൽ ഭയങ്കര പ്രാധാന്യം തരും. ಆಮೇಲೆ ನಾನು ದೇವರು ಆಡುವುದಕ್ಕಾಗಿ ಕೊಡುವಂತವನು ನನ್ನ ಮುಂದೆ ದೊಡ್ಡದಾಗಿ ಕಾಣ್ತೇವೆ എന്ന് പറഞ്ഞ ദൈവം ചെറുതായി കാണുന്നത് എന്റെ മനസ്സിൽ വലുതായി തോന്നിയെങ്കിൽ എവിടെയോ വളർച്ച നടന്നിട്ടില്ല. ಆಮೇಲೆ ದೇವರು ಸಣ್ಣದಾಗಿ ಕಾಣುವಂತದನ್ನ ನಾವು ದೊಡ್ಡದಾಗಿ ಕಾಣುವುದಾದರೆ ನಮ್ಮ ಮುಂದೆ ಎಲ್ಲೋ ಆಮೇಲೆ ದೇವರಲ್ಲಿ ಸೋತು ಹೋಗುತ್ತಾ ಇದ್ದೇವೆ. പ്രാർത്ഥിക്കാം, കർത്താവേ അതിനുള്ളൊരു കണ്ണ് എനിക്ക് തുറന്നു തരണം. ಆಮೇಲೆ ಅದಕ್ಕಿರುವಂತ ಒಂದು ಕಣ್ಣನ್ನು ನನಗಾಗಿ ತೆರೆದು ദൈവം വലുതായി കാണുന്നതിനെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ എന്റെ കണ്ണ് തുറക്കണം. ಆಮೇಲೆ ದೇವರು ದೊಡ್ಡದಾಗಿ ಕಾಣುವಂತದನ್ನ ಸರಿಯಾಗಿ ನೋಡುವಂತೆ ನನ್ನ ಕಣ್ಣನ್ನು ಅದಕ್ಕೆ ಕನೆಕ್ಟ್ ಮಾಡ್ರಿ. കർത്താവിന്റെ ഹൃദയം അറിയാൻ എന്നെ സഹായിക്കണം. ದೇವರ ನಿನ್ನ ಹೃದಯವನ್ನು ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕೆ ನನಗೆ ಸಹಾಯ ಮಾಡು. ദൈവത്തിന്റെ ഹൃദയത്തിനൊപ്പം ചലിക്കാൻ എന്നെ സഹായിക്കണം. ದೇವರ ಹೃದಯದೊಂದಿಗೆ ಚಲನವ ನಡೆಯುವುದಕ್ಕೆ ನನಗೆ ಸಹಾಯ ಮಾಡು. അവിടെയാണ് വളർച്ച സംഭവിക്കുന്നത്. ಅಲ್ಲಿ ಆಗಿದೆ ನಮ್ಮ ಬೆಳವಣಿಗೆ ಸಂಭವಿಸುವಂತದ್ದು. രണ്ടാമത്തേതിലേക്ക് വരിക, ಎರಡನೇ ವಿಚಾರಕ್ಕೆ ಬರ್ತೇನೆ. അതിന്റെ പേരാണ് കൃപയിൽ വളരണം. ಆಮೇಲೆ ನಾವು ಕೃಪೆಯಲ್ಲಿ ಬೆಳೆಯಬೇಕು. എന്റെ പ്രിയരെ, ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് സ്വർഗത്തിന്റെ പദ്ധതിയാണ് കൃപയിലുള്ള വളർച്ച. ನಾ ದೇವರ ಕೃಪೆ ಕಾರ್ಯಗಳ ಸಂಬಂಧಪಟ್ಟಾಗಿ ದೇವರ ಮಗನು ದೇವರ ಕೃಪೆಯಲ್ಲಿ ಬೆಳೆಯಬೇಕು ಎಂಬುದೇ ಆಸೆ. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിനകത്ത് വളരുന്ന എല്ലാവർക്കും സ്വർഗം നൽകുന്ന ഉറപ്പാണ് ദൈവ കൃപയുടെ വളർച്ച. ದೇವರ ಪರಿಜ್ಞಾನದಲ್ಲಿ ಬೆಳೆಯುವಂತ ಒಬ್ಬೊಬ್ಬರಿಗೂ ಸಹ ಕೊಡುವಂತ ಒಂದು ಕಾರ್ಯವಾಗಿದೆ ದೇವರ ಕೃಪೆಯ ಬೆಳವಣಿಗೆ. ഈ കൃപയുടെ പ്രത്യേകത ഞാൻ പറയാം. ಕೃಪೆಯ ಪ್ರತ್ಯೇಕತೆ ನಾನು ಹೇಳ್ತೇನೆ. ഇതൊരു ഹൈപ്പോത്തിസിസ് അല്ല, ಇವರ ಹೈಪೋಥಿಸಿಸ್ ಅಲ್ಲ, ഇത് ഒരു പ്രബന്ധമല്ല, ಇದೊಂದು ಪ್ರಾರಂಭವಲ್ಲ, ഇതൊരു പ്രസംഗ വിഷയമല്ല, ಇದೊಂದು ಪ್ರಸಂಗ ವಿಚಾರವಲ್ಲ, ഇതൊരു പാട്ടല്ല, ಇದೊಂದು ಹಾಡಲ್ಲ. ഇത് അനുഭവിക്കാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ കൃപ. ಇದನ್ನು ಅನುಭವಿಸುವುದಕ್ಕೆ ಹೇಳುವಂತದ್ದಾಗಿದೆ ದೇವರ ಕೃಪೆ. കൃപ ഒരിക്കലായി പ്രവർത്തിക്കുന്നതല്ല, കൃപ സജീവമായി തുടരുന്നതാണ്. ಆಮೇಲೆ ಕೃಪೆಯು ಒಂದು ಆವರ್ತಿ ಕಾರ್ಯ ಮಾಡುವಂತದ್ದಲ್ಲ, ಸಜೀವವಾಗಿ ಯಾವಾಗಲೂ ಕ್ರಿಯೆ ಮಾಡುವಂತದ್ದಾಗಿರ್ತದೆ. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ ഈ എക്സിസ്റ്റൻസിനെ ആഴത്തിൽ തിരിച്ചറിയുന്ന ഒരു ഘടകമാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ಆಮೇಲೆ ದೇವರ ಕಾರ್ಯಗಳನ್ನ ಯಥಾರ್ಥವಾಗಿ ಆಳವಾಗಿ ಅರ್ಥೈಸಿಕೊಳ್ಳುವಂತದ್ದಾಗಿದೆ ದೇವರ ಕೃಪೆ ಎಂಬುದಾಗಿ ഈ ಹೇಳುವಂತದ್ದು. കൃപയിൽ വളരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. ಆಮೇಲೆ ಕೃಪೆಯಲ್ಲಿ ಬೆಳೆಯುವಂತದ್ದು ಎಂಬುದಾಗಿ ಹೇಳುವುದು ನಮ್ಮ ಆತ್ಮಿಕ ಜೀವಿತದ അസ്ഥിവാരವಾಗಿದೆ. നമ്മൾ ഉയർക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ചലിക്കുന്നതും നമ്മൾ മടങ്ങി വരുന്നതും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നതും ഒറ്റ വാക്കയുള്ള അതിന്റെ പേരാ ദൈവത്തിന്റെ കൃപ. ನಾವು ಬೆಳೆಯುವಂತದ್ದು, ನಾವು ನಡೆಯುವಂತದ್ದು, ನಾವು ಮಾಡುವಂತ ಎಲ್ಲಾ ಕಾರ್ಯಗಳು ನಡೆಯುವಂತದ್ದು ದೇವರ ಕೃಪೆಯಿಂದಾಗಿದೆ.
ശരിക്കും അതിന്റെ ഡെഫിനിഷൻ ഏറ്റവും കൃത്യമായിട്ട് നൽകിയ ആള് പൗലോസാ. ಅದರ ಡೆಫಿನೇಷನ್ ಅನ್ನು ವ್ಯಕ್ತವಾಗಿ ಬರೆದಿರುವಂತದ್ದು ಪೌಲನಾಗಿದ್ದಾನೆ. നമ്മുടെ രക്ഷയ്ക്കകത്ത് കൃപ വ്യാപരിച്ചു. ನಮ್ಮ ರಕ್ಷಣೆಯಲ್ಲಿ ಆತನ ಕೃಪೆ ವ್ಯಾಪಿಸಿತು. ഓരോ ദിവസവും ജീവിക്കുന്നതിനകത്ത് കൃപ വ്യാപരിക്കുന്നു. ಒಂದೊಂದು ದಿವಸವೂ ಜೀವಿಸುವವರ ಮಧ್ಯದಲ್ಲಿ ಆ ಕೃಪೆ ವ್ಯಾಪಿಸುತ್ತಲೇ ಇತ್ತು. പുറകോട്ട് ലൈഫിനകത്ത് നോക്കിയാൽ മതി, ചിലതൊന്നും നമ്മൾ കഠിനമെന്ന് ചിന്തിച്ചത് കഠിനമായി തോന്നാഞ്ഞതിന്റെ പിൻപിലെ കാരണം കൃപയാണ്. ಆಮೇಲೆ ನಾವು ಜೀವಿತದ ಹಿಂದಿರುಗಿ ನೋಡುವಾಗ ಕಠಿಣವಾಗಿ ಚಿಂತಿಸಿದ್ದು ಕಠಿಣವಾಗಿ ತೋಚದೇ ಇದ್ದಂಥದ್ದು ಆತನ ಕೃಪೆಯಾಗಿದೆ. ലൈഫിനകത്തെ അതിജീവനത്തിന്റെ പേര് കൃപയാ. ಆಮೇಲೆ ಜೀವಿತದಲ್ಲಿ ಜಯ ಹೊಂದುವುದಕ್ಕೆ ಕಾರಣವಾದದ್ದು ಕೃಪೆಯಾಗಿದೆ. കാരണം ഈ കൃപയിൽ ഒരുവൻ വളർന്നു കഴിഞ്ഞാൽ, ಕೃಪೆಯಲ್ಲಿ ಒಬ್ಬನು ಬೆಳೆದು ಬಂದರೆ അവന് വെളിപ്പെടുന്ന ഒരു ദൈവഹൃദയമുണ്ട്. ಆತನಲ್ಲಿ ಪ್ರಕಟವಾಗುವಂತ ದೇವರ ಕಾರ್ಯವದೆ. പൗലോസിന്റെ ലൈഫിനെ നമ്മൾ നോക്കിക്കേ. ಪೌಲನ ಜೀವನವನ್ನು ನಾವು ನೋಡುವುದಾದರೆ പൗലോസ് ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്. ಪೌಲನಲ್ಲಿ ಒಂದು ಶಕ್ತಿ ಇದೆ. തന്നെ ഏറ്റവും ബാധിച്ച ഒന്ന് തന്നെ വിട്ടുമാറാൻ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. ತನ್ನನ್ನು ಬಾಧಿಸುತ್ತಾ ಇದ್ದಂತ ಒಂದು ಆತನ ಬಿಟ್ಟು ಹೋಗಬೇಕೆಂಬುದಾಗಿ ಪ್ರಾರ್ಥಿಸಿದ. ശാരീരികമെന്ന് പറയുന്നുണ്ട്, ಅದು ಶಾರೀರಿಕವಾದಂತ ವಿಚಾರವಾಗಿದೆ. അത് മാനസികമെന്ന് പറയുന്നുണ്ട്, ಅದನ್ನು ಮಾನಸಿಕವಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. അത് ശുശ്രൂഷപരമെന്ന് പറയുന്നവരുണ്ട്. ಆದರೆ ಸೇವಾಪರವಾಗಿರುವಂತದ್ದಾಗಿದೆ. പൗലോസ് എന്ന മനുഷ്യൻ ഒരു കാര്യത്തിനു വേണ്ടി അമിതമായി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ആളല്ല. ಆಮೇಲೆ ಒಂದು ವಿಚಾರಕ್ಕಾಗಿ ಹಿಡಿದಿಟ್ಟು ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತ ವ್ಯಕ್ತಿಯಲ್ಲ ಪೌಲನು. തന്റെ വിഷയത്തിനു വേണ്ടി, ತನ್ನ ವಿಚಾರಕ್ಕಾಗಿ, താൻ ചെല്ലുന്ന ദേശത്തിനു വേണ്ടി പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ಆಮೇಲೆ ನಾನು ಹೋದಂತ ದೇಶಕ್ಕಾಗಿ ಹಿಡಿದಿಟ್ಟು ಪ್ರಾರ್ಥನೆ ಮಾಡಿದವನಾಗಿದ್ದಾನೆ ಪೌಲನು. തന്റെ വിശ്വാസ സമൂഹം ശക്തരാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ತನ್ನ ನಂಬಿಕೆಯಲ್ಲಿ ಬಂದಂತವರೆಲ್ಲರೂ ಸಹ ಶಕ್ತರಾಗಿರಬೇಕೆಂಬುದಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದವನಾಗಿದ್ದಾನೆ ಪೌಲನು. പക്ഷെ ദൈവത്തിന്റെ ചെറിയൊരു അരുളപ്പാട് പോലും പൗലോസിന് സെൻസ് ചെയ്യാൻ പറ്റും. ಆಮೇಲೆ ದೇವರ ಒಂದೊಂದು ಆಲೋಚನೆಯನ್ನು ಸಹ ಪೌಲನಿಗೆ ಕಾರ್ಯನಿರ್ವಹಿಸುವುದಕ್ಕೆ ಸಾಧ್ಯ. പക്ഷെ സ്വന്തം കാര്യം വന്ന ഒരിടത്ത് പൗലോസിന് അത് പറ്റിയില്ല. ಆದರೆ ಸ್ವಂತ ವಿಚಾರಕ್ಕೆ ಬಂದಾಗ ಒಂದು ವಿಚಾರದಲ್ಲಿ ಪೌಲನಿಗೆ ಅದು ಸಾಧ್ಯವಾಗಲಿಲ್ಲ. കാരണം അത് തന്നെ അത്രയ്ക്ക് ബാധിച്ചതാ. ಅದು ಆತನಿಗೆ ಅಷ್ಟು ನೋವನ್ನು ತಂದಿತ್ತು. അത് തന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടിച്ചതാ. ಅದು ಅಷ್ಟು ಸಮಸ್ಯೆಗೆ ಒಳಪಡಿಸಿತು. എന്റെ പ്രിയരെ, നമ്മൾ എത്ര ശക്തരാണെങ്കിലും, ನಾವೆಷ್ಟು ಪ್ರಿಯರೇ, ನಾವೆಷ್ಟು ಬಲವಂತರಾಗಿದ್ದರು, വ്യക്തിപരമായ വിഷയം വരുമ്പോഴേ നമ്മുടെ യഥാർത്ഥ ധൈര്യവും യഥാർത്ഥ ഭക്തിയും പുറത്തു വരത്തുള്ളൂ. ಆಮೇಲೆ ನಾವು ವೈಯಕ್ತಿಕವಾದಂತ ವಿಚಾರಗಳು ಬರುವಾಗಲೇ ನಮ್ಮ ನಂಬಿಕೆಯು, ನಮ್ಮ ಎಡೆ ಹೋಗುವಂತ ಧೈರ್ಯವು, ನಂಬಿಕೆಯು ನಮ್ಮ ಹೊರಗೆ ಬರುವಂತದ್ದು. ഞാൻ എപ്പോഴും പറയും, പ്രസംഗിച്ചു വിടാൻ ഭയങ്കര എളുപ്പ. ಸಂದೇಶ ಕೊಟ್ಟು ಹೋಗ್ಲಿಕ್ಕೆ ಬಹಳ ಸರಳ. പക്ഷെ പ്രസംഗിച്ച് വിട്ടത് നാളെ ജീവിതത്തിനകത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് കാല് വെക്കുക എന്ന് പറഞ്ഞാൽ അല്പം പാടാം. ಪ್ರಸಂಗ ಮಾಡಿ ಸಿಗದೇ ಇರುವಂತ ವಿಚಾರಗಳು ಜೀವಿತದಲ್ಲಿ ಇರುವಾಗ ಅದರಲ್ಲಿ ಮುಂದೆ ಸಾಗುವುದಕ್ಕೆ ಬಹಳ ಕಷ್ಟ. കൃപയെ പറ്റി പാട്ടെഴുതുന്നതിനേക്കാൾ കട്ടിയാണ് ജീവിതത്തിൽ കൃപയെ അനുഭവിക്കുന്നത്. ಆ ಕೃಪೆ ಕುರಿತಾಗಿ ಹಾಡು ಹೇಳುವುದಕ್ಕೆ, ಬರೆಯುವುದಕ್ಕಿಂತ ಕಷ್ಟವಾಗಿದೆ ಕೃಪೆಯಲ್ಲಿ ಜೀವಿಸುವಂತದ್ದು. പൗലോസ് പറഞ്ഞു, മാറണം എനിക്കത്. ಪೌಲನೇ ಹೇಳಿದನು, ಅದನ್ನ ತೆಗೆದು ಬಿಡು ಎಂಬುದಾಗಿ. ദൈവം ഞാൻ വിശ്വസിക്കുന്നത് മൂന്നാം പ്രാവശ്യം അല്ല ദൈവം നോ പറഞ്ഞേ. ಆ ಮೂರನೇ ಸಲವಲ್ಲ ಪೌಲನಿಗೆ ದೇವರು ನೋ ಎಂಬುದಾಗಿ ಹೇಳಿದ. ഞാൻ വിശ്വസിക്കുന്നത് ഒന്നാം പ്രാവശ്യമേ ദൈവം പറഞ്ഞു കാണും, പൗലോസ ഇതിന്റെ മറുപടി നോയാ. ಆಮೇಲೆ ಪೌಲನ ಮೊದಲನೇ ಸಲಹೆ ದೇವರು ಒಂದು ಉತ್ತರವನ್ನು ಕೊಟ್ಟರು. പക്ഷെ പൗലോസിനെ അതുപോലെ ബാധിച്ചത് കൊണ്ട് പൗലോസ് അത് പ്രാർത്ഥിച്ചു, ഇല്ല കർത്താവേ, എനിക്ക് അത് മാറിയേ പറ്റൂ. രണ്ടാം പ്രാവശ്യം. ಆಮೇಲೆ ಎರಡನೇ ಸಲ ಆತನು ಪ್ರಾರ್ಥಿಸುತ್ತಾ ಇದ್ದಾನೆ, ದೇವರ ನನ್ನಿಂದ ಅದನ್ನು ತೆಗೆದು ಬಿಡು ಎಂಬುದಾಗಿ ಖಂಡಿತವಾಗಿ ಹಿಡಿದು ಪ್ರಾರ್ಥಿಸುತ್ತಾ ಇದ್ದಾನೆ. മറുപടി നോയാ. ಆ ದೇವರ ಉತ್ತರವು ಇಲ್ಲ ಎಂಬುದಾಗಿ മൂന്നാം പ്രാവശ്യവും പ്രാർത്ഥിച്ചു. ಮೂರನೇ ಸಲ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ. ദൈവത്തിന്റെ മറുപടി നോയാ. ಮೂರನೇ ಸಲವೂ ಇಲ್ಲ ಎಂಬುದಾಗಿ. ഞാൻ പറയും, എപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ ആലോചനപ്പെടുത്തുന്ന ഒന്നാ ദൈവത്തിന്റെ നോ. ಆಮೇಲೆ ಅನೇಕ ವಿಚಾರಗಳಲ್ಲಿ ನಾವು ನೋವುಕೊಂಡು ಪ್ರಾರ್ಥಿಸುವಾಗ ಕೆಲವು ಉತ್ತರವು ನೋ ಆಗಿರಬಹುದು. ചില നോ നമ്മെ ഇറിറ്റേറ്റ് ചെയ്യും. ನಾವು ಕೆಲವು ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು ನಮಗೆ ಹೆರಿಟೇಟ್ ಮಾಡುವಂತದ್ದಾಗಿದೆ. ചില നോ നമ്മെ ഫ്രസ്ട്രേറ്റ് ചെയ്യും. ನಮ್ಮನ್ನ ಕೆಲವು ನೋ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ನಮಗೆ ನೋವಿಗೆ ಒಳಪಡಿಸುತ್ತದೆ. ചില നോ നമ്മെ മടിപ്പിക്കും. ಕೆಲವು ನೋ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು ನಮ್ಮನ್ನ ಸೋಲಿಸುತ್ತದೆ. ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം. ಆದರೆ ವ್ಯಕ್ತವಾಗಿ ಒಂದು ವಿಚಾರ ಹೇಳ್ತೇನೆ. സ്പിരിച്വൽ ലൈഫിനകത്ത് ദൈവം അനുവദിക്കുന്ന ഒത്തിരി നോ ഉണ്ട്. ಆತ್ಮಿಕ ಜೀವಿತದಲ್ಲಿ ದೇವರು ಅನುಮತಿಸುವಂತ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಅನೇಕ ವಿಚಾರಗಳಿದೆ. അത് ഏറ്റവും വലിയ വെല്ലുവിളിയാ. ಅದಕ್ಕೆ ದೊಡ್ಡದಾದಂತದ್ದು ಸವಾಲಾಗಿದೆ. അത് ഏറ്റവും വലിയ വ്യക്തിപരമായ ചോദ്യവാ. ಅದು ವೈಯಕ್ತಿಕವಾದಂತ ಪ್ರಶ್ನೆಯಾಗಿದೆ. പുറത്തു പറയാതെ ഒറ്റയ്ക്ക് വെല്ലുവിളിയുമായിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ಒಳಗೆ ಹೊರಗೆ ಹೇಳಲಿಕ್ಕೆ ಆಗದೇ ಇರುವಂತ ಅನೇಕ ಸವಾಲುಗಳನ್ನು ಎದುರಿಸುವಂತವರು ಅನೇಕರಿದ್ದಾರೆ. എന്തിന് ഇതിനകത്ത് ദൈവം നോ പറഞ്ഞെന്ന ഉത്തരം ഇന്നു വരെ കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. ಆಮೇಲೆ ಇಂದಿನವರೆಗೂ ನೋ ಹೇಳಿದಂತ ವಿಚಾರಗಳಲ್ಲಿ ಉತ್ತರವು ಸಿಗದೇ ಇರುವಂತವರು ಅನೇಕರಿದ್ದಾರೆ. അതുകൊണ്ടാണ് പ്രവാചകനൊക്കെ നിൽക്കുക, ദൈവമേ നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്, ദൈവമേ നീ മൗനമായും സ്വസ്ഥമായും ഇരിക്കുന്നതെന്ത്. ಆಮೇಲೆ ದೇವರ ನೀನು ದೂರವಾಗಿ ನಿಂತು ಮೌನವಾಗಿ ಇರುವುದು ಏಕೆ ಎಂಬುದಾಗಿ ಪ್ರವಾದಿ ಹೇಳ್ತಾ ಇರುವುದಕ್ಕೆ ಕಾರಣವದೇ ಆಗಿದೆ. ചില ദൈവം ദൂരത്ത് നിൽക്കുന്നത്, ദൈവം മൗനമായിട്ടിരിക്കുന്നത് നമുക്ക് ഫ്രസ്ട്രേഷനാ. ಆಮೇಲೆ ದೇವರು ದೂರವಾಗಿರುವಂತದ್ದು, ಮೌನವಾಗಿರುವಂತದ್ದು ನಮಗೆ ಬಹಳ ದುಃಖ ತರುವಂತದ್ದಾಗಿದೆ. എന്ന പൗലോസിനോട് ദൈവം ഒന്ന് പറഞ്ഞു, ಆದರೆ
ಆದರೆ ಪೌಲನು ಒಂದು ವಿಚಾರವನ್ನು ಹೇಳಿದನು. പൗലോസേ നീ മുമ്പോട്ട് പോകും. ಪೌಲನೇ ನೀನು ಮುಂದಕ್ಕೆ ಹೋಗು. നീ മുമ്പോട്ട് ഓടും. ನೀನು ಮುಂದಕ್ಕೆ ಓಡು. നീ നിന്റെ ദൗത്യം പൂർത്തീകരിക്കും. ನಿನ್ನ ಕಾರ್ಯವನ್ನು ನೀನು ಪೂರ್ಣಗೊಳಿಸು. കാരണം ഞാൻ നിനക്ക് ഒന്ന് തരാൻ പോവാ. ನಾನು ನಿನಗೆ ಒಂದನ್ನು ಕೊಡುತ್ತೇನೆ. അതിന്റെ പേരാണ് കൃപ. ಅದರ ಹೆಸರಾಗಿದೆ ಕೃಪೆ. എന്റെ കൃപ നിനക്ക് മതി. ನನ್ನ ಕೃಪೆ ನಿನಗೆ ಸಾಕು. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ನನ್ನ ಬಲವು ಬಲಹೀನತೆಯಲ್ಲಿ ಬಲಪಡಿಸುವಂತದಾಗಿದೆ. നിന്റെ ചുറ്റും ബലഹീനതയുണ്ടെങ്കിൽ എന്റെ കൃപ അതിന്റെ മുകളിൽ നിൽക്കും. ನಿನ್ನ ಸುತ್ತಲೂ ಬಲಹೀನತೆ ಇರುವುದಾದರೆ ನನ್ನ ಕೃಪೆ ಅದರ ಮೇಲೆ ಇದೆ. ബലഹീനതയുടെ മീതെ വ്യാപരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. ಬಲಹೀನತೆಯರ ಮೇಲೆ ವ್ಯಾಪಿಸುವಂತದಾಗಿದೆ ದೇವರ ಕೃಪೆ. പരിമിതികളുടെ മുകളിൽ വ്യാപരിക്കുന്നതാണ് ദൈവകൃപ. ಆ ಪರಿಮಿತಿಯ ಮೇಲೆ ವ್ಯಾಪಿಸುವಂತದಾಗಿದೆ ದೇವರ ಕೃಪೆ. ഒരു നോയുടെ മുകളിൽ വ്യാപരിക്കുന്നതാണ് ദൈവകൃപ. ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಸ್ಥಳದಲ್ಲಿ ವ್ಯಾಪಿಸುವಂತದಾಗಿದೆ ದೇವರ ಕೃಪೆ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയത്തില്ല, പക്ഷെ നിങ്ങൾ കൃപയാൽ ജയിക്കും. ಆಮೆನ್. ನಿಮಗೆ ಒಬ್ಬಂಟಿಗರಾಗಿ ಜಯಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ, ಆದರೆ ಕೃಪೆಯಿಂದ ನಿನಗೆ ಜಯಿಸಬಹುದು. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ കൃപയാൽ. ಆಮೆನ್. ಯೇಸು ಜನರನ್ನು ನಂಬುತ್ತಾ ಇದ್ದೀರಾ? ನಾನು ಒಬ್ಬಂಟಿಗನಾಗಿ ಅಲ್ಲ, ಕೃಪೆಯಿಂದ. അതുകൊണ്ട് പൗലോസിന് ഉറപ്പുണ്ട് എന്റെ മുൻപോട്ടുള്ള ഗമനം കൃപയാലാ. ಆಮೆನ್. ಆಗ ಪೌಲನಿಗೆ ಒಂದು ದೃಢತೆ ಉಂಟಾಯಿತು, ನನ್ನ ಮುಂದೆ ಇರುವಂತಹ ಆಮೆನ್ ಮುಂದೆ ಹೋಗುವಂತದ್ದು ಕೃಪೆಯಿಂದಾಗಿದೆ. എപ്പോഴെങ്കിലും ഈ മനുഷ്യൻ ഈ വിഷയത്തിനകത്ത് ചോദ്യം ചെയ്യപ്പെട്ടോ? ಆಮೆನ್. ಯಾವತ್ತಾದ್ರೂ ಈ ವಿಚಾರದಲ್ಲಿ ಮತ್ತೆ ಆತನು ಪ್ರಶ್ನಿಸಿದಾನೋ? ഇല്ല. ಇಲ್ಲ. പൗലോസിനെ ഈ വിഷയത്തിനകത്ത് എവിടെയും ചോദ്യം ചെയ്തിട്ടില്ല. ಮತ್ತೆ ಆತನು ಈ ವಿಚಾರದಲ್ಲಿ ಪ್ರಶ್ನೆ ಮಾಡಲಿಲ್ಲ. കാരണം അതിന്റെ പേര് കൃപേന. ಅದರ ಹೆಸರು ಕಾರಣ ಅದರ ಹೆಸರು ಕೃಪೆಯಾಗಿದೆ. പിന്നീട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ എഴുതിയൊരു പദമുണ്ട്. ಪತ್ರಿಕೆಯನ್ನು ಬರೆಯುವಾಗ ಪೌಲನು ಬರೆದಂತ ಒಂದು ಕಾರ್ಯವದೆ. വെളിപ്പാടുകളെ ആധിക്യത്തെ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. ಆಮೆನ್. ಪ್ರಕಟಣೆ ಮುಖಾಂತರವಾಗಿ ನಾನು ಹೆಚ್ಚಳ ಪಳ್ಳದಾಗಿರುವುದು. എന്റെ ജഡത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു. ನನ್ನ ಶರೀರದಲ್ಲಿ ಒಂದು ಶೂಲವನ್ನು ಇಟ್ಟಿದ್ದಾನೆ. ഒരു തോൺ ദൈവം എനിക്ക് തന്നു, ഒരു ശൂലം എനിക്ക് ദൈവം തന്നു. ಒಂದು ಶೂಲವನ್ನು ನನಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. പൗലോസ് പറഞ്ഞു അതൊരു ബ്ലെസ്സിംഗ്. ಅದು ನನಗೊಂದು ಆಶೀರ್ವಾದ. ചില ശൂലം ഒരു അനുഗ്രഹ. ನನಗಿರುವಂತ ಶೂಲವು ಆಶೀರ್ವಾದವಾಗಿದೆ. ആത്മീയ ജീവിതത്തിനകത്ത് നമ്മൾ അറിയാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറെ ശൂലങ്ങളുണ്ട്. ನಾವು ಆತ್ಮಿಕ ಜೀವಿತದ ನಾವು ತಿಳಿಯದೇ ಇರುವಂತ ಅನೇಕ ಶೂಲಗಳು ನಮಗಿದೆ. പ്രാർത്ഥിച്ചിട്ട് മാറാത്ത ചില ശൂലങ്ങളുണ്ട്. ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು ಸೌಖ್ಯವಾಗದೇ ಇರುವಂತ ಅನೇಕ ವಿಚಾರಗಳಿವೆ. ചില ശൂലങ്ങളുണ്ട്. ಉತ್ತರ ಸಿಗದೇ ಇರುವಂತ ಅನೇಕ ಶೂಲಗಳಿವೆ. നിങ്ങൾക്ക് പിന്നീട് പുറകോട്ട് തിരിഞ്ഞിട്ട് പറയാൻ കഴിയും ആ ശൂലമാണ് എന്നിൽ വ്യാപരിച്ച ദൈവകൃപയുടെ അടിസ്ഥാനം. ನಿಮಗೆ ಹಿಂದಿರುಗಿ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವೋ? ಆ ಶೂಲವಾಗಿದೆ ನನ್ನ ಮೇಲೆ ವ್ಯಾಪಿಸಿರುವಂತ ದೇವರ ಕೃಪೆ. അതിനകത്ത് നിങ്ങൾ തകരുമെന്ന് ലോകം പറഞ്ഞു, പക്ഷെ സ്വർഗം പറഞ്ഞു ഇല്ല, അതിന്റെ മുൻപിലോട്ട് ഞാൻ നിന്നെ ഓടിക്കും. ಲೋಕವು ಹೇಳ್ತದೆ ಇಲ್ಲ ಎಂಬುದಾಗಿ, ಆದರೆ ಅದರ ಮುಂದೆ ನಾನು ನಿನ್ನನ್ನು ಓಡಿಸುತ್ತೇನೆ. കൃപയുടെ വലിപ്പം അളക്കാൻ ലോകത്തിന് കഴിയത്തില്ല. കൃപയുടെ വലിപ്പം അളക്കാൻ കൃപയുടെ ഉടയവന് മാത്രമേ കഴിയത്തുള്ളൂ. ಕೃಪೆಯ ಅಳತೆಯನ್ನು ಮಾಡುವುದಕ್ಕೆ ಲೋಕಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ಆ ಕೃಪೆಯ ಅಳತೆಯನ್ನು ಮಾಡುವುದಕ್ಕೆ ಪರಲೋಕಕ್ಕೆ ಮಾತ್ರವೇ ಸಾಧ್ಯ. ഉയരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ കൃപ എന്റെ ബലഹീനതയിൽ മുഴുവൻ തികഞ്ഞിറങ്ങി വരുമെങ്കിൽ ഇന്ന് രാത്രിയിൽ അങ്ങനെയാണ് ഇവിടെ ദൈവകൃപ വ്യാപരിക്കുന്നത്. ಉನ್ನತದಿಂದ ಇಳಿದು ಬರುವಂತ ದೇವರ ಕೃಪೆ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ವ್ಯಾಪಿಸುತ್ತಾರೆ ಹೋದಾದರೆ, ಆದರೆ ಆ ರೀತಿಯಾಗಿರುವಂತವರ ಮೇಲೆ ಆತನ ಕೃಪೆ ವ್ಯಾಪಿಸುವಂತದಾಗಿರುತ್ತದೆ. ബലഹീനതയുടെ മുകളിൽ ആ ദൈവകൃപയുണ്ട്. ನಮ್ಮ ಬಲಹೀನತೆಯಲ್ಲಿ ಆತನ ಪೂರ್ಣವಾದ ದೇವರ ಕೃಪೆಯಾದೆ. ഇനി ആ കൃപയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറയാം. ಆ ಕೃಪೆಯ ಪ್ರಾಮುಖ್ಯವಾದಂತ ಒಂದು ವಿಚಾರ ಹೇಳ್ತೇನೆ. ഇത് എന്റെ മുൻപോട്ടെ ലൈഫിനെ കാണാൻ പ്രേരിപ്പിക്കുന്ന ദൈവിക കണ്ണാടിയാണ് ദൈവകൃപ. ನನ್ನ ಮುಂದಕ್ಕೆ ಇರುವಂತ ಜೀವಿತವನ್ನ ತೋರಿಸುವುದಕ್ಕಿರುವಂತ ದೈವಿಕ ಕನ್ನಡಿಯಾಗಿದೆ ದೇವರ ಕೃಪೆ. കൃപയിൽ വളരുക എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? ಕೃಪೆಯಲ್ಲಿ ಬೆಳೆಯುವುದು ಎಂಬುದಾಗಿ ಹೇಳುವುದಕ್ಕೆ ತುಂಬಾ ಪ್ರಾಮುಖ್ಯವಾದ ವಿಚಾರ. നിങ്ങൾ ഇനി കാണുന്നത് മുഴുവൻ കൃപയുടെ കണ്ണാടിയിലേ കാണത്തുള്ളൂ. ನೀವು ನೋಡುವಂತದೆಲ್ಲವೂ ಸಹ ಕೃಪೆ ಇರುವಂತ ಕನ್ನಡಿಯಿಂದ ಆಗಿದೆ. നമുക്ക് കാഴ്ച കുറയുമ്പോൾ നമ്മൾ ಸ್ಪೆಕ್ಸ್ വെക്കും. ನಾವು ನಮ್ಮ ಕಣ್ಣು ಮಂದಗತಿಗೆ ಬರುವಾಗ ನಾವು ಕನ್ನಡಕವನ್ನು ಇಟ್ಟುಕೊಳ್ತೇವೆ. തൊട്ടടുത്തുള്ളത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിന്റെ ಕಣ್ಣಾಡಿ വെക്കും. ಸಮೀಪವಿಲ್ಲದೆ ಸಮೀಪ ಇರುವುದನ್ನು ಕಾಣಲಿಕ್ಕೆ ಆಗದೇ ಇರುವಾಗ ಅದಕ್ಕೆ ಬೇಕಾದಂತ ಕನ್ನಡಕವನ್ನು ಇಡ್ತೇವೆ. ದೂರ ಕಾഴ്ച കുറഞ്ഞാൽ അതിന്റെ ಕಣ್ಣಾಡಿ വെക്കും. ದೂರ ದೃಷ್ಟಿ ದೋಷ ಬಂದಾಗ ಅದರಾದಂತ ಕನ್ನಡಕವನ್ನು ಇಡ್ತೇವೆ. റെക്ടിഫൈ ചെയ്തു ಮಾಡ್ತೇವೆ. സംഭവിച്ചതെന്താ? ಅದು ನಡೆದದ್ದೇನಾಗಿದೆ? കാണാത്തത് ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്. ಕಾಣದೇ ಇರುವುದನ್ನು ನಾನು ಈಗ ಕಾಣ್ತಾ ಇದ್ದೇನೆ. ഇന്നലെ വരെ കാണാത്തത് ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്. ಇನ್ನೆನ್ನೆವರೆಗೂ ಕಾಣದೇ ಇರುವಂತದನ್ನು ಈಗ ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. പക്ഷെ അത് സ്വാഭാവിക കഴിവിലല്ല, ನನ್ನ ಸ್ವಾಭಾವಿಕವಾದಂತ ಸಾಮರ್ಥ್ಯದಿಂದ ಅಲ್ಲ. ഞാൻ വെച്ച കണ്ണടക്കാത്ത
ഞാൻ വെച്ച കണ്ണടക്കകത്ത ನಾನು ಇಟ್ಟುಕೊಂಡಂತ ಕನ್ನಡಕದ ಮುಖಾಂತರ എന്ന് പറഞ്ഞാൽ എന്റെ കാഴ്ചക്ക് ഒരു കടപ്പാട് പറയാൻ പറഞ്ഞാൽ എന്റെ മുഖത്തിരിക്കുന്ന കണ്ണാടിക്ക ನನ್ನ ಕನ್ನಡಕದ ಮುಖಾಂತರವಾಗಿದೆ ನನ್ನ ದೃಷ್ಟಿಯನ್ನ ನಿರ್ಧರಿಸುವಂತದ್ದು. എല്ലാം തകരുമെന്ന് ലോകം പറഞ്ഞെടുത്ത് ഞാൻ പുതിയത് കാണുന്നെങ്കിൽ അതിനൊറ്റ കടപ്പാടേ ഉള്ളൂ. അതിന്റെ പേരാ ദൈവത്തിന്റെ കൃപ. ಆಮೆನ್. ಎಲ್ಲವೂ ನಾಶವಾಗುತ್ತದೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ, ಲೋಕವು ಹೇಳುವಾಗ ಅದರ ಮುಂದೆ ನಡೆಯುವುದಕ್ಕಿರುವಂತ ಒಂದೇ ಒಂದು ಕಾರ್ಯವಾಗಿದೆ, ದೇವರ ಕೃಪೆ. ദൈവത്തിന്റെ കൃപയുടെ അസാധാരണമായ ഒരു പകർച്ചയുണ്ട്. ದೇವರ ಕೃಪೆಯ ಸಾಧಾರಣವಾದಂತ ಒಂದು ಹರಡುವಿಕೆ ಆದೆ. ഇത് വിശ്വസിക്കുന്ന എല്ലാവർക്കും ജയിക്കാൻ വേണ്ടി ദൈവം നൽകിയ ദൈവത്തിന്റെ അളവാണ് കൃപ. ಆಮೆನ್. ಇದನ್ನೆಲ್ಲವನ್ನು ನಂಬುವವರಿಗೆ ಜಯಿಸುವುದಕ್ಕಾಗಿ ದೇವರು ಕೊಟ್ಟಂತದಾಗಿದೆ ದೇವರ ಕೃಪೆ. ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാ. ಇದನ್ನು ನಮಗೆ ಅನುಭವಿಸುವುದಕ್ಕೆ ಸಾಧ್ಯ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ಆಮೆನ್. ಅದಕ್ಕೋಸ್ಕರ ಪೌಲನು ದೇವರ ಕರ್ತನು ಹೇಳ್ತಾ ಇರುವಂತದ್ದು, ನನ್ನ ಕೃಪೆ ನಿನಗೆ ಸಾಕು, ಬಲಹೀನತೆಯಲ್ಲಿ ಅದು ಪೂರ್ಣತೆಗೆ ತರುವಂತದಾಗಿದೆ. ഞാൻ സാധാരണ ഈ കൃപയെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്ന ഒരു പദമുണ്ട്. ಈ ಕೃಪೆಯ ಕುರಿತಾಗಿ ವ್ಯಾಖ್ಯಾನಿಸುವಾಗ ಅಂತ ಹೇಳುವಂತ ಒಂದು ಪದವದೆ. ഒരു പദം പറയുന്നത് ഇത് ബലഹീനതയിൽ പൊതിഞ്ഞു വരുന്നു. ಆಮೆನ್. ಒಂದು ವ್ಯಾಖ್ಯಾನ ಹೇಳುವಂತದ್ದು ಆಮೆನ್, ಬಲಹೀನತೆಯಲ್ಲಿ ಅದು ನಮ್ಮನ್ನ ಸಂರಕ್ಷಿಸಿಕೊಳ್ಳುತ್ತದೆ ಎಂಬುದಾಗಿ. ഈ സൂം മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത്, ಈ ಝೂಮ್ ಮೀಟಿಂಗ್ ಎಲ್ಲ ನಡೆಯುವಂತ ಸಂದರ್ಭದಲ್ಲಿ നമ്മൾ ഈ വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇടും. വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇടും. ಕೆಲವು ಬ್ಯಾಕ್ ಗ್ರೌಂಡ್ ಗಳನ್ನ ಹಾಕ್ತೇವೆ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് നമ്മൾ മറ്റൊന്ന് ഇടുന്നതാ. ನಮ್ಮ ಒರಿಜಿನಲ್ ಬ್ಯಾಕ್ ಗ್ರೌಂಡ್ ಅನ್ನ ತೆಗೆದು ಬೇರೊಂದು ಬ್ಯಾಕ್ ಗ್ರೌಂಡ್ ಅನ್ನು ಹಾಕ್ತೇವೆ. ഞാനും ഇതിടാറുണ്ടായിരുന്നു. ನಾನು ಆ ಪ್ರಕಾರವಾಗಿ ಹಾಕ್ತಾ ಇದ್ದೆ. അപ്പൊ ഞാൻ ഒരിക്കൽ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ അടിപൊളി ഒരു വീടിന്റെ ലിവിംഗ് റൂം ആണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇട്ടത്. ನಾನು ಒಂದು ಕಡೆ ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕಾಗಿ ಕೂತಾಗ ಒಳ್ಳೆ ಒಂದು ಲಿವಿಂಗ್ ರೂಮಿನ ಬ್ಯಾಕ್ ಗ್ರೌಂಡ್ ಅನ್ನು ನಾನು കാരണം ഞാൻ അന്നേരം അവിടെ ഇരുന്ന പശ്ചാത്തലം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആ ലിവിംഗ് റൂം ബാക്ക്ഗ്രൗണ്ട് ഇട്ടത്. ಆಮೇಲೆ ನಾನು ಅಲ್ಲಿದ್ದಂತ ಸಂದರ್ಭದಲ್ಲಿ ನನ್ನ ಹಿಂದಿನ ಬ್ಯಾಕ್ ಗ್ರೌಂಡ್ ಅನ್ನು ತೋರಿಸಲಿಕ್ಕೆ ಆಗದೇ ಇದ್ದ ಕಾರಣವಾಗಿದೆ ಅದನ್ನು ನಾನು ಹಾಕೊಂಡದ್ದು. അവസാനം ഇത് കണ്ട ഒരു അച്ചാരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ആ പാസ്റ്ററിന്റെ വീട് അടിപൊളി വീടാണല്ലോ. ನಾ ಇದನ್ನ ಕಂಡಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ ನನ್ನನ್ನು ಕರೆದು ಈ ಪ್ರಕಾರವಾಗಿ ಕೇಳಿದ್ರು, ಪಾಸ್ಟ್ರೇ ನಿಮ್ಮ ಮನೆ ಬಹಳ ಚಂದವಾಗಿದೆಯಲ್ಲ ಎಂಬುದಾಗಿ. ശരിക്കും അത് അടിപൊളി എന്ന് തോന്നണം. ಅದು ಒಳ್ಳೆ ಆಮೇಲೆ ಚಂದವಾಗಿದೆ ಎಂಬುದಾಗಿ ಎಲ್ಲರಿಗೂ ತೋಚಬೇಕು. അതുകൊണ്ട് ആ റിയാലിറ്റി മാറ്റിയിട്ട് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടത്. ಅದರ ರಿಯಾಲಿಟಿಯನ್ನ ತೆಗೆದು ನಾನೊಂದು ಬ್ಯಾಕ್ ಗ್ರೌಂಡ್ ಅನ್ನು ಹಾಕಿದ್ದು ಅದಕ್ಕೋಸ್ಕರ. ആ റിയാലിറ്റിയെ കവർ ചെയ്ത ഒറ്റ പിക്ചർ എന്റെ അവിടുത്തെ എൻ്റെ അന്തരീക്ഷത്തെ അങ്ങ് മാറ്റി. ಆಮೇಲೆ ಆ ರಿಯಾಲಿಟಿಯನ್ನ ಕವರ್ ಮಾಡಿದಂತ ಒಂದೇ ಪಿಕ್ಚರ್ ನನ್ನ ಸ್ಥಿತಿಯನ್ನ ಬದಲಾಯಿಸೋದಕ್ಕೆ ಕಾರಣವಾಯಿತು. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാൻ വിചാരിച്ച ചെറിയൊരു ട്രിക്കിനകത്ത് വൈരൂപത മാറ്റി വിരൂപത മാറ്റിയിട്ട് മനോഹരതയായി മാറിയെങ്കിൽ ദൈവത്തിന്റെ അളവില്ലാത്ത കൃപ എന്റെ വിരൂപതയുടെ മേൽ ഇറങ്ങി വന്നാൽ അതിനകത്ത് ദൈവമഹത്വം എത്ര ശക്തമായി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവ കൃപ നമ്മുടെ വിരൂപത മാറ്റും. ನಾವು ಒಂದೇ ಒಂದು ನಿಷ್ಮೆಸದಲ್ಲಿ ನಾನು ಮಾಡಿದಂತ ಟ್ರಿಕ್ಕಿನಿಂದ ನನ್ನ ಹಿನ್ನೆಲೆಯನ್ನು ಬದಲಾಯಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಾದರೆ, ದೇವರಿಂದ ಇಳಿದು ಬಂದಂತಹ ಕಾರ್ಯವು ನಮ್ಮಲ್ಲಿ ಇಳಿದು ಬರುವುದಾದರೆ ಆತನು ಇನ್ನೂ ಎಷ್ಟಾಗಿ ನಮ್ಮನ್ನು ಬದಲಾಯಿಸುವುದಕ್ಕೆ ಸಾಧ್ಯ. ഈ കൃപ എന്നത് വെറും ഒരു പദമല്ല, ഇത് അനുഭവിക്കാൻ പറ്റുന്നതാണ്. ಇದು ಕೃಪೆ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಪದವಲ್ಲ, ಅದು ಅನುಭವಿಸಬೇಕಾದದಾಗಿದೆ. എന്റെ പ്രിയരെ, കൃപയെ ആസ്വദിച്ച് ജീവിക്കണം. ಕೃಪೆಯನ್ನ ನಾವು ಅನುಭವಿಸಿ ಜೀವಿಸಬೇಕು. ആ ലൈഫ് വ്യത്യസ്തമാണ്. ಆ ಜೀವಿತ ವ್ಯತ್ಯಸ್ತವಾದದಾಗಿದೆ. ആ ജീവിതം ത്രില്ലിംഗ്. ಆ ಜೀವಿತ ಬಹಳ ಸಂತೋಷವುಳ್ಳದಾಗಿದೆ. കാരണം നാളെ എന്താണെന്ന് അറിയത്തില്ല. ನಾಳೆ ಏನೆಂಬುದಾಗಿ ನಮಗೆ ಗೊತ್ತಿಲ್ಲ. പക്ഷെ ഒന്ന് എനിക്കറിയാം, ಆದರೆ ಒಂದು ನನಗೆ ಗೊತ್ತುಂಟು, കൃപയാൽ ഞാൻ മുന്നേറും. ಕೃಪೆಯಿಂದ ನಾನು ಮುಂದಕ್ಕೆ കൃപ ಹೋಗ್ತೇನೆ. എന്നെ മുൻപോട്ട് നയിക്കും. ಕೃಪೆಯು ನನ್ನನ್ನು ಮುಂದಕ್ಕೆ ನಯಿಸುತ್ತದೆ. ഭാവി എന്തെന്ന് അറിയത്തില്ല, ಭವಿಷ್ಯತ್ ಏನೆಂಬುದಾಗಿ ನನಗೆ ಗೊತ್ತಿಲ್ಲ. പക്ഷെ എന്റെ കൈ പിടിച്ചിരിക്കുന്നവനെ എനിക്ക് ഉറപ്പുണ്ട്. ನನ್ನ ಕೈ ಹಿಡಿದ ಆತನಿಗೆ ನನಗೆ ದೃಢತೆ ಅದೇ. മുമ്പോട്ട് നയിക്കുന്നവനെ എനിക്ക് ഉറപ്പുണ്ട്. ನನ್ನನ್ನು ಮುಂದಕ್ಕೆ ನಡೆಸುವ ಆತನ ನನಗೆ ದೃಢತೆ ಅದೇ. ആഴിയ നോർത്തിലെ ആഴമാരാഞ്ഞില്ല. ആമേൻ. ആഴങ്ങൾക്ക് ഭയപ്പെടാതെ ഇറങ്ങാൻ എന്നെ അനുവദിക്കുന്നതിന്റെ പേര് ദൈവത്തിന്റെ കൃപയാ. ನದಿಯನ್ನು ನೋಡಿದಾಗ, ನದಿ ಆಳವನ್ನು ನೋಡಿದಾಗ ಅದರೊಳಗೆ ಇಳಿಯುವುದಕ್ಕಾಗಿ ಕೃಪೆ, ಇಳಿಯುವುದಕ್ಕೆ ಧೈರ್ಯ ಕೊಡು ದೇವರ ಕೃಪೆಯಾಗಿದೆ. രാത്രി നമ്മെ മുമ്പോട്ട് ഓടിക്കുന്നതിന്റെ പേര് ദൈവ കൃപയാ. ನನ್ನನ್ನು ಮುಂದಕ್ಕೆ ನಯಿಸುತ್ತಾ ಇರುವಂತದ್ದು ಆತನ ಕೃಪೆಯಾಗಿದೆ. ദൈവകൃപ പ്രസംഗിക്കുകയല്ല, ദൈവകൃപ അനുഭവിക്കുക. ಆಮೇಲೆ ದೇವರ ಕೃಪೆಯನ್ನು ಪ್ರಸಂಗ ಮಾಡುವಂತದ್ದಲ್ಲ, ದೇವರ ಕೃಪೆಯನ್ನು ಅನುಭವಿಸುವಂತವರಾಗಿರಬೇಕು. അന്തരീക്ഷത്തിനകത്ത് അങ്ങനെ ഒരു കൃപ അനുഭവിക്കുന്ന തലം. ಆಮೇಲೆ ಇವತ್ತು ರಾತ್ರಿ ಆತನ ದೇವರ ಕೃಪೆಯನ್ನು ಅನುಭವಿಸುವಂತವರಾಗಬೇಕು. കൃപ നമ്മളെ പൊതിഞ്ഞു വരും. ಆ ಕೃಪೆಯು ನಮ್ಮನ್ನು ಆವರಿಸಿಕೊಳ್ಳುತ್ತದೆ. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലം തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ
പ്രസംഗിച്ചിട്ടുള്ള ഒന്ന് കൃപയായിരുന്നു. ನನ್ನ ಸೇವೆಯ ಆರಂಭದ ಕಾಲಘಟ್ಟದಿಂದ ಅಧಿಕವಾಗಿ ಸಂದೇಶ ಕೊಟ್ಟಿರುವಂತದ್ದು ದೇವರ ಕೃಪೆಯಾಗಿದೆ. എന്റെ മിക്കവാറുള്ള മീറ്റിങ്ങിനകത്ത് എല്ലാം ഞാൻ കൃപയെ പറ്റി പങ്കുവെക്കാറുണ്ട്. ನಾನಾ ಕೂಟಗಳಲ್ಲೆಲ್ಲವೂ ಸಹ ನಾನು ಹೋಗುವಂತ ಸ್ಥಳದಲ್ಲಿ ಕೃಪೆಯ ಕುರಿತಾಗಿ ಹೇಳ್ತಾ ಬರ್ತೇನೆ. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു ഈ കൃപ പ്രസംഗിക്കാനുള്ളതല്ല, കൃപ അനുഭവിക്കാനുള്ളതാണ്. ಆ ಒಂದು ಸ್ಥಳದಲ್ಲಿ ನಾನು ಹೋದಂತ ಸಂದರ್ಭದಲ್ಲಿ ದೇವರು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳಿದ್ರು, ಈ ಕೃಪೆಯನ್ನ ಸಂದೇಶ ಕೊಡುವುದಕ್ಕಾಗಿ ಮಾತ್ರವಲ್ಲ, ಇದನ್ನು ನೀನು ಅನುಭವಿಸಬೇಕಾಗಿದೆ. ജീവിതത്തിന്റെ സാഹചര്യത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് കൃപ അനുഭവിക്കാനുള്ളതാണ്. ಆಮೇಲೆ ಕೃಪೆಯನ್ನ ಜೀವಿತದ ಸಂದರ್ಭಕ್ಕೆ ಅನುಗುಣವಾಗಿ ನಾವು ಅನುಭವಿಸಬೇಕಾಗಿದೆ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞത് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് ഇവിടെ ശുശ്രൂഷിക്കുന്നത്. ನಾನು ಅದಕ್ಕೋಸ್ಕರನೇ ಕಳೆದ ರಾತ್ರಿ ನಾನು ಹೇಳಿದ್ದು, ನಾನು ನನ್ನ ಕುಟುಂಬ ಒಟ್ಟಾಗಿ ನಾವು ಇಲ್ಲಿ ಸೇವೆ ಮಾಡಲಿಕ್ಕೆ ಬಂದಿದ್ದೇವೆ. എന്റെ പ്രിയപ്പെട്ടവൾ ഇവിടെ ഇരിപ്പുണ്ട്. ನನ್ನ ಪ್ರಿಯರು ಇಲ್ಲಿದ್ದಾರೆ. 2020 ജീവിതത്തിൽ ഒത്തിരി കഠിന വഴികളിലൂടെ താൻ പോയത്. ಆಮೇಲೆ 2020 ಜೀವಿತದಲ್ಲಿ ಅನೇಕ ಸಮಸ್ಯೆಗೆ ಒಳಗಾದವರು, ഒത്തിരി വട്ടം മരണത്തെ മുഖാമുഖമായി കണ്ടത്, ಆ ಮರಣವನ್ನ ಮುಖಾಮುಖಿಯಾಗಿ ಕಂಡವರು. ക്യാൻസർ എന്ന രോഗം അന്ന് തനിക്ക് ബാധിച്ച സമയത്ത് ജീവിതമെല്ലാം അവസാനിക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. ಕ್ಯಾನ್ಸರ್ ಮತ್ತು ರೋಗವು ಬಾಧಿಸಿ ಜೀವಿತವು ಕೊನೆಯಾಗುತ್ತದೆ ಎಂಬುದಾಗಿ ನಾವು ಆಲೋಚನೆ ಮಾಡಿದೆವು. എല്ലാം അവസാനിച്ചത് ലോകം പറഞ്ഞു, എല്ലാം അവസാനിച്ചെന്ന് ലോകം പറഞ്ഞു, ಎಲ್ಲವೂ ಕೊನೆ ಆಯಿತು ಎಂಬುದಾಗಿ ಲೋಕವು ಹೇಳ್ತಾ ಇದೆ. പക്ഷെ സ്വർഗം പറഞ്ഞു ഇല്ല, കൃപയാൽ ഓടും. ಆಮೇಲೆ ಸ್ವರ್ಗವು ಹೇಳಿತು, ಇಲ್ಲ, ಕೃಪೆಯಿಂದ ಮುಂದುವರಿಯಿತು. കൃപയുടെ വ്യത്യസ്ത തലങ്ങൾ സ്വർഗം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി. ಕೃಪೆಯ ವ್ಯತ್ಯಸ್ತವಾದಂತ ಕಾರ್ಯಗಳು ದೇವರು ನಮಗೆ ಪ್ರಕಟಪಡಿಸಿದ್ದಾರೆ. അത് മനുഷ്യർക്ക് ഇറങ്ങി വരാൻ കഴിയാത്ത ഒത്തിരി വഴികൾക്കകത്ത് ಕೃപ ഇറങ്ങി വന്നു. ಮನುಷ್ಯನಿಗೆ ಇಳಿದು ಬರಲಿಕ್ಕೆ ಸಾಧ್ಯವಾದಂತ ಸ್ಥಳದಲ್ಲಿ ದೇವರ ಕೃಪೆ ಇಳಿದು ಬಂದಿತು. 10 മണിക്കൂർ നീണ്ടൊരു സർജറിക്ക് വേണ്ടി കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിലെ ചരിത്രത്തിനകത്ത് തന്നെ അവർ ചെയ്യുന്ന ഒരു വ്യത്യസ്ത തലങ്ങളിലുള്ള സർജറി ആയിരുന്നത്. ಆಮೇಲೆ ನಾವು ಹಾಸ್ಪಿಟಲ್ಗೆ ಹೋದಂತ ಸಂದರ್ಭದಲ್ಲಿ ಅವರಿಗೆ ಮಾಡ್ಲಿಕ್ಕೆ ಆಗದೇ ಇರುವಂತ ಒಂದು ವ್ಯತ್ಯಸ್ತವಾದಂತ ಕಾರ್ಯವಲ್ಲಿ ನಡೆಯಿತು. പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കേണ്ട ഞങ്ങളെക്കാളും ടെൻഷൻ ചെയ്യുന്നവർക്കായിരുന്നു. ಅಲ್ಲಿ ನಮಗಿಂತಲೂ ಟೆನ್ಷನ್ ಇದ್ದದ್ದು ಅದನ್ನ ಮಾಡುವಂತವರಿಗಾಗಿತ್ತು. അന്ന് രാത്രി മുഴുവൻ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ಆವತ್ತು ರಾತ್ರಿ ಬಹಳ ಸಂಕಷ್ಟದಲ್ಲಿ ಹಾದು ಹೋಗುತ್ತಾ ಇತ್ತು. രാവിലെ 8 മണിക്ക് തുടങ്ങിയ സർജറി തീരുന്നത് വൈകിട്ട് 6 മണിക്കാ. 8 ಗಂಟೆಗೆ ಹೋದವರು ಸಂಜೆ 6 ಗಂಟೆವರೆಗೂ. അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ ഐസിയുവിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു ഇന്ന് രാത്രി ഇമ്പോർട്ടന്റ് ಅದಾದ ನಂತರ ಆಕೆಯನ್ನು ಐಸಿಯುಗೆ ತೆಗೆದುಕೊಂಡು ಹೋಗ್ತಾರೆ. ಇವತ್ತು ರಾತ್ರಿ ಪ್ರಾಮುಖ್ಯವಾದದ್ದು. ഒരു കോംപ്ലിക്കേഷൻ നടന്നാൽ രണ്ടാമതൊരു സർജറിയും കൂടെ ചെയ്യേണ്ടി വരും. ಆಮೇಲೆ ಅವರಿಗೆ ಬೇಕಾದಂತ ರೀತಿಯಲ್ಲಿ ನಮಗೆ ಸಹಿಯನ್ನು ಹಾಕಿಕೊಂಡ್ರು. ഒറ്റ മനുഷ്യർക്ക് ഹോസ്പിറ്റലിലോട്ട് കയറാൻ കഴിയാത്ത രാത്രികളാണ്. ಆಮೇಲೆ ಒಬ್ಬ ಮನುಷ್ಯನಿಗೂ ಸಹ ಅದರ ಹಾಸ್ಪಿಟಲ್ ಒಳಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಆಗದೇ ಇದ್ದಂತ ರಾತ್ರಿ. കോവിഡ് കൊടുമ്പരി കൊള്ളുന്ന സമയ. ಆ ಕೋವಿಡ್ನಿಂದ ಆವರಿಸಲ್ಪಟ್ಟಂತ ಸಂದರ್ಭ. പലപ്പോഴും ഞാൻ മാത്രമ ഹോസ്പിറ്റൽ മുറിക്കകത്ത് ഒറ്റയ്ക്ക് നിന്ന മണിക്കൂർ. ಹಾಸ್ಪಿಟಲ್ ನಾನು ಒಬ್ಬಟ್ಟಿಗನಾಗಿ ಕೂತುಕೊಂಡಂತ ದಿನಗಳು. നിലത്ത് വീണ് കിടന്ന് കരഞ്ഞ മണിക്കൂറുണ്ട്. ನೆಲದಲ್ಲಿ ಬಿದ್ದು ಹತ್ತಂತ ದಿನಗಳು. പക്ഷെ അവിടെ ഇറങ്ങി വന്നതിന്റെ പേര കൃപ. ಆಮೇಲೆ ಅಲ್ಲಿ ಇಳಿದು ಬಂದದ ಹೆಸರಾಗಿದೆ ದೇವರ ಕೃಪೆ. അവിടെ വ്യാപരിച്ചതിന്റെ പേര കൃപ. ಅಲ್ಲಿ ವ್ಯಾಪಿಸಿದಂತ ಕಾರ್ಯವಾಗಿದೆ ದೇವರ ಕೃಪೆ. ഡോക്ടർമാർ പറഞ്ഞ ഒരു പദമുണ്ട്, ഫെയ്ത്ത് ട്വിങ്കിളിന്റെ കേസ് ഞങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഈശ്വരന്റെ ഒരു ചൈതന്യം ഇറങ്ങി വരുന്നത് കണ്ടെന്ന്. ಆಮೇಲೆ ಅಲ್ಲಿನ ವೈದ್ಯರು ಹೇಳಿದಂತ ಒಂದು ವಿಚಾರವದೆ, ನಾವು ಈ ಕಾರ್ಯವನ್ನು ಮಾಡುತ್ತಾ ಇರುವಾಗ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿದು ಬಂದದ್ದನ್ನು ನಾವು ಕಂಡೆವು. എന്നത് നമ്മൾ മാത്രമല്ല അനുഭവിക്കുന്നത്, നമ്മുടെ കൂടെയുള്ള മുഴുവൻ എൻവയോൺമെന്റിലും വ്യാപരിക്കുന്ന നിലയിൽ ദൈവകൃപ വ്യാപരിക്കുമെങ്കിൽ ഇന്ന് രാത്രി അനുഭവിക്കാൻ പറ്റുന്ന കൃപ. ಆಮೇಲೆ ಈ ದೇವರ ಕೃಪೆಯನ್ನು ನಾವು ಮಾತ್ರವಲ್ಲ ಅನುಭವಿಸುವಂತದ್ದು, ನಮ್ಮ ಸುತ್ತಮುತ್ತಲಿರುವಂತಹ ಎಲ್ಲರೂ ಅನುಭವಿಸುವಂತದ್ದಾಗಿದೆ. ಅದನ್ನು ಅನುಭವಿಸುವವರಾಗಿರಬೇಕು ದೇವರ ಕೃಪೆಯನ್ನ. നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ വ്യാപരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. ನಮ್ಮ ಸುತ್ತಮುತ್ತಲ ವಾತಾವರಣದಲ್ಲಿ ವ್ಯಾಪಿಸುವಂತದ್ದಾಗಿದೆ ದೇವರ ಕೃಪೆ. ഞങ്ങളുടെ ലൈഫിനകത്ത് ഒത്തിരി മിറക്കിൾ കണ്ടിട്ടുണ്ട്. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಅನೇಕ ಅದ್ಭುತಗಳನ್ನು ಕಂಡಿದ್ದೇವೆ. എന്നാൽ ഇപ്പോഴും ഞങ്ങൾ വെല്ലുവിളി അനുഭവിക്കുന്ന പല മേഖലയുണ്ട്. ಆಮೇಲೆ ನಾವು ಇವತ್ತು ಸಹ ಸವಾಲಾಕಿ ನಿಂತಿರುವಂತಹ ಅನೇಕ ಕಾರ್ಯಗಳಿವೆ. ഞാനത് പറയുമെങ്കിലും ആ വെല്ലുവിളി അനുഭവിക്കുന്ന ആൾ ലിറ്ററലി ഇവിടെ ഇരിപ്പുണ്ട്. ನಾನು ಹೇಳುವಾಗ ಅದನ್ನ ಅನುಭವಿಸುತ್ತಾ ಇರುವಂತವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ನನ್ನ ಜೊತೆಯಲ್ಲಿದ್ದಾರೆ. പക്ഷെ ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ಆಕೆ ನನ್ನೊಟ್ಟಿಗೆ ಹೇಳಿದಂತ ಒಂದು ವಿಚಾರವದೆ, ഇതൂടെ എടുത്തു മാറ്റിയ ಇದನ್ನು ನನ್ನಿಂದ ತೆಗೆದು ಬಿಟ್ಟರೆ, അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഇപ്പം തന്നെ എന്നെ കാണുന്നവർ പറയത്തില്ല. പക്ഷെ അത് മാറിയാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ಆ ರೀತಿಯಾದಂತದ್ದು ಸಮಸ್ಯೆ ನನಗೆ ಇದೆ ಎಂಬುದಾಗಿ ನನಗೂ ಸಹ ಗೊತ್ತಿಲ್ಲ. അത് മാറാൻ അനവധി പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ಅದನ್ನು ದೂರವಾಗಲಿ ಎಂಬುದಾಗಿ ಅನೇಕ ವರ್ಷ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ. അതിന് ദൈവം കൊടുത്ത മറുപടി കൃപയെന്ന. ಅದಕ್ಕೆ ದೇವರು ಕೊಟ್ಟಂತ ಉತ್ತರ ಕೃಪೆ. ഇന്നും തന്നെ ഇവിടെ ഇരുത്തിയതിന്റെ പേര് കൃപയെന്ന. ಆಮೇಲೆ ಇವತ್ತು ನಾವಿಲ್ಲಿರುವುದಕ್ಕೆ ಕಾರ್ಯ ಕೃಪೆ. നാളെ എന്തെന്നും ഞങ്ങൾക്കറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്കറിയാവുന്ന ഒന്നുണ്ട്, ഈ കൃപയാൽ ഏത് സാഹചര്യങ്ങളുടെ നടുവിലും ഞങ്ങളെ മുൻപോട്ട് നയിക്കാൻ കഴിയുന്നതിന്റെ പേര് ദൈവത്തിന്റെ കൃപ. ಆಮೇಲೆ ನಾಳೆ ಏನೆಂಬುದಾಗಿ ನಮಗೆ ಗೊತ್ತಿಲ್ಲ, ಆದರೆ ನಮಗೊಂದು ಗೊತ್ತುಂಟು, ದೇವರ ಕೃಪೆ ಮುಂದುವರಿದನ್ನು ನಯಿಸುವುದಕ್ಕೆ ಶಕ್ತವಾಗಿದೆ. അന്ന് പക്ഷെ കർത്താവിനോട് പറഞ്ഞൊരു പദമുണ്ട്. ಆವತ್ತು ನನಗೆ ಕರ್ತನು ಹೇಳಿದಂತ ಒಂದು ಪದವದೆ, ഈ കൃപ നീ അനുഭവിക്കുക മാത്രമല്ല, ಈ ಕೃಪೆ ನೀನು ಅನುಭವಿಸುವುದು ಮಾತ್ರವಲ್ಲ, ഈ കൃപ നീ പങ്കുവെച്ചു കൊടുക്കും. ಇದನ್ನು ನೀನು ಅನೇಕರಿಗೆ ಹಂಚುವನಾಗಿರುತ್ತಿ. ഞങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിച്ച ഒത്തിരി ആൾക്കാരുണ്ട്.
ನನಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದಂತ ಅನೇಕರಿದ್ದಾರೆ. ഇവിടെ ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാ. ಆಮೇಲೆ ಇಲ್ಲಿರುವಂತ ಅನೇಕರು ನನಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಿದರು. ലോകത്ത് അനേക ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി ಪ್ರಪಂಚದ ವಿವಿಧ ಕಡೆಗಳಿಂದ ಅನೇಕರು ಪ್ರಾರ್ಥನೆ ಮಾಡಿದರು. നേരിട്ട് കണ്ട് പലരോടും നന്ദി പറയുക. ಅವರಿಗೆಲ್ಲರಿಗೂ ಸಹ ಆಮೇಲೆ ಕೃತಜ್ಞತೆ ಹೇಳ್ತೇನೆ. പക്ഷെ ആ സമയത്ത് മനസ്സുകൊണ്ട് പറഞ്ഞവരുണ്ട് ഇനി ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞവരുണ്ട്. ಆ ಸಂದರ್ಭದಲ್ಲಿ ಇನ್ನು ಅವರು ಹಿಂದಿರುಗಿ ಜೀವಿತಕ್ಕೆ ಬರುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದವರಿದ್ದಾರೆ. എന്റെ ട്രാൻസ്ഫറിന്റെ സമയമായിരുന്നത്. ನನ್ನ ವರ್ಗಾವಣೆಯ ಸಮಯ. ഒരു സഭ എന്ന് ആവശ്യപ്പെട്ടതാ. ಒಂದು ಸಭೆ ನನ್ನನ್ನು ಕರೆದಿದ್ದರು. രോഗം വന്ന സമയത്ത് പറഞ്ഞു. ಈ ರೋಗ ಬಂದಾಗ ಅವರು ಹೇಳಿದರು. നൈസായിട്ട് വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു ആരോഗ്യമുണ്ടോ, എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്ന് ഓർത്ത് പറഞ്ഞു ഇനിയും വേണ്ടാന്ന് പറഞ്ഞു. ആരോഗ്യവിധി എದ್ದು ನಡೆಯುವುದಕ್ಕಾಗದಿಲ್ಲ, ಇನ್ನು ಬೇಡ ಎಂಬುದಾಗಿ ಹೇಳಿದರು. പറഞ്ഞ ബാധ്യത ഏറ്റെടുക്കാനോ അല്ല ബാധ്യതയാകാനോ റിസ്ക് എടുക്കാനോ ഞങ്ങൾ തയ്യാറല്ല. ಅವರ ಕಾರ್ಯಗಳನ್ನು ತೆಗೆದುಕೊಂಡು ಮಾಡುವುದಕ್ಕೆ ನಾವು ಸಿದ್ಧರಲ್ಲ. എല്ലാം അവസാനിച്ചെന്ന് ലോകം പറഞ്ഞു. എല്ലാം അവസാനിച്ചെന്ന് ലോകം പറഞ്ഞു. ಎಲ್ಲವೂ ಕೊನೆಗೆ ಆಯ್ತು ಎಂಬುದಾಗಿ ಲೋಕವು ಹೇಳಿತು. പക്ഷെ ഞങ്ങളെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത ഒരു ദൈവസഭയെ ദൈവം ഞങ്ങൾക്ക് തന്നു. ನಮ್ಮನ್ನ ಹೃದಯದಿಂದ ಅಂಗೀಕರಿಸಿಕೊಂಡಂತ ಒಂದು ದೇವರ ಸಭೆ. അവിടെ ഞങ്ങൾക്ക് ഒത്തിരി ആത്മീയ അപ്പന്മാരെ അമ്മമാരെ ദൈവം തന്നു. ಅದರ ಮುಖಾಂತರವಾಗಿ ಅನೇಕ ತಂದೆ ತಾಯಿಯಂತರನ್ನು ನಮಗೆ ದೇವರು ಕೊಟ್ಟರು. ഏത് സാഹചര്യത്തിലും മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് തുണ നിൽക്കുന്ന ഒരു പറ്റം കൂട്ടത്തെ ദൈവം ഞങ്ങൾക്ക് തന്നു. ಯಾವ ಸಂದರ್ಭದಲ್ಲಿಯೂ ನಮ್ಮ ಜೊತೆಗೆ ಇರುವುದಕ್ಕಾಗಿ ಒಂದು ಗುಂಪನ್ನು ದೇವರು ಕೊಟ್ಟನು. അവസാനിച്ച വാക്കുകളെ മുമ്പ് ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ നാളെ എന്താ? ನಾ ಕೊನೆಯ ಮಾತುಗಳನ್ನು ಆಡುತ್ತಾ ಇರುವಂತ ಸಂದರ್ಭ ದೇವರ ಹತ್ರ ಕೇಳಿದೆ ನಾಳೆ ಏನು. താമ്പുരാനോട് പറഞ്ഞു മോനെ നുറുക്കുക മാത്രമല്ല നുറുക്കിയതിനെ പങ്കുവെക്കാൻ എനിക്ക് പറ്റും. ನಾನು ನೇರವಾಗಿ ಮಾಡುವುದು ಮಾತ್ರವಲ್ಲ ಅದನ್ನು ಹಂಚಿಕೊಡುವುದಕ್ಕೆ ನನಗೆ ಸಾಧ್ಯವಾಗ್ತದೆ. ദൈവനോട് പറഞ്ഞു ഇതൊരു അവസാനമല്ല ഇതൊരു തുടക്കമാ. ದೇವರು ಹೇಳಿದ್ರು ಇದು ಕೊನೆಯಲ್ಲ, ಇದು ನಿನ್ನ ಆರಂಭವಾಗಿದೆ. ഇത് ശുശ്രൂഷയുടെ അവസാനമല്ല ഇത് ശുശ്രൂഷയുടെ തുടക്കമാ. ನಿನ್ನ ಸೇವೆಯ ಕೊನೆಯಲ್ಲ, ಇದು ನಿನ್ನ ಸೇವೆಯ ಆರಂಭವಾಗಿದೆ. കഴിഞ്ഞ 6 വർഷമായിട്ട് എന്റെ ശുശ്രൂഷക്കകത്ത് ഞാൻ അനുഭവിച്ച ഒറ്റ കാര്യം, അതിന്റെ പേര് ആദിയോടന്തം ദൈവത്തിന്റെ കൃപ. ನಾನು ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾನು ಮಾಡಿದಂತ ಸೇವೆಯಲ್ಲಿ ನಾನು ಅನುಭವಿಸಿದಂತ ಒಂದು ಕಾರ್ಯವದೆ ಅದೇ ಆ ಕೊನೆಯಿಂದ ಕೊನೆಯವರೆಗೂ ಇರುವಂತದ್ದು ದೇವರ ಕೃಪೆಯಾಗಿದೆ. അതുകൊണ്ട് എന്റെ മുമ്പിൽ എത്ര പേരുള്ളത് എനിക്കൊരു വിഷയമല്ല. ನನ್ನ ಮುಂದೆ ಎಷ್ಟು ಜನವಿದ್ದರೂ ಅದು ನನಗೆ ವಿಷಯವಲ್ಲ. അത് 100 പേരോ 50 പേരോ 10 പേരോ 5 പേരോ ഉള്ളെങ്കിലും ഇപ്പൊ എങ്ങനെ പ്രസംഗിക്കുന്നോ അതുപോലെ പ്രസംഗിക്കും. ನನ್ನ ಮುಂದೆ ಇರುವಂತ 100, 5, 50 ಜನ ಎಷ್ಟೇ ಜನವಿದ್ದರೂ ಸಹ ಈಗ ನಾನು ಯಾವ ರೀತಿಯಲ್ಲಿ ಸಂದೇಶ ಕೊಡ್ತೇನೋ ಅಪ್ರಕಾರವಾಗಿಯೇ ಸಂದೇಶ ಕೊಡ್ತೇನೆ. കൂട്ടത്തിന്റെ വലിപ്പമല്ല വിഷയം, പകരപ്പെടുന്ന കൃപയാണ് വിഷയം. ನಮಗೆಲ್ಲದಕ್ಕಿಂತಲೂ ಪ್ರಾಮುಖ್ಯವಾದಂತ ವಿಚಾರ ಆತನ ಕೃಪೆಯಾಗಿದೆ. അന്ന് ദൈവം എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ನಾನು ದೇವರು ನನ್ನೊಟ್ಟು ಹೇಳಿದ ಆಕೆಯನ್ನು ಎಬ್ಬಿಸುತ್ತೇನೆ. എന്നെ സംബന്ധിച്ച് സീരീസ് ഓഫ് പ്രതിസന്ധികളായിരുന്നു. സീരീസ് ഓഫ് പ്രതിസന്ധികൾ എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. ಅನೇಕ ಸೀರಿಯಸ್ ಆದಂತ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಹಾದು ಹೋಗ್ತಾ ಇದ್ದೆ. ഇതിനടുത്ത സമയത്ത് എന്റെ പിതാവ് സ്ട്രോക്ക് ബാധിച്ചു. കിടന്നു. ഈ സന്ദർഭത്തിൽ ನನ್ನ ತಂದೆಯು ಸಹ ಸ್ಟ್ರೋಕಿನಿಂದ ಬಳಲುತ್ತಾ ಇದ್ದರು. പക്ഷെ അങ്ങനെ ഒരു ദിവസം ഞാൻ ആ ഹോസ്പിറ്റൽ മുറിക്കകത്തേക്ക് അല്ലെങ്കിൽ ആ ഡോക്ടറെ കാണാൻ തന്റെ ക്യാബിലേക്ക് കയറുമ്പോഴാണ് ദൈവം ഒരു കോൾ എന്റെ മുമ്പിൽ വരുന്നത്. ಆ ಸಂದರ್ಭದಲ್ಲಿ ಡಾಕ್ಟರ್ನ ನೋಡುವುದಕ್ಕಾಗಿ ಡಾಕ್ಟರ್ನ ಕ್ಯಾಬಿನೆಟ್ಗೆ ಹೋಗುವಂತ ಸಂದರ್ಭದಲ್ಲಾಗಿದೆ ದೇವರು ನನಗೆ ಕೊಟ್ಟಂತ ಆಲೋಚನೆ. കാനഡ എന്ന ഒരു കോൺഫറൻസിന്റെ അതിന്റെ മുഖ്യ സംഘാടകനായ ഒരു ദൈവദാസന. ಆ കാനഡದಲ್ಲಿರುವಂತ ಒಂದು ಕಾನ್ಫರೆನ್ಸಿನ ಮುಖ್ಯ ಅಧಿಕಾರಿನ ನನ್ನ ಕರೆದರು. ഞാനും അദ്ദേഹം തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല. ಆತನ ನನ್ನ ಇದುವರೆಗೂ ನಾನು ಸಂಧಿಸಿರಲಿಲ್ಲ. ആ സമയം വരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ಆ ಸಂದರ್ಭವನ್ನು ನಾನು ಇಲ್ಲಿ ಮಾತನಾಡುವುದಿಲ್ಲ. അദ്ദേഹത്തിന് എന്നെയും അറിയത്തില്ല, എനിക്ക് അദ്ദേഹത്തിനെയും അറിയത്തില്ല. ನನಗೆ ಆತನು ಗೊತ್ತಿಲ್ಲ, ಆತನು ನನಗೂ ಗೊತ್ತಿಲ್ಲ. പക്ഷെ കോൺഫറൻസിൽ ഒരു പ്രീച്ചർ വേണമെന്ന് പറഞ്ഞ് യൂട്യൂബിനൊക്കെ അന്നധികം വീഡിയോ യൂട്യൂബിലില്ല. പക്ഷേ അദ്ദേഹം നോക്കിയ സെർച്ച് ലിസ്റ്റിൽ ഫസ്റ്റ് വീഡിയോ കണ്ടു. അദ്ദേഹം ആ മെസ്സേജ് കേട്ടു. ദൈവാത്മാവ് തന്നോട് പറഞ്ഞു ഈ മനുഷ്യനെ വിളിക്കാൻ പറഞ്ഞു. ಆತನ ಕಾನ್ಫರೆನ್ಸ್ಗೆ ಆಮಂತ್ರಿಸುವುದಕ್ಕಾಗಿ ಸೇವಕರುಗಳನ್ನು ನೋಡುತ್ತಾ ಇರಬೇಕಾದ್ರೆ ಯೂಟ್ಯೂಬ್ನಲ್ಲಿ ನೋಡಿದಾಗ ಮೊದಲ ಹೆಸರು ಇವರು ಬಂತು, ಇವರನ್ನ ಕರೆಯೋಣ ಎಂಬುದಾಗಿ ಹೇಳಿದರು. അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു വരാമോ? ಆತನು ನನ್ನನ್ನು ಕರೆದು ಕೇಳಿದನು ನೀವು ಬರ್ತೀರೋ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പാസ്റ്റർ ഇതാണ് എന്റെ സാഹചര്യം. ನಾನು ಆತನಿಗೆ ಹೇಳಿದೆ ನನ್ನ ಕಾರ್ಯ ಇದಾಗಿದೆ ಎಂಬುದಾಗಿ. അദ്ദേഹം പറഞ്ഞു ദൈവം പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. ಆತನು ನನಗೆ ಹೇಳಿದನು ದೇವರು ಹೇಳಿದಕ್ಕಾಗಿ ನನ್ನನ್ನು ಕರೀತಾ ಇದ್ದಾನೆ. തമ്പുരാൻ എന്നെ ഉറപ്പിച്ചിട്ട് പറഞ്ഞു ഒന്നും തടസ്സമാകത്തില്ല, ധൈര്യത്തോടെ പോകാം. ನಿನ್ನನ್ನು ಯಾವುದು ತಡೆಯಾಗುವುದಿಲ್ಲ, ಧೈರ್ಯದಿಂದ ಹೋಗು ಎಂಬುದಾಗಿ ದೇವರು ಹೇಳಿದರು. എന്റെ പിതാവ് ഒരു സുവിശേഷകനാ. ನನ್ನ ತಂದೆಯೊಬ್ಬ ಸುವಾರ್ತಿಕನಾಗಿದ್ದಾನೆ. കഴിഞ്ഞ 10 പതിറ്റാണ്ടുകൾ ഒത്തിരി കവലകളിൽ നിന്ന് പ്രസംഗിച്ച ഒരു കവല സുവിശേഷകನ ಮಗನ. ಅನೇಕ ವರ್ಷಗಳಿಂದ ನಲ್ಲಲಿಯ ಬೀದಿಗಳಲ್ಲಿ ಸಂದೇಶ ಕೊಡ್ತಾ ಇದ್ದಂತ ಸಂದೇಶಕರಾಗಿದ್ದಾರೆ. ನೂರುಗಣಕಿನ ಆൾക്കാരെ ಕರ್ತವ್ಯത്തിന് വേണ്ടി നേടിയ ഒരു ദൈവദാസന മകന. ಅನೇಕರು ಸೇವೆಗಾಗಿ ಅವರ ಮುಖಾಂತರವಾಗಿ ಆದುಕೊಂಡಿದ್ದಾರೆ. എന്റെ പിതാവിന് ഒത്തിരി സാധ്യത ഉണ്ടായിരുന്നു. ಅನೇಕ ಸ್ವತಂತ್ರ ನನ್ನ ಮುಂದೆ ಇತ್ತು. ഇന്ന് വരെ ഒറ്റയാളോടും തന്റെ മകന്റെ പേര് പറഞ്ഞിട്ടില്ല.
ಯಾವತ್ತೂ ಸಹ ತನ್ನ ಮಗನ ಹೆಸರನ್ನು ಆತನು ಹೇಳಲಿಲ್ಲ. സാധ്യതയുള്ള പലരും കൈത്താങ്ങിയിട്ടുമില്ല. ಆ ಸಾಧ್ಯತೆ ಇರುವಂತ ಯಾರು ಸಹ ನಮಗೆ ಸಹಾಯಕ್ಕಾಗಿ ಬರಲಿಲ್ಲ. ഞാൻ ഒരിക്കൽ സങ്കടത്തോടെ എൻ്റെ അപ്പനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു പദമുണ്ട്. ಆಮೇಲೆ ನಾನು ದುಃಖದಿಂದ ತಂದೆಯ ಹತ್ರ ಕೇಳಿಕೊಂಡಾಗ ನನ್ನ ತಂದೆ ಹೇಳಿದಂತ ಒಂದು ಪದವದೆ, സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിപ്പാൻ അവന്റെ ചെരുപ്പിന്റെ വാറ് പോലും അബ്രഹാം എടുത്തില്ല. ಆಮೇಲೆ ಸೋದೋಮ್ ರಾಜನನ್ನ ಸಂಪನ್ನನಾಗಿ ಮಾರ್ಪಡಿಸಿದಂತ ಆತನ ಚಪ್ಪಲಿಯ ಬಾರನ್ನು ಸಹ ಅಬ್ರಾಮನು ತೆಗೆದುಕೊಳ್ಳಲಿಲ್ಲ. അന്ന് എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, വ്യക്തിയല്ല വളർത്തേണ്ടത്, കൃപയാ വളർത്തണ്ടേ. ಆಮೇಲೆ ವ್ಯಕ್ತಿಯೆಲ್ಲ ಬೆಳೆಯಬೇಕಾದದ್ದು ಕೃಪೆಯಾಗಿದೆ ಬೆಳೆಯಬೇಕಾದದ್ದು. ആരെങ്കിലും ചാരി നിന്നല്ല വളരേണ്ടത്, കൃപയാലാണ്. ಆಮೇಲೆ ಯಾರಿಂದಲೂ ಸಹಾಯದಿಂದಲ್ಲ ಬೆಳೆಯಬೇಕಾದದ್ದು ಕೃಪೆಯಿಂದ ಬೆಳೆಯಬೇಕು. ലൈഫിൽ നമുക്ക് വാതിൽ തുറക്കുന്നത് മനുഷ്യനല്ല, ലൈഫിൽ വാതിൽ തുറക്കുന്നത് ദൈവം. ಆಮೇಲೆ ಜೀವಿತದ ಮಾರ್ಗವನ್ನ ಬಾಗಿಲನ್ನು ತೆರೆಯಬೇಕಾದದ್ದು ಮನುಷ್ಯನಲ್ಲ, ದೇವರು ತೆರೆಯುವಂತವನಾಗಿರಬೇಕು. വാതിൽ തുറക്കുന്നത് മനുഷ്യനല്ല, ദൈവമാ. ಆಮೇಲೆ ಸೇವೆಯ ಬಾಗಿಲನ್ನು ತೆರೆಯಬೇಕಾದದ್ದು ಮನುಷ್ಯನಲ್ಲ, ದೇವರು ತೆರೆಯುವಂತವನಾಗಿರಬೇಕು. കൃപ നിങ്ങളെ ചലിപ്പിക്കാൻ തുടങ്ങിയ, ಆಮೇಲೆ ಕೃಪೆಯು ನಿನ್ನನ್ನು ಚಲನ ಮಾಡುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರೆ, ശുശ്രൂഷയിൽ ഇറങ്ങി വരാൻ തുടങ്ങിയ, ಆ ಕೃಪೆಯು ನಿನ್ನ ಸೇವೆಯಲ್ಲಿ ಇಳಿದು ಬರುವುದಕ್ಕೆ ಆರಂಭಿಸಿದರೆ, സാധ്യതകൾക്കപ്പുറത്തേക്ക് കാര്യങ്ങളെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ಆಮೇಲೆ ಆ ಸಾಧ್ಯತೆಗಳನ್ನು ಸಾಧ್ಯ ಮಾಡುವ ಹಾಗೆ ಮಾರ್ಪಡಿಸುವಂತದ್ದು ದೇವರ ಕೃಪೆಯಾಗಿರುತ್ತದೆ. ഞാൻ ആത്മാവിൽ ജനത്തിനു വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നത്, കൃപയാൽ ഒരു തലമുറ പുറത്തു വരണം. ಆಮೇಲೆ ಇವತ್ತು ರಾತ್ರಿ ಜನಕ್ಕೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುವಂತದ್ದು ಕೃಪೆಯಿಂದ ಇರುವಂತ ಒಂದು ತಲೆಮಾರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಎದ್ದು ಬರಬೇಕು. പ്രതിസന്ധികളെ പൊട്ടിച്ചെറിയുന്ന ഒരു തലമുറ പുറത്തു വരണം. ಸಮಸ್ಯೆಗಳನ್ನು ಹೊಡೆದು ಹಾಕುವಂತ ಒಂದು ತಲೆಮಾರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಎದ್ದು ಬರಬೇಕು. ഭാര്യകളെ ചാടിക്കിടക്കുന്ന ഒരു തലമുറ, ಆಮೇಲೆ ದೇವರಲ್ಲಿ ಒಂದು ತಲೆಮಾರು, വെല്ലുവിളികളെ ചാടിക്കിടക്കുന്ന ഒരു തലമുറ പുറത്തു വരണം. ಆಮೇಲೆ ಸವಾಲುಗಳನ್ನು ಜಯಿಸಿ ಬರುವಂತ ಒಂದು ತಲೆಮಾರು ಹೊರಗಡೆ ಬರಬೇಕು. വ്യക്തികൾക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ. ಆಮೇಲೆ ವ್ಯಕ್ತಿಗಳಿಗಾಗಿ ಅಲ್ಲ, ದೇವರಿಗಾಗಿ ನಿಲ್ಲುವಂತ ಒಂದು ತಲೆಮಾರು. കൃപയ്ക്ക് വേണ്ടി വില കൊടുക്കുന്ന ഒരു തലമുറ. ಒಂದು ಕೃಪೆಗಾಗಿ ಬೆಲೆ ಕೊಡುವಂತ ಒಂದು ತಲೆಮಾರು. ഇന്ന് രാത്രി ആത്മാവചനത്തിനെ സജ്ജമാക്കുക. ಆಮೇಲೆ ಇವತ್ತು ರಾತ್ರಿ ಆತ್ಮದಲ್ಲಿ ನಾನು ಅದನ್ನು ನಿಮಗೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ. പുറത്തു കൊണ്ടുവരിക. ಆತ್ಮ ನಿಮ್ಮನ್ನು ಅದಕ್ಕಾಗಿ ಹೊರಗೆ ತರುತ್ತಾ ಇದ್ದಾರೆ. വാടി അടഞ്ഞെന്ന് ചിന്തിക്കുന്ന ശരത്തിന്റെ വാടി തുറക്കാൻ, ಆಮೇಲೆ ನಿಮಗೆ ಆಡದು ಮುಚ್ಚುವಂತ ಬಾಗಿಲುಗಳನ್ನ ಕೃಪೆ ನಿಮಗಾಗಿ ಬಾರಿಯನ್ನು ತೆರೆಯುವಂತದಾಗಿದೆ. വെളിപ്പെടുക. അസാധാരണമായ ഒരു ദൈവകൃപയുടെ പകർച്ച ഇന്ന് രാത്രി സ്വർഗ്ഗത്തിനകത്ത് അയക്കുക. ಅಸಾಧಾರಣವಾದ ದೇವರ ಕೃಪೆಯ ಹರಡುವಿಕೆ ಇವತ್ತು ರಾತ್ರಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಹರಡುತ್ತಾ ಇದೆ. തളർന്ന ചില ഹൃദയങ്ങൾ കൃപയെ അനുഭവിക്കുക. ಆಮೇಲೆ ನೋಡಿದ ಹೋದಂತ ಹೃದಯಗಳನ್ನ ಆತನ ಕೃಪೆಯಿಂದ ತುಂಬಿಸುವನಾಗಿದ್ದಾನೆ. ഹൃദയങ്ങളെ കൃപ ഒഴുകുക. ಬಲಹೀನವಾದಂತ ಹೃದಯವನ್ನ ಆತನ ಕೃಪೆಯಿಂದ ತುಂಬಿಸುವನಾಗಿದ್ದಾನೆ. ഒരു കൃപയുടെ പ്രവാഹം, ಆಮೇಲೆ ಒಂದು ಕೃಪೆಯ ಪ್ರವಾಹವು ನಮ್ಮಲ್ಲಿ ಹರಿಯುತ್ತಾ ಇದೆ. വിശ്വസിച്ച ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ദൈവ കൃപയുടെ പ്രവാഹം. ನಂಬಿಕೆಯಿಂದ ಪ್ರಾರ್ಥನೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಳ್ಳಿರಿ. ದೇವರ ಕೃಪೆಯ ಪ್ರವಾಹವು ഈ അന്തരീക്ഷം മുഴുവൻ ദൈവ കൃപയാൽ നിറയുക. ಈ ಪರಿಸರ ಪೂರ್ಣವಾಗಿ ದೇವರ ಕೃಪೆಯಿಂದ ವ್ಯಾಪಿಸುತ್ತಾ ಇದೆ. ഉടയപ്പെടുന്ന ഹൃദയങ്ങൾ ബലപ്പെടുക. ಒಡೆದು ಹೋದಂತ ಹೃದಯಗಳು ಬಲಪಡುತ್ತಾ ಇದೆ. ആത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കുക. ಕೆಲವರನ್ನ ಆತ್ಮವು ಎಬ್ಬಿಸುತ್ತಾ ಇದೆ. ജീവിതത്തിൽ ചിലരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, ಆಮೇಲೆ ಕೆಲವು ಜೀವಿತದಲ್ಲಿ ಕೆಲವರನ್ನ ಎಬ್ಬಿಸುವ, തിരിച്ചു വിളിക്കുന്ന, ಆಮೇಲೆ ಕೆಲವರನ್ನ ಹಿಂದಿರುಗಿಸಿ ಹಿಡಿಯುವ, അസ്തമിച്ചെന്ന് പറഞ്ഞെടുത്ത ജീവൻ, ಆಮೇಲೆ ಕೊನೆ ಆಯ್ತು ಎಂಬುದಾಗಿ ಹೇಳಿದಂತ ಜೀವವನ್ನ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൂ. ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൂ. ಆತ್ಮದಲ್ಲಿ ದೇವರನ್ನ ಮಹಿಮೆಪಡಿಸುತ್ತಾ ಇರಿ. കൃപയുടെ അസാധാരണമായ പകർച്ച, ಆಮೇಲೆ ದೇವರ ಕೃಪೆಯ ಅಸಾಧಾರಣವಾದಂತ ಹರಡುವಿಕೆ, കൃപയുടെ അസാധാരണമായ ഒഴുಕ, ಆಮೇಲೆ ದೇವರ ಕೃಪೆಯ ಅಸಾಧಾರಣವಾದಂತ ಹರಿಸುವಿಕೆ, കവിഞ്ഞു വരുന്ന, ಆಮೇಲೆ ಸ್ವಾಮಿ ತುಂಬಿ ತುಳುಕಿ ಬರುವ, കവിഞ്ഞു വരുന്ന ಬಲಹೀನತೆಯಲ್ಲಿ ತುಂಬಿ ಬರುವ ദൈവ കൃപയുടെ ഒഴുക, ದೇವರ ಕೃಪೆಯ ಹರಿಯುವಿಕೆ അന്തരീക്ഷത്തിനകത്ത് ചാലിക്കട്ടെ. ಇವತ್ತು ರಾತ್ರಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಚಲಿಸಲಿ ಚಲಿಸಲಿ. ಉಡರ ಬಲ ಸಂದಲಾದ ಗರಗಡಗನ ಉದರ ദൈവകൃപ ഒഴുകുക. ദൈവകൃപ ഒഴുകുക. ದೇವರ ಕೃಪೆ ഏറ്റെടുത്തോ. ಅಂಗೀಕರಿಸಿಕೊಳ್ಳಿರುವ ದೇವರ ಕೃಪೆ ಹರಿಯುತ್ತಾ ಇದೆ. ചില ക്ഷീണിച്ച മനസ്സുകളെ കൃപ ഇന്ന് രാത്രി ഏറ്റെടുക്കുക. ಕುಂದಿ ಹೋದಂತ ಮನಸ್ಸುಗಳನ್ನ ಕೃಪೆ ಇವತ್ತು ತೆಗೆದುಕೊಳ್ಳುತ್ತಾ ಇದೆ. തളർന്നു പോയവരുടെ മേലെ കൃപ വ്യാപരിക്കുക. ಕುಂದಿ ಹೋದವರನ್ನ ದೇವರ ಶಕ್ತಿ ವ್ಯಾಪಿಸುತ್ತಾ ಇದೆ. ചിലതിനെ വളർത്തുക. ಕೃಪೆಯಲ್ಲಿ ಕೆಲವರನ್ನ ಬೆಳೆಸುತ್ತಾ ಇದೆ. ചിലതിന് ജീവൻ കൊടുക്കുക. ಕೃಪೆ ಕೆಲವರಿಗೆ ಜೀವ
ജീവ കൊടുത്ത ആത്മാവിലെടുത്തു ദൈവകൃപയുടെ അത്യുന്നത ഫലങ്ങൾ ആത്മതലാക്കിക്കരിಸಿಕೊಳ್ಳಿರಿ ಆ ದೇವರ ಕೃಪೆಯ ಆ ಸಾನ್ನಿಧ್ಯವು ഇന്ന് രാത്രി അക്കാരം സ്വർഗ്ഗം പിടിക്കുക. ಇದು ನಿಮ್ಮ ಕರವನ್ನ ಸ್ವರ್ಗವು ಹಿಡಿಯುತ್ತಾ ಇದೆ. ക്ഷീണിച്ചു പോയവരുടെ അക്കാര സ്വർഗ്ഗം പിടിക്കുക. ಓ ಕುಂದಿಯೋದವರ ಹಸ್ತವನ್ನ ಪರಲೋಕವು ಹಿಡಿಯುತ್ತಾ ಇದೆ. ഇന്ന് രാത്രി ദൈവം അത്ഭുതം ചെയ്യുന്ന രാത്രിയാ. ಇವತ್ತು ರಾತ್ರಿ ದೇವರ ಅದ್ಭುತವನ್ನ ಮಾಡುವಂತ ರಾತ್ರಿಯಾಗಿದೆ. രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. ಆಮೇಲೆ ನಾವು ಇವತ್ತು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕಿದ್ದೇವೆ. തകർന്നു പോയ ചില സാഹചര്യങ്ങളിൽ കൃപയൊഴുകാൻ പോവാ. ಆಮೇಲೆ ಇವತ್ತು ಹೊಡೆದು ಹೋದಂತ ಕೆಲವರನ್ನ ಆಮೇಲೆ ಕೃಪೆಯು ಹಿಡಿಯುತ್ತಾ ಇದೆ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ಎಲ್ಲರೂ ಸಹ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. ഒരുമിച്ച് ಪ್ರಾರ್ಥിക്കാൻ പോവാ. ಒಂದು ನಿಮಿಷ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഇന്ന് രാത്രി ചോദിക്കുന്നു. ಆಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನ ನಿಯೋಗದಿಂದ ನಮ್ಮನ್ನು ಸಮರ್ಪಿಸಿಕೊಡೋಣ. ഡെസ്പറേറ്റ്ലി ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നു. ಇವತ್ತು ಒಂದು ಕೃಪೆಗಾಗಿ ನೀವು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಇಚ್ಛಿಸುವುದಾದರೆ വന്ന സാഹചര്യങ്ങൾ പലതും എന്നെ മടിപ്പിച്ചിട്ടിരിക്കുക. ಬಂದಂತ ಸಂದರ್ಭಗಳು ಅನೇಕ ವರ್ತಿ ನಿಮ್ಮನ್ನ ಆಮೇಲೆ ಕ್ಷೀಣಪಡಿಸಿರುವುದಾದರೆ ഒട്ടും മുന്നേറാൻ പറ്റുന്നില്ല. ಮುಂದಕ್ಕೆ ಹೋಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಾ ಇಲ್ಲ. കൃപ എനിക്ക് അത്യാവശ്യ. ನನಗೆ ಕೃಪೆಯು ಬಹಳ ಪ್ರಾಮುಖ್ಯವಾಗಿದೆ. എനിക്ക് അത്യാവശ്യ. കೃಪೆಯು ನನಗೆ ಪ್ರಾಮುಖ್ಯವಾಗಿದೆ. രാത്രി ഞാൻ ഈ പുൾപിറ്റിൽ നിന്ന് ഇവിടെ വ്യാപരിക്കുന്ന അസാധാരണമായ ഒരു കൃപയുടെ ഒഴുക്ക് തിരിച്ചറിയുന്നുണ്ട്. ಈ ಪುಲ್ಪಿಟ್ ನಲ್ಲಿಂದ ಅಸಾಧಾರಣವಾದಂತ ಕೃಪೆಯು ಹರಿಯುವುದನ್ನು ನಾನು ಅನುಭವಿಸ್ತಾ ಇದ್ದೇನೆ. ലൈഫിനകത്ത് എവിടെയോ ഫെയിലും എന്ന് പറഞ്ഞ തലത്തിനകത്ത് ഇന്ന് രാത്രി കൃപ ഒഴുകാൻ പോവാ. ಜೀವಿತದಲ್ಲಿ ಸೋಲು ಎಂಬುದಾಗಿ ಹೇಳಿದಂತ ಸ್ಥಳದಲ್ಲಿ ಕೃಪೆಯು ವ್ಯಾಪಿಸುತ್ತಾ ಇದೆ. നിങ്ങളെന്ന വ്യക്തി ഇനി ഒരിക്കലും എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത കൃപ വ്യാപരിക്കാൻ പോവാ. ನೀವೆಂಬಂತ ವ್ಯಕ್ತಿ ಇನ್ನ ಎದ್ದೇಳುವುದಿಲ್ಲ ಎಂಬುದಾದಂತ ಹೇಳಿದಂತ ಸ್ಥಳದಲ್ಲಿ ಆತನ ಕೃಪೆಯು ವ್ಯಾಪಿಸುತ್ತಾ ಇದೆ. ഞാൻ ഇന്ന് രാത്രി ദൈവ നിയോഗത്തോടെ ചോദിക്കുന്നു. ದೇವರ ನಿಯೋಗದಿಂದ ನಾನು ಒಂದು ವಿಷಯವನ್ನು ಕೇಳ್ತಾ ಇದ್ದೇನೆ. എനിക്ക് അത്യാവശ്യമാണെന്ന്. ಇದು ನನಗೆ ಅವಶ್ಯಕವಾಗಿದೆ ಎಂಬುದಾಗಿ. അതെനിക്ക് അത്യാവശ്യമാണെന്ന്. ನನಗೆ ಇದು ಅವಶ್ಯಕವಾಗಿದೆ ಎಂಬುದಾಗಿ. അങ്ങനെ കൊതിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, ಹಾಗೆ ಆಸೆ ಇರುವವರು ಇದರೊಳಗೆ ಇರುವುದಾದರೆ നിങ്ങൾക്ക് കരം ഉയർത്തി പിടിച്ചോണ്ട് ನಿಮ್ಮ ಕರಗಳನ್ನು ಎತ್ತಿ ಹಿಡಿದುಕೊಂಡು പറ്റുമെങ്കിൽ ഒരു നിമിഷം മുൻപോട്ട് വരാമോ? ನಿಮ್ಮ ಕರಗಳನ್ನು എത്തിದವರು ಮುಂದಕ್ಕೆ ಬರುವುದಾದರೆ പാടാൻ പോവാ. ಹಾಡುಗಾರರು ಹಾಡನ್ನು ಹಾಡುತ್ತಾರೆ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ನಾವು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕೆ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ആവശ്യമുള്ളവർ ഇന്ന് രാത്രി ധൈര്യത്തോടെ മുൻപോട്ട് വാ. ಆಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನ ಸ್ಪರ್ಶ ಬೇಕು ಎಂಬುದಾಗಿ ಹೇಳುವಂತವರು ಧೈರ್ಯದಿಂದ ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ. പരിശുദ്ധാത്മാവിന്റെ ലൈഫിനെ തൊടാൻ പോവാ. ಪರಿಶುದ್ಧಾತ್ಮನ ನಿಮ್ಮ ಜೀವಿತವನ್ನು ಮುಟ್ಟುವುದಕ್ಕಿದ್ದಾನೆ. ಅಸಾಧಾರಣ ಧೈರ್ಯത്തെ മുൻപോട്ട് വന്നു. ಆಮೇಲೆ ಅಸಾಧಾರಣವಾದ ದೇವರ ಕೃಪೆ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಬೇಗ ಬನ್ನಿರಿ. ഇതൊരു ദൈവ മഹത്വത്തിന്റെ രാത്രിയെ മുമ്പോട്ട് വന്നു. ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ. ದೇವರ ಮಹಿಮೆಯ ರಾತ್ರಿಯಾಗಿದೆ. ധൈര്യത്തോടെ യാത്രയുടെ മുമ്പിൽ വന്നു നിന്നു. ಧೈರ್ಯದಿಂದ ಮುಂದಕ್ಕೆ ಬಂದು ನಿಲ್ಲಿರಿ. ഇവിടെ ഒരു സാന്നിധ്യം ചലിക്കുന്നുണ്ട്. ಇಲ್ಲಿ ದೇವರ ಸಾನ್ನಿಧ್ಯ ಚಲಿಸುತ್ತಾ ಇದೆ. ഈ അഭിഷേകന്മാർ നിങ്ങളുടെ മേൽ കൈവെക്കും. ಈ ನಮ್ಮ ಸೇವಕರುಗಳು ನಿಮ್ಮ ತಲೆ ಮೇಲೆ ಕೈ ಇಡುತ್ತಾರೆ. രോഗികൾ സൗഖ്യമാകും. ಇದರೊಳಗೆ ರೋಗಿಗಳು ಸ್ವಸ್ಥವಾಗುತ್ತಾರೆ. നിരാശയുടെ സ്പിരിറ്റ് മാറും. ಆಮೇಲೆ ನಿರಾಶೆ ಇರುವಂತವರಿಂದ ಬಿಡುಗಡೆ ಆಗ್ತದೆ. ഭയത്തിന്റെ അടിവേരുകൾ മാറും. ಆಮೇಲೆ ನಿಮ್ಮ ಭಯವು ನಿಮ್ಮಿಂದ ಬಿಟ್ಟು ಹೋಗ್ತದೆ. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കുന്നവർ അസാധാരണമായ ദൈവമഹത്വത്തെ കാണുക. ಆಮೇಲೆ ನಾವು ನಂಬಿಕೆಯ ಹೆಜ್ಜೆ ನೀಡುವಂತ ಅಸಾಧಾರಣವಾದಂತ ದೇವರ ಕೃಪೆ ವ್ಯಾಪಿಸುತ್ತದೆ. കൊതിക്കുന്നവർ ഇന്ന് രാത്രി ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ಆಮೇಲೆ ನೀವು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಳ್ಳಿರಿ. അശാധാരണ